ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കൊരു എംപ്ലോയി ഫോം എന്ന് പറഞ്ഞൊരു ഫോമുള്ളൊരു വെബ് പേജ് കാണുന്നില്ലേ? കാണുന്നുണ്ട് സർ. ഓക്കെ, നമ്മുടെ ആ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇതുപോലൊരു ഫോം ഉണ്ടാക്കാനാണ്. അതായത് എംപ്ലോയിയുടെ പേര്, എംപ്ലോയി കോഡ്, ബേസിക് സാലറി, ഡെസിഗ്നേഷൻ എന്താണെന്നുള്ളത് ചോയ്സ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യണം. പിന്നെ അഡ്രസ്സ് അടിക്കാനുള്ള ടെക്സ്റ്റ് ഏരിയ, ജെൻഡർ കൊടുക്കാനുള്ള റേഡിയോ ബട്ടൺ, ക്വാളിഫിക്കേഷൻ ഒന്നിലധികം സെലക്ഷൻ വേണ്ടി വരുന്നതായതുകൊണ്ട് ചെക്ക് ബോക്സ്, പിന്നെ ഇമെയിൽ ഐ ഡിക്കുള്ളൊരു ടെക്സ്റ്റ് ഫീൽഡ്. ഇത്രയും വെച്ചുകൊണ്ട് അതിൽ കണ്ടീഷൻ പറയുന്ന വാലിഡേഷൻ ചെയ്യേണ്ടത് എല്ലാ ഫീൽഡും എൻ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം. പിന്നെ ഈ പറഞ്ഞ സാലറി എന്നുള്ള ഫീൽഡിൽ ഡിജിറ്റ്സ് മാത്രമേ വരാൻ പാടുള്ളൂ, വേറെ വാല്യൂസ് ഒന്നും വേറെ ക്യാരക്ടേഴ്സ് ഒന്നും വരരുത്. ഡെസിഗ്നേഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടാവണം, എല്ലാം അഡ്രസ്സും ടൈപ്പ് ചെയ്തിട്ടുണ്ടാവണം, എല്ലാ ഫീൽഡും സെലക്ട് ചെയ്തിട്ടുണ്ടാവണം. ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും ഒരെണ്ണം ടിക്ക് ചെയ്ത് നിർബന്ധമായിട്ടും ടിക്ക് ചെയ്യണം. ഇമെയിൽ ഐ ഡി അടിക്കുന്നത് കറക്റ്റായിരിക്കും, കറക്റ്റ് ഫോർമാറ്റിലായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് വരിക. അപ്പോൾ ഇതിൽ നമ്മൾ ഫോം വാലിഡേഷൻ എന്നുള്ളതിൽ നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് വാലിഡേഷൻ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ബേസിക് വാലിഡേഷനും പിന്നെ ഡാറ്റ ഫോർമാറ്റ് വാലിഡേഷനും. ബേസിക് വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വേണ്ട ഫീൽഡുകളെല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യലാണ് ബേസിക് വാലിഡേഷൻ. അതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്ന ആദ്യത്തെ കാര്യം. ഓൾ ഫീൽഡ്സ് ആർ റിക്വയർഡ് അങ്ങനെ എന്തോ കണ്ടീഷൻ പറയുന്നുണ്ട്. ഇതിലുള്ള എല്ലാ ഫീൽഡിനും എന്തെങ്കിലും ഡാറ്റ അവർ സെലക്ട് ചെയ്തിട്ടോ ടൈപ്പ് ചെയ്തിട്ടോ ഉണ്ടായിരിക്കണം. അത് ബേസിക് വാലിഡേഷൻ. പിന്നെ വരുന്നത് ഡാറ്റ ഫോർമാറ്റ് വാലിഡേഷൻ. ഡാറ്റ ഫോർമാറ്റ് വാലിഡേഷൻ ഇതിൻ്റെ അകത്ത് വേണ്ടത് 2 എണ്ണം. ഒന്ന്, സാലറി അടിക്കുന്നിടത്ത് ഡിജിറ്റ്സ് തന്നെയാണോ അതോ ABC ഇതുപോലെ വേറെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഡിജിറ്റ്സ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇമെയിൽ ഐ ഡിയുടെ ഡാറ്റ ഫോർമാറ്റ് വാലിഡേഷൻ. ഇമെയിൽ ഐ ഡിക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട് അല്ലേ? ഒരു @ വേണം, അത് ആദ്യത്തെ ക്യാരക്ടർ ആവാൻ പാടില്ല. പിന്നെ ഒരു ഡോട്ട് വേണം. @ ഡോട്ടിനും ഇടയിൽ മിനിമം ഒരു ക്യാരക്ടറെങ്കിലും വേണം. ഡോട്ട് കഴിഞ്ഞ് മിനിമം 2 ക്യാരക്ടർ, ഡോട്ട് ഇൻ അല്ല IN വരെ അങ്ങനെയൊക്കെ മെയിൽ ഐ ഡി ഉണ്ട്. ഡോട്ട് കഴിഞ്ഞിട്ട് മിനിമം 2 ക്യാരക്ടറെങ്കിലും വേണം. അപ്പോൾ ഇങ്ങനെയുള്ള വാലിഡേഷൻ അതൊക്കെ ഡാറ്റ ഫോർമാറ്റ് വാലിഡേഷൻ എന്നുള്ളതിൽ വരും. അപ്പോൾ ഇതിലിപ്പോൾ ഈ ഫോം കണ്ട നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇതിലിപ്പോൾ ഞാനൊരു നെയിം എബി എന്നൊരു പേര് കൊടുത്തു, എംപ്ലോയി കോഡ് E101 കൊടുത്തു. ഞാൻ ഇവിടെ വെച്ച് സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇത് 2 മാത്രമേ എൻ്റർ ചെയ്തുള്ളൂ. ഉടനെ അവിടെ ഒരു പ്ലീസ് എൻ്റർ യുവർ ബേസിക് സാലറി എന്ന് പറഞ്ഞൊരു അലർട്ട് മെസ്സേജ് വരണം. കാരണം ഇവിടെ സാലറി എൻ്റർ ചെയ്തിട്ടില്ല നമ്മൾ. അപ്പോൾ ഓക്കെ അടിച്ചാൽ പിന്നെ കൺട്രോൾ വരുന്ന എവിടെ നോക്കി ഓട്ടോമാറ്റിക്കായിട്ട് ബേസിക് സാലറി എൻ്റർ ചെയ്യുന്ന ആ ഒരു ടെക്സ്റ്റ് ഫീൽഡിലേക്കാണ്. അവിടേക്ക് ഫോക്കസ് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ അതും ഞാൻ കൊടുത്തു എന്ന് വിചാരിക്കുക. അതും ഞാൻ കൊടുത്തു. ബേസിക് സാലറിയും ഒരു എമൗണ്ട് അടിച്ചു. ഓക്കെ, ഒരു ഡിജിറ്റ്സ് അതിൽ ഞാൻ ഡിജിറ്റല്ല ഇത് ക്യാരക്ടേഴ്സ് അടിച്ചെങ്കിൽ എൻ്റെ സേവ് പറഞ്ഞു. പ്ലീസ് എൻ്റർ യുവർ ബേസിക് സാലറി എന്ന് വീണ്ടും വന്നിരിക്കുകയാണ്. അതായത് ബേസിക് സാലറിയുടെ ഫോർമാറ്റ് ശരിയല്ല. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ നേരെ അവിടെ കൺട്രോൾ പോകണം. കാരണം യൂസർക്ക് കറക്റ്റ് എവിടെയാണ് തെറ്റ് പറ്റിയെന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അവിടെ കൺട്രോൾ പോയി അത് മാറ്റിയിട്ട് നമ്മൾ ഒരു എമൗണ്ട് അവിടെ അടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവിടെ വരെ ഓക്കെ ആയി. ഇനി സേവ് അടിക്കുന്നു. സെലക്ട് യുവർ ഡെസിഗ്നേഷൻ സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തേ പറ്റൂ. മാനേജർ സെലക്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഞാനിനി അഡ്രസ്സ് അടിച്ചു കൊടുത്തു. ജെൻഡർ സെലക്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. ജെൻഡർ സെലക്ട് ചെയ്തില്ല. SSLC +2 ഡിപ്ലോമ 3 ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇമെയിൽ ഐ ഡി അടിക്കുന്നില്ല, ജെൻഡറും സെലക്ട് ചെയ്തിട്ടില്ല. സേവ് പറഞ്ഞാൽ പ്ലീസ് സെലക്ട് ജെൻഡർ. അതായത് ഈ ഓർഡറിൽ ആദ്യം ഉള്ളത് മുഴുവൻ ഫില്ല് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള സ്ഥലത്തേക്ക് നമുക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ ആദ്യം ഉള്ളത് ഫില്ല് ചെയ്യിച്ച് കൊണ്ടുവരും. ആ രീതിയിലാണ് നമ്മൾ ഇഫ് കണ്ടീഷൻ വെക്കുന്നത്. ആദ്യം നെയിം എന്നുള്ള ഫീൽഡിൽ ഡാറ്റ ഉണ്ടോ എന്ന് നോക്കും. അടുത്ത എംപ്ലോയി കോഡ് ഉണ്ടോ എന്ന് നോക്കും. മൂന്നാമത്തെ സാലറി ഉണ്ടോ, അത് കറക്റ്റാണോ എന്ന് നോക്കും. നാലാമത്തെ ഡെസിഗ്നേഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. അത് കഴിഞ്ഞാൽ അഡ്രസ്സ് ഉണ്ടോ എന്ന് നോക്കും. അഡ്രസ്സ് നോക്കി കഴിഞ്ഞപ്പോൾ ജെൻഡർ ഇല്ല. താഴെ ക്വാളിഫിക്കേഷൻ ടിക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് പ്രശ്നമല്ല. ജെൻഡർ സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അത് സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ ഇതിൽ നമുക്ക് ഫോക്കസ് ഇങ്ങോട്ടൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്തു. ഇനി ഞാൻ സേവ് പറഞ്ഞു. ഓട്ടോമാറ്റിക്കായിട്ട് ക്വാളിഫിക്കേഷൻ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നത് എന്താ, പ്ലീസ് എൻ്റർ എ വാലിഡ് ഇമെയിൽ അഡ്രസ്സ്. ഇവിടെ ഇമെയിൽ അഡ്രസ്സ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മെസ്സേജ് കാണാമെന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ സൂം ചെയ്ത് നോക്കേണ്ടി വരും. നിങ്ങൾക്ക് സൂം ചെയ്ത് കാണാമല്ലോ, ലൈവ് ആയതുകൊണ്ട് സൂം ചെയ്ത് കാണാം. ഓക്കെ, അപ്പോൾ വാലിഡ് ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ അടിച്ചാൽ നേരെ കൺട്രോൾ ഇമെയിൽ അടിക്കുന്ന സ്ഥലത്താണ് വരുന്നത്. കണ്ടോ, ഇവിടേക്കാണ് കഴ്സർ വന്ന് നിൽക്കുന്നത് തന്നെ അവിടെയാണ്. അപ്പോൾ ഞാൻ ഇമെയിൽ അടിക്കുകയാണ്, ABC ഇത്ര അടിച്ചു, ബാക്കി അടിക്കാൻ വിട്ടുപോയി. സേവ്. പ്ലീസ് എൻ്റർ കറക്റ്റ് ഇമെയിൽ ഐ ഡി എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു. ഇത് കറക്റ്റ് അല്ല. അപ്പോൾ ഞാൻ ഒരു ഡോട്ട് ഇന്നെന്ന് അടിച്ചു. അതിൻ്റെ ഇടയിൽ ഡോട്ടിൻ്റെ ഇടയിൽ ഒരു ക്യാരക്ടർ എഴുതിയില്ല, നേരെ ഡോട്ട് ഇന്നെന്ന് അടിച്ചു. അപ്പോഴും വന്നു പ്ലീസ് എൻ്റർ കറക്റ്റ് ഇമെയിൽ ഐ ഡി.
അപ്പോൾ ഞാൻ അവിടെ വെറുതെ ഒരു ഒറ്റ ക്യാരക്ടർ അടിച്ചു abc@d.in. d.in എന്ന് ഞാൻ കൊടുത്തില്ല, ഒരക്ഷരം കൊടുത്തു എന്ന് വിചാരിക്കുക, ഐ. സേവ്. ഇപ്പോഴും കറക്റ്റ് ഇമെയിൽ ഐ ഡി വേണമെന്ന് പറയുന്നു. എന്നെ കൂടി കൊടുക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യും. അക്സെപ്റ്റ് ചെയ്യാൻ ഞാനത് ക്ലിക്ക് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ഇത് അക്സെപ്റ്റ് ചെയ്ത സ്ക്രീൻ അങ്ങോട്ട് ബ്ലാങ്ക് ആവും. കാരണം ഇത് പിന്നെ ഡാറ്റ ഈ നമ്മുടെ ഫോമിൽ നിന്ന് നമ്മൾ എങ്ങോട്ടാണോ ഡാറ്റ സെൻഡ് ചെയ്യാൻ പറയുന്നത് അങ്ങോട്ടാണ് പോകുന്നത്. അതിന് PHP പഠിച്ചാലേ നമുക്ക് അത് റിസീവ് ചെയ്ത് എന്ത് കാര്യങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ തൽക്കാലം ഞാൻ എങ്ങോട്ടും സെൻഡ് ചെയ്യുന്നത് ഈ പേജ് തന്നെ ഒന്ന് റീഫ്രഷായി വരുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. സെയിം പേജ് തന്നെ ഒന്ന് റീഫ്രഷ് ആവുന്നതുകൊണ്ട് അതിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ച എല്ലാ കാര്യങ്ങളും പോകും. ഓക്കെ. ഇപ്പോൾ d.in ഇത് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ക്ലിയർ ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഐ മാത്രം അടിച്ചപ്പോൾ വന്നത് എൻ്റർ കറക്റ്റ് ഇമെയിൽ ഐ ഡി എന്നാണ്. ഞാൻ ഒരു എന്നും കൂടി കൊടുത്തപ്പോൾ സേവ്. ഓക്കെ, ആ ഡാറ്റ സെൻഡ് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ മുകളിൽ നിങ്ങളത് സൂം ചെയ്ത് നോക്കിയാൽ കാണാം HTML ആ ഫയലിൻ്റെ പേര് FM valid 16 എന്നാണ്. അതിൻ്റെ ഇടയിൽ സ്പേസ് ഉള്ളതുകൊണ്ടാണ് %20 എന്നൊക്കെ വരുന്നത്. .html question mark AB name equal to AB and employee code equal to E101. എംപ്ലോയി കോഡ് ഈക്വൽ നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്തത്. ആൻഡ് ബേസിക് സാലറി B സാലറി ഈക്വൽ ടു ടൈപ്പ് ചെയ്ത് കൊടുത്ത വാല്യൂ. ആൻഡ് ഡെസിഗ്നേഷൻ ഈക്വൽ ടു 1. ആൻഡ് അഡ്രസ് ഈക്വൽ ടു ഈ ടൈപ്പ് ചെയ്ത് കൊടുത്തത്. ജെൻഡർ അങ്ങോട്ട് പോയി നോക്കിയാൽ കംപ്ലീറ്റ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മുഴുവൻ URL വരുന്ന കാണാം. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. URL വഴി ഡാറ്റ സെൻഡ് ചെയ്യുന്ന ഒരു ഫോമിൻ്റെ ഒരു മെത്തേഡ് ഉണ്ട്. എന്താണ് അതിനെന്താ പേര് പറയുക? URL വഴി ഡാറ്റ സെൻഡ് ചെയ്യുന്ന മെത്തേഡിന് എന്താ പേര് പറയുന്നത്? ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പറയുക. ഫോം എന്ന് പറഞ്ഞ ടാഗ് വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് മെത്തേഡ് ഈക്വൽ ടു 2 വാല്യൂസ് കൊടുക്കാൻ പറ്റും, ഗെറ്റും പോസ്റ്റ്. ഇത് URL വഴി കൊടുക്കുന്ന ഏതാ? പോസ്റ്റ് അല്ല, URL വഴി കൊടുക്കുന്നത് ഗെറ്റാണ്. ഗെറ്റാണ് URL വഴി കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു കാര്യം നോക്കുക, ഈ ഒരു ഭാഗം നിങ്ങൾ സൂം ചെയ്ത് നോക്കണേ. ക്വാളിഫിക്കേഷൻ ക്വാളി എന്നാണ് ഞാൻ അതിന് പേര് കൊടുത്തിരിക്കുന്നത്. ഈക്വൽ ടു SSLC ആൻഡ് ക്വാളി ഈക്വൽ ടു +2 ആൻഡ് ക്വാളിഫിക്കേഷൻ ഈക്വൽ ടു ഡിപ്ലോമ. ഓക്കെ, മൂന്നും ഇത് വന്നാൽ എന്താ, മൂന്നും ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു അറേ ആയിട്ടാണ് പോവുക. ക്വാളിഫിക്കേഷൻ എന്നുള്ള പേരിൽ ഒരു അറേ വിത്ത് 3 എലമെൻറ്റ്സ് ആയിട്ടാണ് അത് പോവുക. നമ്മൾ പ്രോഗ്രാമിൽ എടുക്കുമ്പോൾ ഈ മൂന്നും നമുക്ക് ക്വാളി ഓഫ് 0, ക്വാളിഫിക്കേഷൻ ഓഫ് 1, ക്വാളിഫിക്കേഷൻ ഓഫ് 2 എന്നുള്ള രീതിയിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം ചെക്ക് ബോക്സ് ഒക്കെ അങ്ങനെയാണ്, ഒന്നിലധികം സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരേ പേരിൽ തന്നെ URL വഴി ഇങ്ങനെ പോകും. പിന്നെ ഇമെയിൽ നമ്മൾ അടിച്ച ab@d.in, ഈ അറ്റെന്നുള്ളതിൻ്റെ കറസ്പോണ്ടിങ് സിമ്പിളാണ് ഈ പറഞ്ഞ %40 എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ഔട്ട്പുട്ട് ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. എങ്ങനെയായിരിക്കണം നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ള ആദ്യം കാണിച്ചിട്ട് ഇതെങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ക്ലിയർ ആകും. അതുകൊണ്ട് ഞാൻ ആദ്യം കാണിച്ചെന്നേ ഉള്ളൂ. ഇതിപ്പോൾ എന്താണ്, മൊത്തത്തിൽ നോക്കിയ ഒരു ടേബിളാണ് അല്ലേ, 2 കോളമുള്ള ഒരു ടേബിൾ. അതിൽ ആദ്യത്തെ റോയിൽ 2 കോളം കൂടി കോൾ സ്പാൻ ഈക്വൽ ടു 2 കൊടുത്തിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അതൊക്കെ ഓർമ്മ വേണം ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ റോയിൽ ആദ്യത്തെ കോളത്തിൽ നെയിം എന്നുള്ള ഡാറ്റ, രണ്ടാമത്തെ കോളത്തിൽ നെയിം എൻ്റർ ചെയ്യാനുള്ളൊരു ടെക്സ്റ്റ് ഫീൽഡ്, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇത്രയും റോസ് ഇവിടെ നോക്കുക. ഡെസിഗ്നേഷൻ എന്നുള്ളിടത്ത് ആദ്യത്തെ കോളത്തിൽ ഡെസിഗ്നേഷൻ എന്നുള്ള ഡാറ്റ, രണ്ടാമത്തെ കോളത്തിൽ ഡെസിഗ്നേഷൻ സെലക്ട് ചെയ്യാനുള്ള ആ ഒരു ഇൻപുട്ട് കൺട്രോൾ, അതിനെ നമ്മൾ എന്താ പേര് പറയുക, സെലക്ട് എന്നാണ് പറയുക. സെലക്റ്റും കുറേ ഓപ്ഷൻ എന്ന് പറഞ്ഞ് കൊടുക്കും. നമ്മളിപ്പോൾ കാണും, അത് ടൈപ്പ് ചെയ്യും. ഇതൊക്കെ നമ്മൾ പഠിച്ച് കഴിഞ്ഞതാണ് ഫോം എലമെൻറ്റ്സ്, എന്നാലും ഒന്ന് ഓർത്തിരിക്കുക. അഡ്രസ്സ് ഇതെന്താണ്, ഒന്നിലധികം ലൈൻസ് ഉള്ളത് ടെക്സ്റ്റ് ഏരിയ എന്നുള്ള കൺട്രോളാണ്. ജെൻഡർ ഇത് നമ്മൾ ഏതെങ്കിലും ഒന്ന് മാത്രം സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് റേഡിയോ ബട്ടണാണ്. ക്വാളിഫിക്കേഷൻ ഇവിടെ ചെക്ക് ബോക്സ് ആണ്. ഇമെയിൽ ID വീണ്ടും ടെക്സ്റ്റ് ഫീൽഡാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ്. അവസാനത്തെ റോയിൽ ആദ്യത്തെ കോളത്തിൽ സേവ് എന്നുള്ള ബട്ടണും രണ്ടാമത്തെ കോളത്തിൽ റീസെറ്റ് എന്നുള്ള ബട്ടണും ഇത്രയും ക്രിയേറ്റ് ചെയ്യണം. അത് ഡിസൈൻ പാർട്ടിൽ വരും. പിന്നെ ഇത് എൻ്റർ ചെയ്തിട്ട് സേവ് എന്നുള്ള ബട്ടൺ, അതായത് സബ്മിറ്റ് ചെയ്താൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഞാനിവിടെ സേവ് ചെയ്ത ആദ്യം തന്നെ പറയുന്നത് പ്ലീസ് എൻ്റർ യുവർ നെയിം. അതിനർത്ഥം സബ്മിറ്റ് ചെയ്തപ്പോൾ ആദ്യം തന്നെ പോകുന്നത് ഈ നെയിം എന്ന് പറഞ്ഞ ഇതിൽ കണ്ടന്റ് ഉണ്ടോയെന്നാണ് നോക്കാനാണ്. ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തു, ആ ഫംഗ്ഷനിൽ ആദ്യം തന്നെ നോക്കാം നെയിമിൻ്റെ അകത്ത് കണ്ടന്റ് ഉണ്ടോയെന്ന്. അതില്ലെങ്കിൽ ആ എറർ മെസ്സേജ് കാണിക്കും, വേറെ ഒന്നും താഴോട്ട് നോക്കില്ല. അത് കറക്റ്റ് ചെയ്ത് എൻ്റർ ചെയ്താലേ അടുത്തത് നോക്കുള്ളൂ. ആ രീതിയിലാണ് നമ്മൾ ആ പ്രോഗ്രാം എഴുതാൻ പോകുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ കോഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പിക്ചർ മനസ്സിൽ വേണം.
കോഡ് ഞാൻ തൽക്കാലം ഒരു ബ്ലാങ്ക് ഫോം ആയി തന്നെ ചെയ്യാം. HTML അല്ലേ, എങ്ങനെയാണ് നമ്മൾ തുടങ്ങുക? HTML. ഇപ്പം ഞാനിത് Notepad++ എന്നുള്ള എഡിറ്ററാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ആദ്യം തന്നെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫോം വാലിഡേഷൻ .html എന്നുള്ള പേരിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് HTML എന്നുള്ള പേരിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ HTMLൻ്റെ ടാഗുകൾ വരുമ്പോൾ അത് വേറെ കളറിലൊക്കെ ആയിട്ട് നമുക്കൊരു ലാംഗ്വേജ് സ്പെസിഫിക് സപ്പോർട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ സേവ് ചെയ്ത് വെച്ചത്. ഓക്കെ, എപ്പോഴും ടൈപ്പ് ചെയ്യുമ്പോൾ HTML അതിൻ്റെ ഒപ്പം തന്നെ /HTML ടൈപ്പ് ചെയ്തേക്കുക. നമ്മൾ പിന്നീട് വിട്ടുപോകുന്ന പ്രശ്നമില്ല. ബാക്കിയെല്ലാം എവിടെയാണ്? ഇതിനകത്താണ് അടിക്കേണ്ടത് അല്ലേ. ഇനി ഇതിനകത്ത് അടുത്ത വരുന്നത് എന്താണ്? അടുത്തെന്താ? HTMLൻ്റെ അകത്തുള്ള ഹെഡ്. ഹെഡ്. ഓക്കെ, head/head. ഞാനിങ്ങനെ ഓരോന്നും ടൈപ്പ് ചെയ്ത് പോകുന്നത് ഞാനല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിച്ച് പഠിപ്പിച്ച് പോയപ്പോൾ കുറേ പേര് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഫ്രം സ്ക്രാച്ച് തുടക്കത്തിൽ നിന്ന് തന്നെ ചെയ്യാം. ഹെഡ് നമ്മൾ ഓക്കെ, ഹെഡിൻ്റെ അകത്ത് ഞാൻ തൽക്കാലം ഒരു ടൈറ്റിൽ മാത്രമേ, ഹെഡിനകത്ത് നമ്മൾ വെക്കുന്ന ഒരു സംഭവം എന്താണ്? ടൈറ്റിൽ അല്ലേ. അപ്പോൾ ടൈറ്റിൽ ഞാൻ അപ്പുറത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യും ടൈപ്പിംഗ്, കാരണം സമയം ലാഭിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്യും. അതിനാണ് ഞാൻ ടൈപ്പ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് ഓൾറെഡി. ടൈറ്റിൽ ഫോം വാലിഡേഷൻ എന്നുള്ള ടൈറ്റിൽ, അതായത് ഈ വെബ് പേജ് വരുമ്പോൾ നമ്മുടെ ഇതിൻ്റെ മുകളിൽ ഇതവിടെ കണ്ടില്ലേ, ഈ സ്ക്രീനിൻ്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന ഫോം വാലിഡേഷൻ എന്നാണ്. അപ്പോൾ ആ ടൈറ്റിൽ വരാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്തത്. ടൈറ്റിൽ കൊടുത്തു. ഇനി നമുക്ക് ഹെഡിനകത്ത് വെക്കാൻ പറ്റുന്ന വേറെ സംഭവം, അതായത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണല്ലോ ഇത് ഓരോന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒരു ഫംഗ്ഷനെ കോൾ ചെയ്താൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫംഗ്ഷനാണ് കോൾ ചെയ്യുക. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡ് നമുക്ക് എവിടെയൊക്കെ വെക്കാം അത് നിങ്ങൾ ആലോചിച്ച് വെക്കുക. തൽക്കാലം ഞാനിപ്പോൾ ഹെഡിൻ്റെ അവിടെ നിന്ന് പോയി നേരെ ബോഡി ഡിസൈൻ പാർട്ടിലേക്ക് പോവുകയാണ്. ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡ് എഴുതേണ്ടി വരുമ്പോൾ വീണ്ടും നമ്മൾ തിരിച്ചതിലേക്ക് വരും. ഇനി അടുത്തത് HTML ഹെഡ് കഴിഞ്ഞു. അടുത്തത് നമ്മുടെ ബോഡി. ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിലുള്ള എഡിറ്ററിൽ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ടാഗ് ഇടുമ്പോൾ അതിൻ്റെ ക്ലോസിംഗ് ടാഗ് കൂടെ വരുന്നുണ്ടാവും. ഇങ്ങനെ ഉണ്ടെങ്കിൽ എളുപ്പമുണ്ട്. ഇനി ഇതിനകത്താണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നതെല്ലാം. ഇതിൽ നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? ഒരു ഔട്ട്പുട്ട് നോക്കാം. ഈ ബോഡിക്കകത്ത് ആകെ എന്താണുള്ളത്? ഇത് പേജ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ബോഡിയുടെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു യെല്ലോ ആണ്. ഈ ടേബിളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ലൈറ്റ് ബ്ലൂ ആണ്. അതൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ തൽക്കാലം ഞാൻ പ്ലെയിൻ ആയിട്ടുള്ളതാണ് ഒരെണ്ണം ഉണ്ടാക്കുന്നത്. ബോഡിക്കകത്ത് എന്താ ഉള്ളത്? ഒരു ടേബിൾ അല്ലേ. ഈ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ടാഗ് എന്താ? ടേബിള്. എല്ലാം കൂടെ ഒന്ന് ലെഫ്റ്റ് അലൈൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ സൈഡ് അങ്ങോട്ട് കയറി പോകും. ഓക്കെ, ശരിക്കും ഓരോ സെക്ഷൻ്റെ അകത്ത് അതിൻ്റെ ഉള്ളിലുള്ളത് കുറച്ച് നീക്കി അടിച്ചാൽ നമുക്ക് കാണാൻ ഇതാവുള്ളൂ. തൽക്കാലം ഹെഡും ബോഡിയൊക്കെ ഒരേ HTML ലെവലിൽ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ ടേബിൾ എന്നുള്ള ടാഗ് എഴുതുക. ടേബിളിന് ബോർഡർ കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് ബോർഡർ = 4 മിനിമം, അതെങ്കിലും നമ്മൾ ഈ ടേബിളിനകത്തേക്ക് വെക്കുക. ബോർഡർ = 4 എന്ന് പറഞ്ഞാൽ ഈ ടേബിളിൻ്റെ ഔട്ടർ ബോർഡറിൻ്റെ ആ ഒരു വിഡ്ത്താണ് പറയുന്നത്. ഏറ്റവും ഔട്ടർ, ഓരോ ലൈനിനും അല്ല, ഔട്ടർ ബോർഡറിൻ്റെ മാത്രം വിഡ്ത്ത്. 4 ഇട്ടാൽ കുറച്ച് കട്ടിയായിട്ടത് കാണിക്കും. ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഈ ഔട്ടർ ബോർഡർ കുറച്ച് സ്ട്രോങ് ആയിട്ടാണ്, ബാക്കി ഇന്നർ ബോർഡേഴ്സൊക്കെ സാധാരണയാണ്. അതിനാണ് അത് വെച്ചത് ടേബിൾ. ഇനി ഇതിൽ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് കുറേ ഇൻപുട്ട് എലമെൻറ്റ്സ് ഒക്കെ വെച്ചുകൊണ്ട് യൂസർ ചെയ്യുന്ന ഡാറ്റ റീഡ് ചെയ്യാനാണ് അല്ലേ. അപ്പോൾ അതെന്ത്, ഈ ഇൻപുട്ട് എലമെൻറ്റ്സിൽ നിന്ന് നമുക്ക് ഡാറ്റ റീഡ് ചെയ്യണമെങ്കിൽ ഇൻപുട്ട് എലമെൻറ്റ്സ് ഒക്കെ എന്ത് ടാഗിനകത്തായിരിക്കണം, അല്ലെങ്കിൽ എന്തിനകത്തായിരിക്കണം? എവിടെ ആയിരിക്കണം? എന്തിനകത്തായിരിക്കണം? വെറുതെ നമ്മൾ ഇൻപുട്ട് ഇത് വെച്ചിട്ട് സബ്മിറ്റ് ബട്ടണൊക്കെ വെക്കാൻ പറ്റുമോ നമുക്ക്? എല്ലാ ഇൻപുട്ട് എലമെൻറ്റ്സും എഴുതി വെച്ചു എന്നിട്ട് അവസാനം ഒരു സബ്മിറ്റ് ബട്ടൺ വെക്കാൻ പറ്റുമോ? ഇതെല്ലാം കൂടി എന്തിനകത്തായിരിക്കണം? സ്ക്രിപ്റ്റിനകത്ത് ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡാണ്. അത് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ അതിൻ്റെ അകത്ത് എഴുതുക. യൂസർ ചെയ്യുന്ന ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ സബ്മിറ്റ് ബട്ടണൊക്കെ വെച്ചുകൊണ്ട്
ക്രിയേറ്റ് ചെയ്യുന്ന സാധനത്തിന് പറയുന്ന ഒരു പേര് തന്നെയുണ്ട്. എന്തായിരുന്നു നമ്മുടെ സബ്ജക്റ്റ്? എന്താ? ഫോം വാലിഡേഷൻ അല്ലേ? എന്താണ് വാലിഡേറ്റ് ചെയ്യാൻ പോകുന്നത്? ഫോം അല്ലേ? ഫോം എന്ന് പറഞ്ഞ ടാഗിനകത്ത് വേണം ഈ പറഞ്ഞ എലമെന്റ്സ് മുഴുവൻ വെക്കാൻ. അപ്പോൾ നമ്മുടെ ടേബിളും വരേണ്ടത് ആക്ച്വലി എന്തിനകത്താ? ടേബിൾ വരേണ്ടത് ഈ ഫോമിനകത്താണ്. നിങ്ങൾ ഈ ഔട്ട്പുട്ട് നോക്കിയാൽ കാണാം. ഈ ടേബിളിൻ്റെ അകത്ത് വരുന്നത് മുഴുവൻ ഇൻപുട്ട് എലമെന്റ്സ് ആണ്, നമുക്ക് എൻ്റർ ചെയ്യാനുള്ള എലമെന്റ്സ് ആണ്. കുറേ ഇത് ഡിസ്പ്ലേ പർപ്പസ് മാത്രം. ബാക്കി ഇപ്പുറത്തൊക്കെ റൈറ്റ് സൈഡിലൊക്കെ നമ്മൾ എൻ്റർ ചെയ്യുന്ന എലമെന്റ്സ് ആണ്. സേവ് ബട്ടൺ ഉണ്ട്, റീസെറ്റ് ബട്ടൺ ഉണ്ട്. അപ്പോൾ ഇത് ആ രീതിയിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡാറ്റ സബ്മിറ്റ് ചെയ്ത് പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ എന്തായിരിക്കണം? ഫോമിനകത്താണ് നമ്മൾ ഇൻപുട്ട് എലമെന്റ്സ് കൊടുക്കാൻ. ഒരു ഫോമിന് ഒരു സബ്മിറ്റ് ബട്ടണാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫോം എഴുതേണ്ടതായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ടേബിൾ വെക്കുന്നതിന് മുമ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു എലമെൻ്റ് ഉണ്ടായിരുന്നു, ഫോം. FORM. ഫോമിനകത്ത് എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് വെക്കണം? ഫോമിനകത്ത് നമ്മൾ സാധാരണ വെക്കുന്ന ആട്രിബ്യൂട്ട് എന്താ? ആക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ആട്രിബ്യൂട്ട് വെക്കും. അതായത് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ, സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ ഫോമിനകത്തുള്ള യൂസർ എൻ്റർ ചെയ്ത ഡാറ്റ മുഴുവൻ ഏത് PHP ഫയലിലേക്ക് വേണം, സെർവർ സ്ക്രിപ്റ്റിലേക്ക് വേണം സെൻഡ് ചെയ്യുക എന്നുള്ളതിൻ്റെ പേര് എഴുതാൻ വേണ്ടി നമ്മൾ സാധാരണ വെക്കുന്ന ഒരു ഇതാണ് ആക്ഷൻ. തൽക്കാലം നമ്മൾ PHP പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാനിത് empty ആയിട്ട് ഇടാണ്. ആക്ഷൻ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് empty ആക്കി ഇട്ടാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇതേ ഫോമിലേക്ക് തന്നെ, ഇതേ HTML ഫയലിലേക്ക് തന്നെ തിരിച്ചു വരും. നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താലും ഡാറ്റ ഇതിലേക്ക് തന്നെ സെൻഡ് ചെയ്യുന്ന പോലെ വരും. പക്ഷേ ഇതിൻ്റെ അകത്ത് ആ സെൻഡ് ചെയ്ത് കിട്ടുന്ന ഡാറ്റ റിസീവ് ചെയ്ത് ചെയ്യാനുള്ള കോഡൊന്നുമില്ല. അത് നമ്മൾ PHP പഠിച്ചിട്ട് വേറെ ഫയലിലേക്ക് സെൻഡ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യാനില്ല. ആക്ഷൻ എന്നുള്ള ആട്രിബ്യൂട്ട് ഇത് കൊടുക്കണമെന്നില്ല, പക്ഷെ നമ്മളിത് കൊടുത്ത് പഠിക്കുക. കാരണം ഇവിടെ ഇപ്പോൾ empty കൊടുക്കുക. കാരണം പിന്നീട് നമുക്ക് ഈ ആക്ഷൻ്റെ അകത്ത് വാല്യൂ കൊടുക്കാനുണ്ടാവും PHP പഠിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ആക്ഷൻ. പിന്നെ നമ്മൾ കൊടുക്കുക മെത്തേഡ് എന്ന് പറഞ്ഞൊരു സംഭവം കൊടുക്കും അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു ഡാറ്റ സെൻഡ് ചെയ്യുന്ന മെത്തേഡ്. മെത്തേഡ് ഈക്വൽ ടു അതിന് കൊടുക്കുന്ന വാല്യൂ എന്താ? ഗെറ്റ് അല്ലെങ്കിൽ പോസ്റ്റ്. ഏത് മെത്തേഡ് വഴിയാണ് ഡാറ്റ, ഈ ഫോമിൽ നിന്നുള്ള ഡാറ്റ സെൻഡ് ചെയ്യാൻ പോകുന്നത്? ഗെറ്റ് എന്നുള്ളത് ഡീഫോൾട്ട് ആണ്. പോസ്റ്റ് ആണെങ്കിൽ മാത്രം മെത്തേഡ് എന്നുള്ള ആട്രിബ്യൂട്ട് വെച്ചാൽ മതി. തൽക്കാലം ഞാൻ ഗെറ്റ് എന്ന് തന്നെ അവിടെ വെക്കുകയാണ്. ഓക്കെ, പിന്നെ എന്ത് ആട്രിബ്യൂട്ട് വേണം ഇതിനകത്ത്? പിന്നെ ഇതിൽ വേണ്ടതാണ് ഓൺ സബ്മിറ്റ്. ഇതാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ മെയിൻ അട്രാക്ഷൻ. ഇതാണ് ഓൺ സബ്മിറ്റ്. അതായത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നേരെ ഡാറ്റ സെർവറിലേക്ക് സെൻഡ് ചെയ്യരുത്. അതിനു മുമ്പ് ഈ ഡാറ്റ മുഴുവൻ വാലിഡ് ആണോ, ആവശ്യമുള്ളത് മുഴുവൻ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ, അതായത് ഈ പറയുന്ന ഓൺ സബ്മിറ്റിനകത്തേക്ക് ഒരു ട്രൂ എന്നുള്ള വാല്യൂ റിട്ടേൺ കിട്ടിയെങ്കിൽ മാത്രമേ ഈ ഡാറ്റ സെർവറിലേക്ക് പോകാൻ പാടുള്ളൂ. അതാണ് ഇതിൻ്റെ പർപ്പസ്. ഈ ഓൺ സബ്മിറ്റ് ഈക്വൽ ടു. ഞാൻ അവിടെ വാലിഡേഷന് വേണ്ടി ഒരു ഫംഗ്ഷൻ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ പേര് വാലിഡേറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇങ്ങനെ കിട്ടും. റിട്ടേൺ വാലിഡേറ്റ് എന്ന് കൊടുക്കണം. റിട്ടേൺ വാലിഡേറ്റ്. ഇത് മുഴുവൻ കോഴ്സിനകത്ത് ഓൺ സബ്മിറ്റ് എന്നുള്ളതിൻ്റെ വാല്യൂ ആണത്. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഫോം അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ആക്ഷൻ എന്നുള്ളത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ഇനി ഫോമിനകത്ത് നെയിം എൻ്റർ ചെയ്യാനും എംപ്ലോയി കോഡ് എൻ്റർ ചെയ്യാനും സാലറി അങ്ങനെയുള്ള ഡാറ്റ മുഴുവൻ എൻ്റർ ചെയ്യാനുള്ള ഇൻപുട്ട് കൺട്രോൾസ് മുഴുവൻ കൊണ്ടുവന്ന് വെക്കും. അതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എവിടേക്ക് വേണം സെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ആക്ഷൻ്റെ അകത്ത് പറയുക. ഇപ്പോൾ തൽക്കാലം നമ്മുടെ കയ്യിൽ ഇത് സെൻഡ് ചെയ്താൽ റിസീവ് ചെയ്ത് അതിനെ പ്രോസസ് ചെയ്യാനുള്ള PHP ഫയൽ അല്ലെങ്കിൽ സെർവർ സൈഡ് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആക്ഷൻ എന്നുള്ളത് empty ആയിട്ട് ഇടുന്നു. empty ആക്കി ഇട്ടാൽ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താലും വേറെ അങ്ങോട്ടും പോകില്ല. ഈ പേജ് തന്നെ ഒന്ന് റിഫ്രഷ് ആയി വന്ന് നിൽക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി സെൻഡ് ചെയ്യേണ്ട മെത്തേഡ് ഗെറ്റ് മെത്തേഡ് ആയതുകൊണ്ടാണ് നമ്മൾ നേരത്തെ സബ്മിറ്റ് ചെയ്തപ്പോൾ URL നെയിം ഈക്വൽ ടു എന്നത് ഇമെയിൽ ഈക്വൽ ടു എന്നതും വേണ്ട ഓരോന്ന് ആൻഡിട്ട് അങ്ങനെ URL എഴുതി കാണിച്ചത്. ഓക്കെ, ഇനി ഇതാണ് ഇവിടെ മെയിൻ. ഓൺ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇത് വെച്ചില്ലായിരുന്നെങ്കിൽ ഒന്നും നോക്കില്ല. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ എന്തൊക്കെ ഡാറ്റ കിട്ടിയോ, എന്തൊക്കെ സെലക്ട് ചെയ്തോ, എന്തൊക്കെ സെലക്ട് ചെയ്തില്ലയോ ഒന്നും നോക്കില്ല. നേരെ സെർവറിലേക്ക് സെൻഡ് ചെയ്യും. ഇവിടെ സെർവർ ഫയലിൻ്റെ നെയിം പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ചുമ്മാ ഈ പേജ് ഒന്ന് റിഫ്രഷ് ആവും. വേറെ ചെക്കിംഗ് ഒന്നും ഉണ്ടാവില്ല, ഒരു എറർ മെസ്സേജും കാണിക്കില്ല. പക്ഷെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഓൺ സബ്മിറ്റ് ഈക്വൽ ടു റിട്ടേൺ വാലിഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാലിഡേറ്റ് എന്നുള്ളൊരു ഫംഗ്ഷനെ കോൾ ചെയ്യും. ഈ ഫംഗ്ഷനാണ് നമുക്ക് ജാവാ സ്ക്രിപ്റ്റ് വഴി എഴുതി വെക്കാനുള്ളത്. അത് നമ്മൾ പുറകെ എഴുതും.
തൽക്കാലം അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. വാലിഡേറ്റ് എന്നുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യുക. അതിനകത്താണ് ഈ നെയിമിൻ്റെ അകത്ത് വാല്യൂ വന്നിട്ടുണ്ടോ, സാലറിയിൽ ഡിജിറ്റ് ആണോ, ഡെസിഗ്നേഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടോ, ജെൻഡർ സെലക്ട് ചെയ്തിട്ടുണ്ടോ, ക്വാളിഫിക്കേഷൻ ഒരെണ്ണമെങ്കിലും ടിക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ, അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി കറക്റ്റ് ഫോർമാറ്റിലാണോ ഒക്കെ ഉള്ള അങ്ങനെയുള്ള എല്ലാ വാലിഡേഷൻ കോഡുകളും ഈ പറഞ്ഞ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ്റെ അകത്താണ് നമ്മൾ എഴുതി വെക്കാൻ പോകുന്നത്. അത് എല്ലാം ഓക്കെ ആണെങ്കിൽ ഈ വാലിഡേറ്റ് എന്നുള്ള ഫംഗ്ഷൻ ട്രൂ എന്നുള്ളൊരു വാല്യൂ റിട്ടേൺ ചെയ്യും. അപ്പോൾ അതിവിടെ കിട്ടുമ്പോൾ റിട്ടേൺ ട്രൂ എന്നാവും. റിട്ടേൺ റോൺ സബ്മിറ്റിലേക്ക് റിട്ടേൺ ട്രൂ കിട്ടിയാൽ ഈ ഡാറ്റ ഓക്കെ ആണ്, അത് സെർവറിലേക്ക് സെൻഡ് ചെയ്യും. അതല്ല ഏതെങ്കിലും ഫീൽഡിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആ എറർ മെസ്സേജ് കാണിച്ചിട്ട് യൂസർക്ക് ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ സേവ് അടിച്ചാൽ എറർ മെസ്സേജ് ഇങ്ങനെ കാണിച്ചു, ഫോക്കസ് ഇവിടെ വരണം, പഴയ ഓക്കെ. ഇതിൽ ഒന്നും കൊടുത്തില്ല, സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, ഫയൽ എന്തോ മോഡിഫൈഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ കൺട്രോൾ ഇവിടെ വരും, ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ഇവിടെ വരും, നമ്മൾ നേരത്തെ കണ്ടതാണ്. എന്നിട്ട് ചെയ്യുന്നത് റിട്ടേൺ ഫോൾസ്, ഒരു ഫോൾസ് എന്നുള്ള വാല്യൂ നമ്മുടെ ഈ ഓൺ സബ്മിറ്റ് എന്നുള്ളതിലേക്ക് റിട്ടേൺ ചെയ്യും ഈ വാലിഡേറ്റ് എന്നുള്ള ഫംഗ്ഷൻ. ആ വാലിഡേറ്റ് എന്നുള്ള ഫംഗ്ഷൻ പഠിക്കുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ എല്ലാം ഓക്കെ ആണെങ്കിൽ വാലിഡേറ്റിൻ്റെ ഇവിടെ റിട്ടേൺ ചെയ്ത് കിട്ടുന്ന വാല്യൂ ട്രൂ എന്നായിരിക്കും, അല്ലെങ്കിൽ ഫോൾസ് എന്നായിരിക്കും. റിട്ടേൺ ഇവിടെ കിട്ടുന്നത് ട്രൂ ആണെങ്കിൽ ഈ ഫോം ഓക്കെ ആണ്, ഡാറ്റ മുഴുവൻ സെർവറിലേക്ക് സെൻഡ് ചെയ്യും. അല്ലെങ്കിൽ വീണ്ടും അതേ പേജ് തന്നെ ഒന്നുകൂടെ വന്നിട്ട് എറർ മെസ്സേജും കാണിച്ച് എവിടെയാണ് എറർ ആ ഇതിൽ ഫോക്കസ് വന്നിട്ട് യൂസർ എടുത്ത് ഒന്നുകൂടെ അത് എൻ്റർ ചെയ്യാൻ പറയും. അതാണ് സംഭവിക്കുക. ഓക്കെ. ഇനി ഫോമിന് ക്ലോസിംഗ് ടാഗ് ഉണ്ടല്ലോ, /form. ഇതിനകത്ത് വേണം നമ്മൾ എല്ലാ കൺട്രോൾസും വെക്കാനായിട്ട്. ഈ കൺട്രോൾസ് മുഴുവൻ നമ്മൾ വെക്കുന്നത് ടേബിളിനകത്ത് ആയതുകൊണ്ട് ആദ്യം നമ്മളൊരു ഔട്ടർ കൺട്രോളായിട്ട് നേരത്തെ ക്രിയേറ്റ് ചെയ്ത ടേബിൾ വെച്ചു. ഓക്കെ. ടേബിൾ തുടങ്ങി, ടേബിളിൻ്റെ ക്ലോസിംഗ് ടാഗ് /table. ഓക്കെ. ഇനി നോക്കുക, ഈ ഔട്ട്പുട്ടിലേക്ക് നോക്കുക. ടേബിളിൻ്റെ ആദ്യത്തെ റോയിൽ എന്താണ്? ടേബിളിൻ്റെ ആദ്യത്തെ റോയിൽ എംപ്ലോയി ഫോം എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് കാണിക്കണം. അതിൽ 2 കോളം ഇല്ല, ഒറ്റ കോളമേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാത്തിലും 2 കോളം ഉണ്ട്. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ ആദ്യത്തെ റോ ക്രിയേറ്റ് ചെയ്യണം. അതിനെങ്ങനെയാണ് നമ്മൾ റോ ക്രിയേറ്റ് ചെയ്യാനുള്ള ടാഗ് എന്താണ്? റോ ക്രിയേറ്റ് ചെയ്യാൻ ടേബിളിൻ്റെ ആദ്യത്തെ റോ ക്രിയേറ്റ് ചെയ്യാനുള്ള ടാഗ് എന്താണ്? tr/tr. ഓക്കെ. ഇതിനിടയിലാണ് നമ്മൾ ആദ്യത്തെ റോ ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ റോയിലെ ആദ്യത്തെ ഡാറ്റ, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് ഏതാ? td. ഇതിനിടയിൽ വേണം നമ്മൾ ആദ്യത്തെ ഡാറ്റ എഴുതാൻ. അപ്പോൾ ആദ്യത്തെ റോയെ സംബന്ധിച്ച് ഒറ്റ ഡാറ്റയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ടി ഡിയിലകത്ത് എന്ത് ആട്രിബ്യൂട്ട് കൂടി ചേർക്കണം? 2 കോളം കൂടി ഒറ്റ ഏതാണെന്ന് കാണിക്കാൻ എന്ത് ചേർക്കണം? ആദ്യത്തെ റോയിൽ നമ്മൾ റോസ്പാൻ ആണോ കോൾസ്പാൻ ആണോ? 2 കോളം കൂടി മെർജ് ചെയ്തിട്ടാണ് എംപ്ലോയി ഫോം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് മാത്രമല്ല, ഇവിടെ ഞാൻ ചെയ്തു വെച്ചാൽ TH ആണ് യൂസ്. THും TD തമ്മിൽ എന്താ വ്യത്യാസം? TH ആയതുകൊണ്ട് ഇത് ഹെഡിങ്, അതായത് ബോൾഡായിട്ട് വരും, മാത്രമല്ല സെൻട്രലൈസ്ഡ് ആയിട്ടും വരും. ഈ സെല്ലിൽ ഒറ്റ സെല്ലുള്ളെങ്കിൽ അത് ലെഫ്റ്റിലല്ല കാണിച്ചത്, മിഡിലായിട്ട് വരുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക് അങ്ങനെ വരാൻ വേണ്ടി നമ്മൾ TRന് പകരം TH യൂസ് ചെയ്യാം. ഞാൻ ഇതെടുക്കുകയാണ് അവിടെ. ടേബിളിൻ്റെ റോ ആദ്യത്തെ റോ ആണിത്. അതിൻ്റെ അകത്തുള്ള ആദ്യത്തെ സെല്ല് TH, കോൾ സ്പാനിക്കുള്ള 2 കൊടുത്തതുകൊണ്ട് 2 കോളം കൂടി ഒറ്റ സ്പെല്ലിൽ എംപ്ലോയി ഫോം എന്ന് കാണിക്കും. TH അവിടെ അവസാനിച്ചു, ആദ്യത്തെ റോയും അവിടെ അവസാനിച്ചു അല്ലേ. ഇനി നമുക്ക് അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യണം. അടുത്ത റോയിൽ വീണ്ടും എന്താണ്? വീണ്ടും TR അല്ലേ. TR 1-2 ഞാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കാണിക്കും, ബാക്കി ഞാൻ അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാൻ തുടങ്ങും, അല്ലെങ്കിൽ സമയം കിട്ടില്ല. രണ്ടാമത്തെ റോയിൽ എന്തൊക്കെയാണ് വേണ്ടത്? ഈ ടേബിൾ എടുത്ത് നോക്കുക. രണ്ടാമത്തെ റോയിൽ നെയിം എന്ന് പറഞ്ഞിട്ടൊരു കോളത്തിൽ, ആദ്യത്തെ കോളത്തിൽ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡിക്കേഷനും, രണ്ടാമത്തെ കോളത്തിൽ നെയിം റീഡ് ചെയ്യാനുള്ള
ടെക്സ്റ്റ് ഫീൽഡും. അപ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെ കോഡ് എഴുതുക. ആദ്യത്തെ റോ അതിൽ രണ്ടാമത്തെ റോയിൽ ആദ്യത്തെ കോളം TD, അതിൻ്റെ അകത്ത് വരുന്ന ഡാറ്റ എന്താ /TD. എന്താണ് അതിൻ്റെ അകത്ത് വരുന്ന ഡാറ്റ? എന്താണ് അവിടെ കാണിച്ചിരിക്കുന്നത്? ആദ്യത്തെ കോളത്തിൽ രണ്ടാമത്തെ റോ നെയിം എന്നുള്ളത് സ്ട്രിങ് അല്ലേ? ഓക്കെ. അപ്പോൾ TDയുടെ അകത്ത് നെയിം അതവിടെ കൊടുത്തു. ഇനി ആദ്യത്തെ റോ കഴിഞ്ഞിട്ടില്ലല്ലോ, അതിൽ രണ്ടാമത്തെ കോളം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ആ TRന് മുമ്പായിട്ട് നമ്മൾ അടുത്ത കോളം ഞാൻ താഴെയായിട്ട് എഴുതി, നിങ്ങൾക്ക് വായിച്ചു പോകാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. ഇതിനകത്ത് എന്താ വേണ്ടതെന്ന് തീരുമാനിക്കുക. അതായത് ഈ രണ്ടാമത്തെ റോയിൽ ആദ്യത്തെ കോളം നമ്മൾ നെയിം എന്ന് കൊടുത്തു. നെയിമിൻ്റെ സൈഡിൽ വരുന്നതാണ് രണ്ടാമത്തെ ഡാറ്റ രണ്ടാമത്തെ TD. അതിനകത്ത് എന്താ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്? ഇൻപുട്ട് നെയിം റീഡ് ചെയ്യാനുള്ള ഒരു ടെക്സ്റ്റ് ഫീൽഡ്. ഇത് ക്രിയേറ്റ് ചെയ്യാനുള്ള HTML കോഡ് എന്താണോ അതാണ് അവിടെ വരേണ്ടത്. ഈ TD ആയിട്ട് വരേണ്ടത് അതാണ്. അവിടെ എന്താ വേണ്ടത്? അത് ക്രിയേറ്റ് ചെയ്യാൻ എന്താണ് പറഞ്ഞോ? ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ഈക്വൽ ടു ടെക്സ്റ്റ് TXT ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്. ഇനി വേറെ എന്തെങ്കിലും അതിന് കൊടുക്കണോ? ഈ ടൈപ്പ് ഈക്വൽ ടു നെയിം കൊടുക്കണം. നെയിം കൊടുക്കണം. ഓക്കെ. നെയിം നമ്മൾ ഫോമിലും നെയിം കൊടുക്കാൻ മറന്നു. നെയിം ഉണ്ടെങ്കിലാണ് നമുക്ക് ഒന്നുകിൽ നെയിം അല്ലെങ്കിൽ ID ഉണ്ടെങ്കിലാണ് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് വഴി ഇതിനെ ഓരോന്നിനെയും ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ഞാനിവിടെ ആക്ഷൻ ഇത് കഴിഞ്ഞിട്ട് ഒരു നെയിം എന്നുള്ളൊരു ഫീൽഡ് കൂടി കൊടുക്കുകയാണ്. നെയിം ഈക്വൽ ടു, അതായത് നമ്മുടെ ഫോമിൻ്റെ നെയിം വരുന്നത് എംപ്ലോയി ഫോമെന്നോ എംപ്ലോയി രജിസ്ട്രേഷൻ ഫോമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. EMP ഫോം ഞാനിത് തന്നെ കോപ്പി എടുക്കുകയാണ് കേട്ടോ. എംപ്ലോയി ഫോം അതിനൊരു പേര് കൊടുത്തു. അതുപോലെ ഇനി ഇൻപുട്ട് റീഡ് നമുക്ക് ആവശ്യമുള്ള ഇൻപുട്ട് ജാവാസ്ക്രിപ്റ്റ് വഴി എടുത്ത് നോക്കേണ്ട എല്ലാത്തിനും നമ്മൾ പേര് കൊടുക്കുക. അപ്പോൾ ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് പറഞ്ഞു. ഇനി അതിനൊരു നെയിം ഈക്വൽ ടു എന്ത് പേര് കൊടുക്കാം? ഞാൻ ഇതിലുള്ള പേരുകൾ തന്നെ കോപ്പി എടുക്കുന്നതിന് കാരണം എനിക്ക് അല്ലെങ്കിൽ കോഡ് പിന്നെ എഡിറ്റ് ചെയ്യേണ്ടി വരും, ജാവാസ്ക്രിപ്റ്റിലെ കോഡ്. അതുകൊണ്ടാണ്. അപ്പോൾ അതിന് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന പേര് എംപ്ലോയി നെയിം എന്നാണ്. നെയിം അത് തന്നെ ഞാനിവിടെ കൊടുക്കുകയാണ്. നെയിം. ഇനി ഇത് ക്ലോസ് ചെയ്യാം അല്ലേ? രണ്ടാമത്തെ കോളത്തിൽ ആ ഇൻപുട്ട് റീഡ് ചെയ്യാനുള്ള ടെക്സ്റ്റ് ഫീൽഡാണ്. അതിന് നെയിം കൊടുത്തു, നെയിം എന്ന് കൊടുത്തു, ടെക്സ്റ്റാന്ന് പറഞ്ഞു. ഇനി എന്താ ഇതവിടെ അവസാനിച്ചു അല്ലേ? /TD. ഈ രണ്ടാമത്തെ ഡാറ്റയും അവസാനിച്ചു. ഓക്കെ. രണ്ടാമത്തെ റോ ക്ലിയർ ആയില്ലേ? അപ്പോൾ രണ്ടാമത്തെ റോ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആദ്യത്തെ ഹെഡിങ് ആണ്. രണ്ടാമത്തെ റോ ആണ് നമ്മുടെ ആദ്യത്തെ ഇൻപുട്ട് സെക്ഷൻ വരുന്നത്. നെയിം എൻ്റർ ചെയ്യാനുള്ള ടെക്സ്റ്റ് ഫീൽഡും അതിന് പേര് കൊടുത്തത് നെയിം എന്ന് കൊടുത്തു. ഇനി അടുത്ത റോ, ഇത് കഴിഞ്ഞാൽ TR കഴിഞ്ഞാൽ അടുത്ത റോ. ഇത് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഓരോ സ്പേസ് ഒക്കെ ഇട്ട് ചെയ്യാം. ഓക്കെ. അടുത്ത റോ വീണ്ടും TR /TR. ഇതിനിടയിൽ ആദ്യത്തത് TD അല്ലേ? ഇതല്ല ആദ്യം വരേണ്ടത് TD. ഇവിടെ നെയിം അല്ല വരേണ്ടത്, പകരം എന്താണ്? ഔട്ട്പുട്ട് ഫോം എടുത്ത് നോക്കുക. ഇവിടെ വരേണ്ടത് രണ്ടാമത്തെ റോയിൽ ആദ്യത്തെ കോളത്തിൽ വരേണ്ടത് എംപ്ലോയി കോഡ് എന്നുള്ള ഡാറ്റയാണ്. അപ്പോൾ അതിവിടെ വെക്കുക. നെയിം എന്നുള്ളതാണ് ഞാൻ കോപ്പി എടുത്തത്, അതുകൊണ്ട് അതിന് പകരം എംപ്ലോയി കോഡ് എന്നുള്ള വെക്കുക. ആദ്യത്തെ ഡാറ്റ കഴിഞ്ഞു. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ വീണ്ടും ഇവിടെ എന്താണ്? ഇൻപുട്ട് ഫീൽഡാണ് അല്ലേ? എംപ്ലോയി കോഡ് എൻ്റർ ചെയ്യാനുള്ള ഇൻപുട്ട് ഫീൽഡ്. ഇതുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല. ടെക്സ്റ്റ് ഫീൽഡ് തന്നെയാണ് രണ്ടും. അതുകൊണ്ട് നമുക്ക് അത് സെയിം തന്നെ കോപ്പി എടുക്കാം. ഈ പറഞ്ഞ ടെക്സ്റ്റ് ഫീൽഡിൻ്റെ കോഡ് കോപ്പി എടുക്കുക. TD ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്. നെയിം മാറ്റണം. നെയിം നമ്മൾ നെയിം എംപ്ലോയി നെയിം എൻ്റർ ചെയ്യാനുള്ളതിന് ആദ്യം കൊടുത്തു. ഇവിടെ എന്താണ് ആക്ച്വലി വരിക? എംപ്ലോയിയുടെ കോഡാണ്. അപ്പോൾ ഞാൻ എംപ്ലോയി കോഡ് കോഡ് എന്നുള്ള പേരാണ് ഇതിന് കൊടുക്കാൻ പോകുന്നത്. എംപ്ലോയി കോഡ്. ഓക്കെ. ഇപ്പോൾ രണ്ടാമത്തെ ആ ടേബിളിലെ രണ്ടാമത്തെ റോയെ അതിൽ ആദ്യത്തെ ഡാറ്റയായിട്ട് TD ആയിട്ട് എംപ്ലോയി കോഡും അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് രണ്ടാമത്തെ കോളത്തിൽ വരുന്നത് അത് എൻ്റർ ചെയ്യാനുള്ള ടെക്സ്റ്റ് ഫീൽഡും അത് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്. നെയിം മാത്രം എന്താക്കി? എംപ്ലോയി കോഡ് നോക്കി. ഓക്കെ. ഇത്രയും കഴിഞ്ഞാൽ രണ്ടാമത്തെ റോ അവസാനിച്ചില്ലേ?
ഈ റോ അവസാനിച്ചു. ഇതാണ് രണ്ടാമത്തെ റോ. TR തുടങ്ങി /TR വരെയുള്ള ഇതാണ് രണ്ടാമത്തെ റോ. അതും അവിടെ അവസാനിച്ചു. ഇനി എന്ത് വേണം? മൂന്നാമത്തെ റോയിൽ എന്താണെന്ന് നോക്കി. മൂന്നാമത്തെ റോയിൽ ആദ്യത്തെ കോളത്തിൽ ബേസിക് സാലറി എന്നുള്ള ഡാറ്റയും രണ്ടാമത്തെ കോളത്തിൽ വീണ്ടും എന്താണ്? ഒരു ടെക്സ്റ്റ് ഫീൽഡാണ്. അതുകൊണ്ട് ഞാൻ ഈ സെക്കൻഡ് റോ അങ്ങനെ തന്നെ കോപ്പി എടുക്കുകയാണ്. അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക. സെക്കൻഡ് റോ ആണല്ലോ ഇത്. TR തുടങ്ങി /TR വരെ. അതിനകത്ത് 2 ഡാറ്റ, എംപ്ലോയി കോഡും അത് എൻ്റർ ചെയ്യാനുള്ള ഇൻപുട്ട് ഫീൽഡും. അത് ഞാൻ കോപ്പി എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എംപ്ലോയി കോഡ് കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് എന്താണ്? ഇത് എംപ്ലോയി കോഡ് എന്നുള്ളത് മാറ്റി എന്താക്കണം? ഔട്ട്പുട്ട് എടുത്ത് നോക്കുക. ബേസിക് സാലറി. ബേസിക് സാലറി എന്നാക്കി അതിനെ മാറ്റി. പിന്നെ എന്ത് മാറ്റം വരുത്തണം? ഇൻപുട്ട് ടൈപ്പിക്കൽ ടെക്സ്റ്റ് ആണ്, അതൊരു മാറ്റം വേണ്ട. നെയിം എന്താക്കണം? ഞാൻ എംപ്ലോയി കോഡ് മാറ്റിയിട്ട് ബേസിക് സാലറിക്ക് ബി സാലറി എന്നാണ് കൊടുക്കുക. ബി സാലറി നെയിം. ഈ പേരുകൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് ജാവാസ്ക്രിപ്റ്റ് വഴി ഡോക്യുമെൻറ്റ് ഡോട്ട് EMB ഫോം ഡോട്ട് EMB ഫോമാണ് ഡോക്യുമെൻറ്റിൻ്റെ അകത്തുള്ള ഒരു എലമെൻ്റാണ് EMB ഫോം എന്ന് പറയുന്നത്. EMB ഫോം എന്നുള്ള പേര് ഡോട്ട് ബി സാലറി ഡോട്ട് വാല്യൂ എന്ന് വിളിച്ചാൽ നമുക്ക് ഈ ഇവിടെ യൂസർ എൻ്റർ ചെയ്യുന്ന വാല്യൂ കിട്ടണം. അതിനാണ് ഈ പേരുകളൊക്കെ നമ്മൾ കൊടുക്കുന്നത്. ഒന്നിനും പേര് കൊടുക്കാൻ വിട്ടുപോകരുത്. കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ പേരുകൾ മാറ്റാനും ഈ പറഞ്ഞ ഹെഡിങ് ഇത് മാറ്റാനും മറന്നു പോകരുത്. അപ്പോൾ അത്രയും ഓക്കെ ആയി. ഇത്രയും വെച്ചിട്ട് നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ടേബിൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഫോം ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു. ഓക്കെ, ഫോം വാലിഡേഷൻ .html എന്നുള്ളതാണ് ഫയൽ. അത് ഞാനൊന്ന് റൺ ചെയ്ത് നോക്കാം. ഫോം വാലിഡേഷൻ .html ഔട്ട്പുട്ട് കണ്ടില്ലേ? നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തത് ഇത്രയേ ഉള്ളൂ. ആദ്യത്തേതിൽ ഈ ഹെഡിങ് കോൾ സ്പാൻ =2 ആയതുകൊണ്ട് 2 കോളം കൂടെ ചേർന്നിട്ട് TH വെച്ചത് കൊണ്ട് ബോൾഡായിട്ട് സെൻട്രലൈസ്ഡ് ആയിട്ട് വന്നു. രണ്ടാമത്തെ റോയിൽ ആദ്യത്തെ ഡാറ്റ നെയിമും രണ്ടാമത്തേൽ അത് എൻ്റർ ചെയ്യാനുള്ള ഇതും. ഇപ്പോൾ വേറെ കോഡൊന്നുമില്ല, ജസ്റ്റ് നമുക്കിങ്ങനെ നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു സംഭവം ചെയ്യാൻ പറ്റില്ല. ബേസിക് സാലറി ഇത് 3ഉം വന്നു കഴിഞ്ഞു. നമ്മൾ നേരത്തെ കണ്ടതുപോലെ കളറോ കാര്യങ്ങളോ ഒന്നുമില്ല അതിൻ്റെ അകത്ത്. ഇവിടെ യെല്ലോ കളർ വന്നു ഈ ഫോമിൻ്റെ അകത്ത്, അല്ലെങ്കിൽ ടേബിളിനകത്ത് ലൈറ്റ് ബ്ലൂ കളർ വന്നു. അതൊക്കെ നമ്മൾ ആട്രിബ്യൂട്ട്സ് കൊടുത്തിട്ടില്ല. കൊടുത്താൽ അങ്ങനെ വരുത്താം. തൽക്കാലം നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോവാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ഇനി അടുത്തത് വേണ്ടത് എന്താണ്? നമ്മളത് നോക്കുക. അടുത്ത വരേണ്ടത് അടുത്ത റോയിൽ ആദ്യത്തെ കോളത്തിൽ ഡെസിഗ്നേഷൻ എന്നുള്ള ഡാറ്റയും രണ്ടാമത്തെ കോളത്തിൽ ടെക്സ്റ്റ് ഫീൽഡ് അല്ല, പകരം ഇതുപോലെ ഡിഫറെൻറ്റ് ഡെസിഗ്നേഷനിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഇൻപുട്ട് കൺട്രോളാണ്. ഈ കൺട്രോളിൻ്റെ പേര് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കാൻ. ഓരോ കൺട്രോളും അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ള HTML നിങ്ങൾക്ക് ഓക്കെ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അതറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാം. അപ്പോൾ അതിൻ്റെ കോഡിലേക്ക് പോയാൽ അടുത്ത റോ എളുപ്പത്തിന് വേണ്ടി ഈ റോ തൊട്ട് മുമ്പത്തെ റോ ഞാൻ കോപ്പി എടുക്കുകയാണ്. ഇവിടെ വരേണ്ടതാണ് ബേസിക് സാലറി അല്ല, അടുത്ത വന്നിരിക്കുന്നത് ഡെസിഗ്നേഷൻ അല്ലേ. അപ്പോൾ നമ്മൾ ആ പേരാക്കി മാറ്റും. ഡെസിഗ്നേഷൻ ആദ്യത്തെ കോളത്തിൽ ഡെസിഗ്നേഷൻ എന്നാണ് വരേണ്ടത്. ഇവിടെ കാണാം. ബേസിക് സാലറി കഴിഞ്ഞാൽ അടുത്ത വരേണ്ടത് ഡെസിഗ്നേഷൻ ആണ്. പക്ഷേ റൈറ്റ് സൈഡിൽ വരേണ്ടത് അടുത്ത TD, അടുത്ത ടേബിൾ ഡാറ്റ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഇൻപുട്ട് ഫീൽഡുകളല്ല. പകരം ഇത് വരുത്താനുള്ള ഒരു ഇൻപുട്ട് കൺട്രോളാണ്. അപ്പോൾ അതിൻ്റെ പേരെന്താ? അത് നിങ്ങൾ പറയണം. അതായത് ഇവിടെ ഇൻപുട്ട് ഇതല്ല വേണ്ടത്. സെലക്ട്. ഓക്കെ, സെലക്ട് അല്ലേ. സെലക്ട് ടൈപ്പ് ചെയ്യുന്ന രീതി നമുക്ക് നോക്കാം. സെലക്ട് ടൈപ്പ് ചെയ്യുന്നത് ജസ്റ്റ് ഇവിടെ ഒന്ന് ഞാൻ കാണിക്കാം. ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചതിൽ TR TD ആദ്യത്തേൽ ഡെസ്റ്റിനേഷൻ എന്നുള്ളത് വന്നു. രണ്ടാമത്തെ ടേബിൾ ഡാറ്റയിൽ സെലക്ട് എന്നാണ് ടാഗിൻ്റെ പേര്. അതിനൊരു പേര് എടുത്ത് നെയിം = ഡെസ്റ്റിനേഷൻ. അത് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി. നെയിം = ഡെസിഗ്നേഷൻ. ഇനി സെലക്ട് ഇവിടെ ഈ രണ്ടാമത്തെ സെല്ല് ഇവിടെ തീരുന്നില്ല അല്ലേ. ഇതിനകത്തോ ഈ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ സെലക്ട് കൺട്രോളിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് വരണം. ആ ഓപ്ഷൻസ് വരാനുള്ള കോഡ് കൂടി എഴുതി കഴിഞ്ഞാലേ നമുക്ക് ഈ TD ക്ലോസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനത് താഴേക്ക് ഇങ്ങനെ ഇറക്കിയത്. ഇവിടെ എല്ലാം നമ്മൾ നേരെ ക്ലോസ് ചെയ്തു.
ഇവിടെ താഴേക്ക് ഇറക്കാൻ കാരണം അതാണ്. ഈ സെലക്ട് എന്നുള്ളതിന് ഈ ഒരു ലൈൻ മാത്രം പോരാ, അതിനകത്ത് വരാനുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് മുഴുവൻ വരണം. അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കാം. ഫസ്റ്റത്തെ ഐറ്റം എന്ന് പറയുന്നത് സെലക്ട് 1 എന്നുള്ളതാണ്. ഫസ്റ്റത്തെ ഐറ്റം ഇതാണ് സെലക്ട് 1. രണ്ടാമത്തെ ഐറ്റം മാനേജർ, മൂന്നാമത്തെ ഐറ്റം അക്കൗണ്ടൻറ്റ്, നാലാമത്തെ ഐറ്റം പ്യൂൺ. അപ്പം ഇതുപോലെ 3-4 ഡെസിഗ്നേഷൻ അതിൻ്റെ അകത്ത് വരണം. അത് വരുത്താനുള്ള കോഡാണ് ഇവിടെ നോക്കുക. എന്തായിരുന്നു? ഓപ്ഷൻ അല്ലേ. സെലക്റ്റിൻ്റെ അകത്ത് വരുന്ന ഇന്നർ ടാഗാണ് ഓപ്ഷൻ. ഓക്കെ, അതിൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഓപ്ഷനും സ്ലാഷ് ഓപ്ഷനും ഇടയിലുള്ള എന്താണോ ഡിസ്പ്ലേ വരുന്നത് അതാണ് അതിൽ ഡിസ്പ്ലേയിൽ വരിക. അത് സെലക്ട് ചെയ്താൽ പ്രോഗ്രാമിലേക്ക് കിട്ടുന്നതാണ് ഈ പറയുന്ന വാല്യൂ ഈക്വൽ ടു 0. അതായത് സെലക്ട് 1 എന്നാണ് യൂസർ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ ഈ ഡെസിഗ്നേഷൻ ഈക്വൽ ടു എന്ന് പറഞ്ഞ് കിട്ടുക 0 എന്നുള്ള വാല്യൂ ആയിരിക്കും, ഈ വാല്യൂ ആയിരിക്കും. അക്കൗണ്ടൻ്റ് എന്നുള്ളതാണ് യൂസർ സെലക്ട് ചെയ്തതെങ്കിൽ ഡെസിഗ്നേഷൻ ഈക്വൽ ടു ഈ നെയിം ഡെസിഗ്നേഷൻ ഡോട്ട് വാല്യൂ, ഡെസിഗ്നേഷൻ്റെ വാല്യൂ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത് അല്ല, നമ്മൾ നെയിം വെച്ചിട്ടാണല്ലോ ആക്സസ് ചെയ്യുക. ഡോക്യുമെൻറ്റ് ഡോട്ട് എംപ്ലോയി ഫോം ഡോട്ട് ഡെസിഗ് ഡോട്ട് വാല്യൂ ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുക 2 ആയിരിക്കും. അക്കൗണ്ടൻ്റ് ആണ് സെലക്ട് ചെയ്തതെങ്കിൽ. അപ്പോൾ ഏതെങ്കിലും സെലക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ എന്ത് നോക്കിയാൽ മതി? ഈ വാല്യൂ 0 ആണോ എന്ന് ചെക്ക് ചെയ്താൽ ആ ഒരു വാലിഡേഷൻ നമുക്ക് ചെയ്യാം. ഒരൊറ്റ ഇഫ് കണ്ടീഷൻ അല്ലേ, നമ്മൾ ആ പ്രോഗ്രാം എഴുതുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ ഓപ്ഷൻസ് കൊടുക്കാൻ സെലക്ട് ടാഗ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ രീതിയിൽ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ സെലക്ട് ടാഗ് ഓപ്പൺ ചെയ്തതുകൊണ്ട് അത് ക്ലോസ് ചെയ്യാനുള്ളത് കൂടി എഴുതി വെക്കാം. സെലക്ട് ടാഗ് ഓപ്പൺ ചെയ്തു ഉടനെ അതിൻ്റെ ക്ലോസിങ് വരണം. സെലക്ട്. ഇപ്പോൾ സെലക്റ്റിനും സ്ലാഷ് സെലക്റ്റിനും ഇടയ്ക്കാണ് എന്ത് വരിക? ഈ പറഞ്ഞ ഓപ്ഷൻസ് മുഴുവൻ വരേണ്ടത്. ഈ സെലക്ട് സ്ലാഷ് സെലക്ട് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ടേബിൾ ഡാറ്റ വരാൻ. ടി ഡി എന്നുള്ളത് ക്ലോസ് ചെയ്യാൻ. ഈ ടി ഡി ഈ ഡാറ്റ, അതായത് രണ്ടാമത്തെ സെല്ലിൽ വരുന്ന ആ സെല്ല് ക്ലോസ് ചെയ്യുന്നത് ഇവിടെയാണ്. 11 സ്ലാഷ് ടി ഡി സെലക്ട് ഇവിടെ ക്ലോസ് ചെയ്തു. ഇനി ഇതിനകത്താണ് നമ്മൾ കൊടുക്കുന്ന ഓരോ ഓപ്ഷൻസും. ആ ഓപ്ഷൻസൊക്കെ ഞാൻ അങ്ങനെ തന്നെ കോപ്പി എടുക്കുകയാണ്. നിങ്ങൾ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇതിൽ വരുന്ന ആദ്യത്തെ ഓപ്ഷൻ സ്ലാഷ് ഓപ്ഷൻ, ഇതിനിടയിൽ വരുന്ന ഡിസ്പ്ലേ ചെയ്യുന്നതാണ് അവിടെ കാണിക്കുക, ഡിസ്പ്ലേ ചെയ്യുക. അതേസമയം ഇത് സെലക്ട് ചെയ്താൽ ഡെസിഗ്നേഷൻ ഈക്വൽ ടു ഡെസിഗ്നേഷൻ്റെ വാല്യൂ ആയിട്ട് കിട്ടുന്നത് ഈ പറഞ്ഞ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അത്. അപ്പോൾ നമ്മൾ ഇതുപോലെ മാനേജർ, അക്കൗണ്ടൻറ്റ്, പ്യൂൺ 4 വെച്ചു. സെലക്ട് 1 എന്നുള്ളത് ജസ്റ്റ് യൂസറെ കാണിക്കാനായിട്ടാണ്. അപ്പോൾ അതിൽ ഓരോന്നിനും വാല്യൂ 0, 1, 2, 3 എന്ന് വെച്ചു. ഇത് അതേപടി ഞാൻ കോപ്പി ചെയ്യണം. ഓക്കെ, ഇതെല്ലാം ഒന്ന് നീക്കി വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ഓക്കെ, ഈ ടേബിൾ ഡാറ്റയുടെ അകത്ത് സെലക്ട് എന്നുള്ള കൺട്രോളിനകത്ത് 4 ഓപ്ഷൻസ്. അപ്പോൾ അത് ടാബ് കൊടുത്ത് അങ്ങനെ ടൈപ്പ് ചെയ്യാം. ഇതിൽ ആദ്യത്തത് സെലക്ട് 1, രണ്ടാമത്തെ മാനേജർ എന്ന് കാണിക്കണം. അതാണ് നമുക്കിവിടെ കിട്ടുന്നത്. ആദ്യത്തത് സെലക്ട് 1, രണ്ടാമത്തെ മാനേജർ, മൂന്നാമത്തെ അക്കൗണ്ടൻറ്റ്, നാലാമത്തത് പ്യൂൺ. അതിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞ ടാഗ് വെച്ച് കൊടുത്തിരിക്കുന്നതാണ് ഇത് ഓരോന്നും. അതാണ് ഡിസ്പ്ലേയിൽ വരിക. പക്ഷേ വാല്യൂ എന്ന് പറയുന്നത് മാനേജർ സെലക്ട് ചെയ്താൽ ഡെസിഗ്നേഷൻ വാല്യൂ ആയിട്ട് കിട്ടുന്നത് 1 ആയിരിക്കും. ഇതാണ് നമ്മൾ പ്രോഗ്രാമിൻ്റെ അകത്ത് നോക്കുന്നത്. ഡോക്യുമെൻറ്റ് ഡോട്ട് എംപ്ലോയി ഫോമിൻ്റെ പേര് എംപ്ലോയി EMB ഫോം ഡോട്ട് ഡെസിഗ്നേഷൻ ഡോട്ട് വാല്യൂ ഈക്വൽ ടു 1 ആണെങ്കിൽ മാനേജർ, 0 ആണെങ്കിൽ ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അത്രയും ഭാഗമായി. ഡെസിഗ്നേഷൻ അത് ക്രിയേറ്റ് ചെയ്തു. സേവ് ചെയ്യുക. നമ്മൾ നേരത്തെ കണ്ട ഔട്ട്പുട്ട് ഒന്നുകൂടെ നമുക്ക് എടുത്തു നോക്കാം. ഇതൊന്ന് റീഫ്രഷ് ചെയ്താൽ എന്ത് വന്നു? ഇതിനകത്ത് ഒരെണ്ണം കൂടി വന്നു. ഓക്കെ, അടുത്ത റോയും കൂടി വന്നു. ഇതിവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് അഡ്രസ്സ് അടിക്കാനുള്ള, അടുത്ത റോയിൽ വരുന്നത് അഡ്രസ്സും ഫസ്റ്റ് കോളത്തിൽ അഡ്രസ്സ് എന്നുള്ളതും റൈറ്റിൽ അഡ്രസ്സ് അടിക്കാനുള്ള ടെക്സ്റ്റ് ഏരിയ. ടെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ അറിയാം, ഒന്നിലധികം ലൈൻസ് ഉള്ളതാണ്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ടെക്സ്റ്റ് ഏരിയ ക്രിയേറ്റ് ചെയ്യുക? അതിന് ഉപയോഗിക്കുന്ന ടാഗ് എന്താണ്? ടെക്സ്റ്റ് ഏരിയക്ക് ടെക്സ്റ്റ് ഏരിയ എന്ന് തന്നെയാണ് ആ ടാഗിൻ്റെ പേര്. അത് കൊടുക്കേണ്ടത് പക്ഷേ അടുത്ത TRനകത്ത് അല്ലേ കൊടുക്കേണ്ടത്? അടുത്ത ടേബിൾ റോ TR /TR. അതിനകത്ത് ആദ്യത്തെ ഡാറ്റ TD
അതാണ് കൊടുക്കേണ്ടത്. അത് ഞാൻ ഇവിടെ നിന്ന് നേരെ എടുക്കുകയാണ്. ആദ്യത്തെ ഡാറ്റ ടി ഡി എന്നുള്ളത് അഡ്രസ്സ്, അത് കോപ്പി ചെയ്തു. അഡ്രസ്സ് കോപ്പി ചെയ്തു. അടുത്ത ഡാറ്റ എന്താ വേണ്ടത്? ടി ഡിയിൽ അടുത്ത വരേണ്ടത് ഈ പറഞ്ഞ ടെക്സ്റ്റ് ഏരിയ ഡിസ്പ്ലേ ചെയ്യാനുള്ള കൺട്രോൾ, ടെക്സ്റ്റ് ഈ കാണിക്കാനുള്ള ഇത് കാണിക്കാനുള്ള കൺട്രോൾ. അതിന് ടെക്സ്റ്റ് ഏരിയ എന്നുള്ള ടാഗ് തന്നെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ ടാഗ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചാൽ നേരെ കോപ്പി ചെയ്യുകയാണ്, അല്ലെങ്കിൽ സമയം വെറുതെ നഷ്ടപ്പെടും. കൺട്രോൾ സി. ടെക്സ്റ്റ് ഏരിയ എന്നുള്ള ടാഗിൽ എന്തൊക്കെയാണെന്ന് നോക്കിയേ. അടുത്ത ടി ഡി, അതായത് രണ്ടാമത്തെ ഡാറ്റ, ആ റോയിലെ രണ്ടാമത്തെ ടേബിൾ ഡാറ്റയുടെ അകത്ത് വരുന്നത് ടെക്സ്റ്റ് ഏരിയ ആണ്. റോസ് ഈക്വൽ ടു 5, അതായത് ഈ ടെക്സ്റ്റ് ഏരിയക്ക് അത് എത്ര റോസ് എത്ര കോളംസ് വേണമെന്നാണ് പറയുന്നത്. അല്ലേ, മൾട്ടിപ്പിൾ റോസ് ഉള്ളതാണല്ലോ ടെക്സ്റ്റ് ഏരിയ, സിംഗിൾ റോ ഉള്ളതാണ് ടെക്സ്റ്റ് ഫീൽഡ്. നമ്മൾ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് പറയുന്നത് സിംഗിൾ റോ ആണ്. അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് റോസ് 5, നമ്പർ ഓഫ് കോളംസ് 20. അതിനും ഒരു പേര് കൊടുത്തു, എന്ത്? അഡ്രസ് സ്ലാഷ് ടെക്സ്റ്റ് ഏരിയ. ക്ലിയർ അത് ക്ലോസ് ചെയ്തു, ഡാറ്റയും ക്ലോസ് ചെയ്തു, സ്ലാഷ് ടി ഡി. ഇത് ഞാൻ നേരെ അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ റോ അവിടെ കഴിഞ്ഞു. ആ റോയും കഴിഞ്ഞു. നമുക്ക് ഒന്നുകൂടെ ഒന്ന് സേവ് ചെയ്തിട്ട് ഓരോന്നും എടുത്ത് നോക്കാം. നമുക്ക് ആ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കി പോവാം. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് റിഫ്രഷ് ചെയ്താൽ എന്തുകൂടെ വന്നു? അഡ്രസ്സ് അടിക്കാനുള്ള ടെക്സ്റ്റ് ഏരിയ എന്നുള്ളൊരു ഇത് റോയിൽ കൂടി അവിടെ വന്നു. അടുത്തത് ഇനി ജെൻഡർ. അടുത്ത റോയിൽ ജെൻഡർ എന്ന് പറഞ്ഞതാണ് ആദ്യത്തെ ഡാറ്റ. രണ്ടാമത്തെ കോളത്തിൽ വരേണ്ടത് മെയിൽ ഫീമെയിൽ എന്ന് പറഞ്ഞിട്ട് 2 റേഡിയോ ബട്ടണാണ് രണ്ടാമത്തെ കോളത്തിൽ വരേണ്ടത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് പറയാം. റോ ഞാൻ അങ്ങനെ തന്നെ കോപ്പി എടുക്കുകയാണ്. പിന്നെ അത് അഡ്രസ്സ് കഴിഞ്ഞു. അഡ്രസ്സ് കഴിഞ്ഞ അടുത്തതിൽ വരുന്നത് ഇപ്പോൾ വരേണ്ടത് ജെൻഡർ. അവിടെ ഡിസ്പ്ലേ ആദ്യത്തെ കോളത്തിൽ, അതായത് ഈ റോയിൽ അഡ്രസ്സ് കഴിഞ്ഞുള്ള റോയിൽ ആദ്യത്തെ ടി ഡി ടേബിൾ ഡാറ്റ ആയിട്ട് വരേണ്ടത് ജെൻഡറും, രണ്ടാമത്തതായിട്ട് വരേണ്ടത് ടെക്സ്റ്റ് ഏരിയ അല്ല, പകരം എന്താണ് അത് പറയണം. വരേണ്ടത് 2 റേഡിയോ ബട്ടൺ. റേഡിയോ ബട്ടൺ ആണെങ്കിൽ റേഡിയോ ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്ന ആ രീതിയും കൂടി പറയാം. എങ്ങനെയാണ് റേഡിയോ ബട്ടൺ ക്രിയേറ്റ് ചെയ്യുക? ഇൻപുട്ട് ടൈപ്പ് റേഡിയോ കൊടുക്കണം. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ. ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നത് നോക്കാം. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ, നെയിം ജെൻഡർ, വാല്യൂ ഈക്വൽ ടു മെയിൽ എഴുതിയിട്ട് ഇവിടെ മെയിൽ എന്നുള്ളത് ഡിസ്പ്ലേ. ഇത് ഡിസ്പ്ലേയിൽ വരാൻ വേണ്ടിയാണ് ഈ ടാഗിന് പുറത്ത് കൊടുക്കുന്നത്. ഇത് സെലക്ട് ചെയ്യുമ്പോൾ മെയിൽ എന്നുള്ള റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്താൽ ജെൻഡർ ഈക്വൽ ടു എന്ന് പറഞ്ഞ് കിട്ടുന്ന വാല്യൂ ആണ് നമ്മൾ വാല്യൂ എന്നുള്ള ആട്രിബ്യൂട്ടിൽ എഴുതുക, മെയിൽ. ഓക്കെ, ഇതിപ്പോൾ രണ്ടും ഒരേപോലെ തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് കൺഫ്യൂഷൻ ആവണ്ട. ഇതും രണ്ടും വേറെ വേറെ ആവാം. ഇവിടെ സ്മോൾ എം ആവാം, ഇവിടെ ക്യാപിറ്റൽ നേരെ തിരിച്ചു ആവാം. അത് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തു. രണ്ടാമത്തത് വീണ്ടും അത് തന്നെ ടൈപ്പ് റേഡിയോ, നെയിം ഈക്വൽ ടു വീണ്ടും എന്താണ്? ജെൻഡർ. രണ്ടും ഒരേ പേര് കൊടുക്കണം, എങ്കിൽ മാത്രമേ ഏതെങ്കിലും ഒന്ന് മാത്രം സെലക്ട് ചെയ്യുന്ന രീതിയിലേക്ക് അത് വർക്ക് ചെയ്യുള്ളൂ. രണ്ടിനും നെയിം കൊടുക്കുമ്പോൾ 2 റേഡിയോ ബട്ടണാണ് രണ്ടും. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ എന്ന് പറഞ്ഞാൽ 2 ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ നെയിം ഒരേപോലെ കൊടുക്കുക, ജെൻഡർ. വാല്യൂ ഈക്വൽ ടു അടുത്തതിന് ഫീമെയിലാണ്, അതിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് ഫീമെയിൽ തന്നെയാണ്. ഇതാണ് നമ്മൾ ടി ഡി അടുത്തത്, അതായത് ജെൻഡർ എന്നുള്ള കോളം കഴിഞ്ഞ് അടുത്ത കോളത്തിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഈ 2 റേഡിയോ ബട്ടണാണ്. ഞാനതവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ജെൻഡർ എന്നുള്ള ആദ്യത്തെ കോളം, രണ്ടാമത്തെ കോളം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ടി ഡി ടേബിൾ ഡാറ്റ, അതിനകത്ത് 2 റേഡിയോ ബട്ടൺ, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റേഡിയോ. ശ്രദ്ധിക്കേണ്ട കാര്യം നെയിം ഈക്വൽ ടു ജെൻഡർ ആണ് രണ്ടിലും കൊടുക്കേണ്ടത്. വാല്യൂ പക്ഷേ രണ്ടും ഡിഫറൻ്റ് ആയിരിക്കണം. അപ്പോഴേ നമുക്ക് ഏതാണ് സെലക്ട് ചെയ്തെന്നുള്ളത് ജാവാസ്ക്രിപ്റ്റ് വഴി അറിയാൻ പറ്റുള്ളൂ. ഡോക്യുമെൻറ്റ് ഡോട്ട് എംപ്ലോയി ഫോം ഡോട്ട് ജെൻഡർ ഡോട്ട് വാല്യൂ ഈക്വൽ ടു, മെയിലാണ് സെലക്ട് ചെയ്തെങ്കിൽ വാല്യൂ മെയിലിൽ നിന്ന് കിട്ടും, ഫീമെയിൽ ആണെങ്കിൽ വാല്യൂ ഫീമെയിലിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്താണ് കാൽക്കുലേഷൻ ചെയ്യേണ്ടത് അത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ റോയും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഔട്ട്പുട്ട് നോക്കിയിട്ട് പോവാം. ഓക്കെ, അടുത്ത റോയും കൂടെ അവിടെ വന്നു. ജെൻഡർ, മെയിൽ ഫീമെയിൽ ഏതെങ്കിലും ഒന്നേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടിനും വേറെ വേറെ പേര് കൊടുത്തിരുന്നെങ്കിൽ രണ്ടും സെലക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ജെൻഡർ നെയിം ഈക്വൽ ടു ജെൻഡർ എന്ന് തന്നെ കൊടുത്തുകൊണ്ടാണ്, രണ്ടും ഒരേ പേര് കൊടുത്തുകൊണ്ടാണ് ഏതെങ്കിലും ഒന്ന് മാത്രമായിട്ട് സെലക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഇത് വർക്ക് ചെയ്യുന്നത്. അതെപ്പോഴും ഓർമ്മയിൽ വേണം. ഓക്കെ,
അടുത്ത എന്താണ്, അടുത്ത ഈ റോയും കഴിഞ്ഞു. അടുത്ത റോയിൽ നമ്മുടെ ഔട്ട്പുട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കോളം ക്വാളിഫിക്കേഷനാണ്. രണ്ടാമത് വരേണ്ടത് 4 ചെക്ക് ബോക്സുകളാണ്. റേഡിയോ ബട്ടൺ അല്ല, പകരം ചെക്ക് ബോക്സ്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ ഒന്നിലധികം സെലക്ഷൻ നടത്താം എന്നുള്ളതാണ്. ഒന്നിലധികം സെലക്ഷൻസ് നമുക്ക് നടത്താം. ഇവിടെ ഏതെങ്കിലും ഒന്ന് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സെലക്ട് ചെയ്തത് ഡീസെലക്ട് ചെയ്യാൻ പറ്റില്ല. മറ്റേൽ ക്ലിക്ക് ചെയ്യുമ്പോഴേ അത് ഡീസെലക്ട് ആവുള്ളൂ. ഇവിടെ അങ്ങനെയില്ല. SLC സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ വീണ്ടും ഡീസെലക്ട്. അപ്പോൾ ഇതുപോലെ 4 ചെക്ക് ബോക്സുകൾ റൈറ്റ് സൈഡിൽ ക്രിയേറ്റ് ചെയ്യണം. ലെഫ്റ്റ് സൈഡിൽ നോർമലി ഫസ്റ്റ് കോളത്തിൽ ക്വാളിഫിക്കേഷൻ എന്നുള്ളതാണ്. ഞാനത് ആ കോഡ് അടുത്ത റോ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുകയാണ്. നമുക്ക് മോഡിഫിക്കേഷൻ വരുത്താം. ആ റോ കഴിഞ്ഞ് അടുത്ത റോ ജെൻഡർ അല്ല, പകരം എന്താണ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഞാൻ ക്വാളിഫിക്കേഷൻ, അപ്പോൾ ആദ്യത്തെ ഇതിൽ ക്വാളിഫിക്കേഷൻ എന്ന് ഡിസ്പ്ലേ ചെയ്യും. ഇനി ഇവിടെ വേണ്ടത് റേഡിയോ അല്ല, ഈ പറഞ്ഞ റേഡിയോ ബട്ടൺ അല്ല, പകരം ചെക്ക് ബോക്സ് ആണ്. ചെക്ക് ബോക്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക? 4 ചെക്ക് ബോക്സുകൾ നമുക്ക് വേണം അല്ലേ. ചെക്ക് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ചെക്ക് ബോക്സ്. ഇതൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, അത്രയേ ഉള്ളൂ. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ചെക്ക് ബോക്സ്. പിന്നെ ഓരോ ചെക്ക് ബോക്സിനും പേര് കൊടുക്കുക. ഇവിടെ പേര് കൊടുക്കുമ്പോൾ ഇവിടെയും നമ്മൾ 4നും ഒരേ പേരാണ് കൊടുക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരെണ്ണം ടിക്ക് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ. ഇപ്പോൾ നമ്മൾ ക്വാളിഫിക്കേഷൻ ഈക്വൽ ടു SSLC ആൻഡ് ക്വാളിഫിക്കേഷൻ ഈക്വൽ ടു +2 എന്ന് വേണ്ട, അവർ അറേ ആയിട്ടാണ് അങ്ങോട്ട് പാസ് ചെയ്യാമെന്ന് പറഞ്ഞു. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ടിക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമുക്കൊരു അറേ കൂടി ക്വാളി ഓഫ് 0, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്ത് പോയിട്ട് അത് ചെക്കഡ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം യൂസർ സെലക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ. അതിനുവേണ്ടി അങ്ങനെ അറേ നമ്മൾ ഫോർ ലൂപ്പിലൊക്കെ വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരേ പേര് ഇവിടെ കൊടുക്കുക. നെയിം ഈക്വൽ ടു ക്വാളിഫിക്കേഷനാണ് എല്ലാത്തിനും കൊടുത്തിരിക്കുന്നത്. വാല്യൂ മാത്രം എന്താണ്, ആദ്യത്തെ വാല്യൂ SSLC എന്നും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് SSLC കൊത്തുള്ളതാണ്, പക്ഷേ അകത്ത് കിട്ടുന്ന വാല്യൂ SSLC ഇതാണ്. ഇവിടെ +2 ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ അതില്ല. ഡിപ്ലോമ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ വ്യത്യാസം വരുത്താം എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ വ്യത്യാസപ്പെടുത്തി എഴുതിയതാണ്. ഒരേപോലെയും എഴുതാം. അതേഴ്സ് ഇവിടെയും അതേഴ്സ് തന്നെ. ഓക്കെ, ഇത് ഈ പുറത്ത് ടാഗിന് പുറത്തുള്ളത് ഡിസ്പ്ലേയിൽ വെബ് പേജിൽ വരുന്നതും, ഇത് അതിൽ ഏതെങ്കിലും ഒന്ന് ടിക്ക് ഇട്ടാൽ നമുക്ക് അകത്ത് കിട്ടുന്ന അതിൻ്റെ വാല്യൂ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 4 ചെക്ക് ബോക്സുകൾ ക്രിയേറ്റ് ചെയ്യുന്ന കോഡ്. ആ കോഡുകൾ നിങ്ങൾ HTML അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് വിശദീകരിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ ഇൻപുട്ട് ഇതിന് പകരം അതാക്കി മാറ്റുക. ജെൻഡർ, ക്വാളിഫിക്കേഷൻ, എല്ലാം അലൈൻ ചെയ്ത് ചെയ്യുന്നത്. ഈ TD നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല അല്ലേ. ഇവിടെ ക്ലോസിങ് ഇവിടെ ഉണ്ട്, അത് താഴേക്ക് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ഈ റോയിൽ ആദ്യത്തെ കോളം ക്വാളിഫിക്കേഷൻ, രണ്ടാമത്തെ കോളം ഈ TD ആണ്. അതിൻ്റെ അകത്ത് വരുന്നത് 4 ചെക്ക് ബോക്സുകൾ. 4ൻ്റെ നെയിം ഒന്ന് തന്നെയാണ് അത് നോട്ട് ചെയ്യുക. വാല്യൂസ് 4 SSLC, +2, ഡിപ്ലോമ, അതേഴ്സ് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പോൾ അവിടെ വരെയായി. സേവ് ചെയ്യുക. അവിടെ പോയി ഒന്ന് റീഫ്രഷ് ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്തതിലൊന്ന് റിഫ്രഷ് ചെയ്യുമ്പോൾ അതും കൂടി വന്നു. ഓക്കെ, ക്വാളിഫിക്കേഷൻ കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് വരുന്നത് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞ് ലാസ്റ്റ് ഇൻപുട്ടാണ് ഇമെയിൽ IDയും അത് റീഡ് ചെയ്യാനുള്ള ഒരു ടെക്സ്റ്റ് ഫീൽഡും. അത് ഇതുപോലെ തന്നെയല്ല, ഈ ആദ്യം കൊടുത്ത പോലെ തന്നെ നെയിം എൻ്റർ ചെയ്യാനുള്ള ടെക്സ്റ്റ് ഫീൽഡ്, അല്ലെങ്കിൽ എംപ്ലോയി കോഡ് അത് എൻ്റർ ചെയ്യാനുള്ള ടെക്സ്റ്റ് ഫീൽഡ് അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും റോയുടെ കോഡ് നമുക്ക് അതേപടി കോപ്പി എടുത്തിട്ട് ഇവിടെ ഉപയോഗിക്കാം. ഓക്കെ, കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് ആകുമ്പോൾ കോപ്പി പേസ്റ്റ് നന്നായിട്ട് പഠിക്കുക. പരീക്ഷയ്ക്കല്ല, അല്ലാതെ ഇതുപോലെ നമ്മൾ സൈറ്റൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ എവിടെ ഏതൊക്കെ നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ടൈപ്പിംഗ് കുറച്ച് കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനിവിടെ നിന്ന് ഈ ഒരു സംഭവം തന്നെയാണ്, ഈ ഒരു റോയാണ് എടുക്കുന്നത്. നെയിം എൻ്റർ ചെയ്യുന്ന റോ, അത് ഇവിടെ അവസാനത്തെ റോയായിട്ട് ഞാൻ വെക്കുകയാണ്. ഇവിടെ വേണ്ടത് നെയിം അല്ല, പകരം ഇമെയിൽ ID. ഇമെയിൽ ID നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആ സാർ കേൾക്കാം.
ആരുടെ അനക്കം കേൾക്കാമല്ലോ, ഇനി എങ്ങാനും കട്ടായി പോയോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത്. ഓക്കെ, ഇമെയിൽ ഐ ഡി എന്ന് കൊടുത്തു. അടുത്തത് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് നെയിം ഈക്വൽ ടു നേരത്തെ കൊടുത്ത നെയിം എൻ്റർ ചെയ്യുന്ന ഫീൽഡ് കോപ്പി ചെയ്തുകൊണ്ട് അവിടെ കിടക്കുന്ന ഈ നെയിം എന്നാണ്, നമ്മൾക്ക് അത് ഇമെയിലിനാക്കി മാറ്റാം. അതിൻ്റെ പേര് ഇമെയിൽ. ഓക്കെ, അപ്പോൾ ഈ പേരുകൾ കൊടുക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് ഇതിൽ നിന്ന് ജാവാസ്ക്രിപ്റ്റ് വഴി എടുക്കുമ്പോൾ ഡോക്യുമെൻറ്റ് ഡോട്ട് EMB ഫോമിനകത്തുള്ള ഡോട്ട് ഏത് വേണമെങ്കിലും കിട്ടും. ഇ നെയിം എന്ന് കൊടുത്താൽ ഇ നെയിം, ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ, യൂസർ എൻ്റർ ചെയ്ത വാല്യൂ. അതുപോലെ ഇമെയിൽ ആണെങ്കിൽ ഡോട്ട് ഇമെയിൽ ഡോട്ട് വാല്യൂ, യൂസർ അവിടെ ടൈപ്പ് ചെയ്തതാണ് വാല്യൂ എന്നുള്ളതിൻ്റെ അകത്ത് കിട്ടുക. ഓക്കെ, ഇത്രയും ഫീൽഡുകൾ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തു. ഇതും കൂടി സേവ് ചെയ്യുക. ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. ഇമെയിൽ ഐ ഡി കൂടെ എൻ്റർ ചെയ്യാനുള്ള വന്നു. ഇനി ആകെ എന്തേ ബാക്കിയുള്ളൂ? ആകെ ബാക്കിയുള്ളത് ഒരു സേവ് ബട്ടണും റീസെറ്റ് ബട്ടണും. രണ്ടിൻ്റെ ഫംഗ്ഷൻ അറിയാം. റീസെറ്റ് ബട്ടൻ്റെ ഫംഗ്ഷൻ അറിയാമോ? റീസെറ്റ് ബട്ടൺ ഓട്ടോമാറ്റിക് ഇൻപുട്ട് ടൈപ്പിക്കല്ലോ റീസെറ്റ് എന്ന് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അതുവരെ എൻ്റർ ചെയ്ത എല്ലാ ഫീൽഡും ക്ലിയർ ചെയ്യും. നമ്മളിവിടെയൊക്കെ മൊത്തം നെയിമും എംപ്ലോയി കോഡും ഒക്കെ ടൈപ്പ് ചെയ്ത് അവസാനം വന്നപ്പോൾ തെറ്റിപ്പോയി അതേപോലെ ചെയ്യാൻ തോന്നുകയാണെങ്കിൽ റീസെറ്റ് ബട്ടൺ അടിച്ചാൽ എല്ലാം കൂടെ ഒരുമിച്ച് ക്ലിയർ ആവും. അതിനാണ് റീസെറ്റ് ബട്ടൺ. സേവ് അല്ലെങ്കിൽ സബ്മിറ്റ് ബട്ടണാണ് ശരിക്കും. അതിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത് സേവ് എന്നാക്കിയെന്ന് മാത്രം. നമുക്ക് വേണമെങ്കിൽ അത് സബ്മിറ്റ് എന്ന് പറഞ്ഞ് തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ലാസ്റ്റത്തെ റോ ആണ്. ലാസ്റ്റത്തെ റോയിൽ 2 കോളം. ആദ്യത്തെ കോളത്തിൽ ഒരു ബട്ടൺ, സബ്മിറ്റ് ബട്ടൺ, രണ്ടാമത്തെ കോളത്തിൽ റീസെറ്റ് ബട്ടൺ. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള കോഡ് നോക്കാം. ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ അറിയാമല്ലോ. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ആദ്യത്തത് TR, ഇത് നമ്മുടെ അവസാനത്തെ റോ ആണ്. TR/TR, അതിൻ്റെ അകത്ത് ആദ്യത്തെ റോ കോളമാണത്. അതിൻ്റെ അകത്ത് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു സബ്മിറ്റ്, വാല്യൂ ഈക്വൽ ടു സേവ് എന്ന് കൊടുത്തത് കൊണ്ടാണ് നമ്മൾ അവിടെ സേവ് എന്ന് കാണുന്നത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ നമ്മൾ ഓൺ സബ്മിറ്റ് എന്നൊക്കെയാണല്ലോ പറയാം. ഇവിടെ സബ്മിറ്റ് എന്ന് തന്നെ കൊടുക്കാം. സബ്മിറ്റ് എന്ന് കൊടുത്തു. അടുത്തത് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു റീസെറ്റ്. ഇതൊക്കെ ഡീഫോൾട്ട് ടൈപ്പ് എന്താണോ പറയുന്നത് അതിനനുസരിച്ച് അതിൻ്റെ ഫംഗ്ഷൻ മാറും. സബ്മിറ്റ് ബട്ടൺ ആണെങ്കിൽ ഡാറ്റ മുഴുവൻ എടുത്ത് സബ്മിറ്റ് ചെയ്യാൻ പോകും. റീസെറ്റ് ബട്ടൺ ആണെങ്കിൽ അതുവരെയുള്ള ഡാറ്റ എൻ്റർ ചെയ്ത് മുഴുവൻ ക്ലിയർ ചെയ്യും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടാണ് 2 കോളായിട്ട് അതിൻ്റെ അത് വരാം. അപ്പോൾ ഞാൻ ഈ റോ അതേപടി എടുത്ത് കോപ്പി എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ലാസ്റ്റ് റോയും നമ്മുടെ ടേബിളിലെ ലാസ്റ്റ് റോയും റെഡിയായി. അതിൻ്റെ അകത്ത് ആദ്യത്തെ കോളത്തിൽ സബ്മിറ്റ് ബട്ടൺ, രണ്ടാമത്തെ കോളത്തിൽ റീസെറ്റ് ബട്ടൺ ക്രിയേറ്റഡ് ആയി. ടേബിൾ ഇവിടെ ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞാൽ ടേബിൾ ക്ലോസ് ചെയ്യാം. ടേബിൾ ക്ലോസ് ചെയ്ത് ടേബിൾ എന്തിൻ്റെ അകത്തായിരിക്കുന്നത്? ഫോം അല്ലേ? ടേബിൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ക്ലോസ് ചെയ്യേണ്ടത് ഫോമാണ്. അത് നമ്മൾ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫോം അവിടെ ക്ലോസ് ചെയ്യുന്നു. ഫോം ഇരിക്കുന്നത് ബോഡിയുടെ അകത്താണ്. അപ്പോൾ അത് അവിടെ ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്നിട്ടാണ് ടൈപ്പ് ചെയ്ത് തുടങ്ങിയത്. അതുകൊണ്ടാണ് അതൊക്കെ ഇവിടെ ക്ലിയർ ആയിട്ട് വരുന്നത്. ബോഡി ഇരിക്കുന്നത് HTML-നകത്ത്. അപ്പോൾ നമ്മുടെ ഡിസൈനിങ് പാർട്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇത് സേവ് ചെയ്യുക. ആ ഒരു ഇതെടുത്തിട്ട് റിഫ്രഷ് ചെയ്ത് നോക്കുക. സബ്മിറ്റ് ബട്ടൺ ഉണ്ട്. സബ്മിറ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ആ പേജ് തന്നെ ഒന്ന് റിഫ്രഷായി വന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതിൽ ഞാൻ എന്തൊക്കെയോ ടൈപ്പ് ചെയ്തു. ഇങ്ങനെയൊക്കെ വെച്ചിട്ട് റീസെറ്റ് അടിച്ചാൽ ആ ഡാറ്റ മുഴുവൻ അവിടെ നിന്ന് പോകും. അതാണ് റീസെറ്റ് ബട്ടൺ. സബ്മിറ്റ് ബട്ടൺ എന്ന് പറഞ്ഞാൽ എടുത്ത് നേരെ സബ്മിറ്റ് ചെയ്യലാണ്. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മുടെ കോഡിൽ നമ്മളൊരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഓൺ സബ്മിറ്റ് റിട്ടേൺ വാലിഡേറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുകയാണ്. ഈ വാലിഡേറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഇപ്പോൾ എഴുതി വെക്കാത്തത് കൊണ്ടാണ് നമ്മൾ നേരത്തെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ ആ പേജ് ഒന്ന് റിഫ്രഷായി വന്നത്. അല്ല, ആക്ഷനിലൊന്നും പറഞ്ഞിട്ടില്ല. ശരിക്കും ആക്ച്വലി എന്താ, ഈ ഓൺ സബ്മിറ്റ് ഇവിടെ ഇല്ലെങ്കിൽ ആക്ഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അങ്ങോട്ട് പോകും. ആക്ഷനിലൊന്നുമില്ല, ബ്ലാങ്കാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ സെയിം പേജിലേക്ക് തന്നെ ഒന്ന് റിഫ്രഷ് ആവും. ഓക്കെ, പക്ഷേ ഈ ഇതുണ്ടെങ്കിൽ ആക്ഷൻ പേജിലൊന്നുമില്ല. ഓക്കെ, സബ്മിറ്റിൽ റിട്ടേൺ വാലിഡേറ്റ് ഓൺ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് ആട്രിബ്യൂട്ട് വെച്ചിട്ട് അവിടെ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ട്രൂ എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്തെങ്കിൽ മാത്രമേ ഈ നമ്മൾ യൂസർ എൻ്റർ ചെയ്ത ഡാറ്റ മുഴുവൻ എടുത്തിട്ട് സെൻഡ് ചെയ്യേണ്ടത് എങ്ങോട്ടാണോ അങ്ങോട്ട് കൊടുക്കുക. ആക്ഷൻ 0 ആണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ സെയിം പേജിലേക്ക് തന്നെ കൊടുക്കും. അല്ലെങ്കിൽ ആക്ഷനിൽ നമ്മൾ പ്രോസസ് ഡാറ്റ ഡോട്ട് PHP എന്ന് പറഞ്ഞിട്ടൊരു, അല്ലെങ്കിൽ സേവ് ഡാറ്റ ഡോട്ട് PHP എന്ന് പറഞ്ഞൊരു PHP ഫയൽ സെർവറിലുണ്ടെങ്കിൽ അതിലേക്ക് ഈ ഡാറ്റ മുഴുവൻ പോകും. നെയിം ഈക്വൽ ടു എന്നത്, ഈ നെയിം ഈക്വൽ ടു ടൈപ്പ് ചെയ്ത വാല്യൂ, ഈ കോഡ് ഈക്വൽ ടു ടൈപ്പ് ചെയ്ത വാല്യൂ, B സാലറി ഈക്വൽ ടു എന്നത്,
എന്ന് പറഞ്ഞിട്ട് ഓരോന്നിൻ്റെ വാല്യൂ അവിടെ സെൻഡ് ചെയ്യും. അവിടെ എന്താണോ പ്രോസസ്സിങ് ചെയ്യേണ്ടത് അത് ചെയ്യും, അതാണ് ചെയ്യുക. പക്ഷേ ഇപ്പോൾ ഈ ഓൺ സബ്മിറ്റ് എന്നുള്ളത് റിട്ടേൺ വാലിഡേറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെ കോൾ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഈ ഫംഗ്ഷൻ നമ്മൾ ഇനി എഴുതണം. ഓക്കെ, അതൊരു ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫംഗ്ഷനാണ്. അത് നമ്മൾ സാധാരണ എവിടെയാണ് എഴുതുക? ഹെഡിലും എഴുതാം, പിന്നെ ബോഡി പാർട്ടിലും എഴുതാം അല്ലേ? ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫംഗ്ഷൻ നമുക്ക് ഹെഡ് പോർഷനിലും എഴുതാം, ബോഡി പോർഷനിലും എഴുതാം. സ്ക്രിപ്റ്റ് എഴുതണമെങ്കിൽ അതിനെന്താണ് ടാഗ് ഉപയോഗിക്കുന്നത്? തൽക്കാലം ഞാൻ ഹെഡിൽ എഴുതാൻ വിചാരിക്കുകയാണ്. ഹെഡിൽ ടൈറ്റിൽ കഴിഞ്ഞിട്ട് ഹെഡ് എന്നുള്ള പോർഷനിൽ ടൈറ്റിൽ ഫോം വാലിഡേഷൻ എന്നുള്ള ടൈറ്റിൽ കഴിഞ്ഞിട്ട് നേരെ എന്താണ്, ഏത് ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുക? സ്ക്രിപ്റ്റ് /സ്ക്രിപ്റ്റ്. ഇത്രയും കോഡൊന്നും കണ്ട് പേടിക്കണ്ട, എല്ലാം സിമ്പിളാണ്. സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എല്ലാം ഓരോരോ സെപ്പറേറ്റ് ഇഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത്രയേ ഉള്ളൂ. ഓരോന്നും ചെക്ക് ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കണ്ട് അത്രയും നീളം കണ്ടിട്ടൊന്നും ആരും പേടിക്കണ്ട. /സ്ക്രിപ്റ്റ് ഇതിനകത്താണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫംഗ്ഷൻ എഴുതുക. ഇതിപ്പോൾ ഹെഡിനകത്താണ്, നമുക്ക് ബോഡിയിൽ വേണമെങ്കിൽ എഴുതാമെന്നുള്ളത് മനസ്സിലാക്കാം. ഞാൻ അതുപോലെ ഇവിടെ എഴുതാൻ പോവാണ്. സ്ക്രിപ്റ്റ് /സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു. ഇനി ഇതിൻ്റെ അകത്ത് ഫംഗ്ഷൻ എഴുതണം. ഫംഗ്ഷൻ ജാവാസ്ക്രിപ്റ്റിൽ എഴുതണമെങ്കിൽ അതിൻ്റെ കീവേഡ് എന്താണ്? ഫംഗ്ഷൻ അല്ലേ? അങ്ങനെ ഒരു കീവേഡ് അതിൽ കൊടുക്കണം, ഫംഗ്ഷൻ. പിന്നെ ഫംഗ്ഷൻ നെയിം എന്താ നമ്മൾ കോൾ ചെയ്യുന്ന ഫംഗ്ഷൻ്റെ പേര്? വാലിഡേറ്റ്. അതുകൊണ്ട് അതേ പേര് തന്നെ നമുക്ക് ആ ഫംഗ്ഷന് കൊടുക്കാം, ഫംഗ്ഷൻ വാലിഡേറ്റ്. ഫംഗ്ഷൻ്റെ ഓപ്പണിംഗ് ബ്രാക്കറ്റ്, ഫംഗ്ഷൻ്റെ ക്ലോസിംഗ് ബ്രാക്കറ്റ്. ഇതിനിടയിലാണ് ഫംഗ്ഷൻ്റെ കോഡ് മുഴുവൻ നമ്മൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, ഇനി ഈ ഫംഗ്ഷൻ്റെ അകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക. നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ എംപ്ലോയി നെയിമും എംപ്ലോയി കോഡും സാലറിയും അതായത് ഈ ഫോമിൽ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോം ഇവിടെ ഉണ്ട്. ഇവിടെ എൻ്റർ ചെയ്യുന്ന ഈ ഡാറ്റ, എല്ലാത്തിലും ഡാറ്റ എൻ്റർ ചെയ്യാൻ വേണം. 3 കണ്ടീഷനാണ് വാലിഡേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. എല്ലാ ഡാറ്റയും റിക്വയർഡ് ആണ്, അതായത് എല്ലാത്തിലും ഡാറ്റ എൻ്റർ ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഡാറ്റ ഉണ്ടോ എന്ന് നോക്കണം, എംപ്ലോയി കോഡിൽ ഡാറ്റ ഉണ്ടോ എന്ന് നോക്കണം, ബേസിക് സാലറി ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ തന്നെ അത് ഡിജിറ്റ് ആണോ എന്ന്, അത് രണ്ടാമത്തെ കണ്ടീഷനിൽ പറയുന്നുണ്ട്. സാലറി എന്നുള്ളത് ന്യൂമറിക് ആണോ എന്ന് നോക്കണമെന്ന്. അപ്പോൾ അത് ആ ഒരു ഡാറ്റ ഫോർമാറ്റ് വാലിഡേഷൻ കൂടി മൂന്നാമത്തെ ഫീൽഡിൽ വരുന്നുണ്ട്. നാലാമത്തതും സെലക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ നമുക്കറിയാം, ഒന്നും സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്? 0 എന്നുള്ള വാല്യൂ ആണ് അവിടെ കിട്ടുക. ഡെസിഗ്നേഷൻ =0. മാനേജറാണ് സെലക്ട് ചെയ്തെങ്കിൽ ഡെസിഗ്നേഷൻ 1. അത് ചെക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇഫ് ഈ പറഞ്ഞ ഡെസിഗ്നേഷൻ =0 എന്നാണെങ്കിൽ ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല, യൂസർക്ക് അലർട്ട് മെസ്സേജ് കാണിക്കുക, സെലക്ട് ചെയ്യാൻ പറയുക, അത്രയേ ഉള്ളൂ. ഓരോന്നും അങ്ങനെ തന്നെ. അടുത്തത് അഡ്രസ്സിൽ എന്തെങ്കിലും ഡാറ്റ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അതിൽ അഡ്രസ്സ് ഫോർമാറ്റ് ഒന്നും പറയുന്നില്ല, ഒരു ക്യാരക്ടറെങ്കിലും എംപ്റ്റി ആണോ എന്ന് മാത്രം നോക്കുക, അതും നമുക്ക് പറ്റും. അടുത്തത് ജെൻഡർ. ഇത് ചെക്ക് ചെയ്യണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചെക്ക്ഡ് ആണോ എന്നുള്ളത് നമ്മൾ അറിയണം. ഏതെങ്കിലും ഒരെണ്ണം, അത് ഇഫ് ഇത് ചെക്ക്ഡ് ആണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ഇത് ചെക്ക്ഡ്. അത് 2 ഇഫ് കണ്ടീഷൻ അതിൻ്റെ അകത്ത് വരും. കോഡിലേക്ക് വരുമ്പോൾ ക്ലിയർ ആവും. ഞാൻ ജസ്റ്റ് ഓവർവ്യൂ പറയുന്നേ ഉള്ളൂ. അടുത്തത് ക്വാളിഫിക്കേഷൻ. ഇവിടെ അറിയേണ്ടത് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും യൂസർ ടിക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അതേഴ്സെങ്കിലും ടിക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ടിക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ അതൊരു ലൂപ്പ് വെച്ചിട്ടാണ് ചെയ്യുക. നമ്മളവിടെ കണ്ടു ക്വാളിഫിക്കേഷന് പേര് കൊടുത്ത ക്വാളി ഓഫ് 0, 1, 2, 3 അങ്ങനെ 4 എണ്ണം ഉണ്ട്. ഇതിൽ ഓരോന്നിലും ഏതെങ്കിലും ഒരെണ്ണം ടിക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ ഒരു ഫോർ ലൂപ്പ് എഴുതിയിട്ട് നമ്മളിങ്ങനെ ഇഫ് കണ്ടീഷൻ വെച്ച് ചെക്ക് ചെയ്യും, അത്രയേ ഉള്ളൂ. പിന്നെ ഇമെയിൽ ഐ ഡിയുടെ വാലിഡേഷനാണ്. ഇമെയിൽ ഐ ഡി എംപ്റ്റി ആണോ എന്ന് ആദ്യം നോക്കണം, അത് ഈസി ആയിട്ട് നോക്കാം. പിന്നെ അതിൻ്റെ വാലിഡേഷൻ, അത് ഞാൻ ഒരു പ്രാവശ്യം ക്ലാസ്സിൽ പറഞ്ഞാണ്, എന്നാലും ഒന്നുകൂടെ നമുക്ക് സമയം എന്താ പറയുക, അതും കൂടി പറഞ്ഞിട്ട് വേണം നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ഇത്രയും വാലിഡേഷനാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നെയിം എന്നുള്ളതിൻ്റെ അകത്ത് ഡാറ്റ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചെക്ക്. അതെങ്ങനെ ചെക്ക് ചെയ്യാം? അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. വേരിയബിൾ നെയിം ഈക്വൽ ടു, അതായത് യൂസർ ഈ ഫോമിനകത്ത് എൻ്റർ ചെയ്ത് വെച്ച ആ വാല്യൂ നമുക്ക് ഇവിടെ ഒരു വേരിയബിളിൻ്റെ അകത്ത് കിട്ടണം. അപ്പോൾ അതിനെന്താ ചെയ്യുക? അത് കിട്ടാനായിട്ട് നമ്മൾ ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്താ? ഡോക്യുമെൻറ്റ് ഡോട്ട്. ആ ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് എവിടെയാണ് ഈ നെയിം എൻ്റർ ചെയ്യാനുള്ള ടെക്സ്റ്റ് ഫീൽഡ് ഇരിക്കുന്നത്? ആ ഫോമിനകത്ത്. ഫോമിൻ്റെ പേര് emb form ഡോട്ട്. ഇനി ആ ടെക്സ്റ്റ് ഫീൽഡിൻ്റെ പേരെന്താ? നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ടെക്സ്റ്റ് ഫീൽഡിന് എന്ത് പേരാണ് കൊടുത്തതെന്നുള്ളത് കോഡിൽ നോക്കുക. നെയിം എന്നുള്ളതിന് കൊടുത്ത പേരെന്താ?
ഡോക്യുമെന്റ് ഡോട്ട് ഇ എം ബി ഫോം, ഇ എം ബി ഫോമിനകത്തുള്ള എന്ത്, ഇതിൻ്റെ പേരെന്താണ്, ഇ നെയിം, ഇ നെയിം. അപ്പോൾ ഇ നെയിം ഡോട്ട്, ഇ നെയിം ഡോട്ട്. ഇനി അവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ്, അത് ഏത് ആട്രിബ്യൂട്ടിലാണ് അത് സ്റ്റോർ ചെയ്തിരിക്കുക, വാല്യൂ. അതാണ് നമ്മൾ പറയുന്ന വാല്യൂ. വാല്യൂ എന്നുള്ള ആട്രിബ്യൂട്ടിനകത്താണ് യൂസർ ടൈപ്പ് ചെയ്യുന്ന എന്ത് കണ്ടന്റ് ആണെങ്കിലും വരിക. സ്ട്രിങ് ആണെങ്കിൽ സ്ട്രിങ്, നമ്പർ ആണെങ്കിൽ നമ്പർ. അപ്പോൾ അതിനെ നമ്മൾ സ്ട്രിങ് ആയിട്ട് നമുക്ക് നേരെ കിട്ടുക സ്ട്രിങ് ആയിട്ടാണ്. അത് നെയിം എന്നുള്ള സ്ട്രിങ്ങിലേക്ക് സ്റ്റോർ ചെയ്തു. നെയിം ഈക്വൽ ടു നമ്മുടെ ഡോക്യുമെൻറ്റിനകത്തുള്ള ഇ എം ബി ഫോം എന്ന് പറഞ്ഞ ഫോമിനകത്തുള്ള ഇ നെയിം എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഫീൽഡിൻ്റെ വാല്യൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത് നോക്കിയാൽ മതി, അത് എം ടി ആണോ എന്ന്, നെയിമിൻ്റെ കാര്യത്തിൽ എം ടി ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അതിനെന്താ ഇഫ് കണ്ടീഷൻ. ഇതൊക്കെ സിയിലും സി പി പിയിലും പഠിച്ചതാണ്. എന്താണ് നെയിം ഈക്വൽ ടു, ഇവിടെ സ്ട്രിങ് കമ്പയർ ചെയ്യാൻ സിയിലെ പോലെ strcmp ഫംഗ്ഷൻ ഒന്നും വിളിക്കേണ്ട, നേരെ എല്ലാം അടിക്കുമ്പോൾ ഒന്ന് സ്പേസ് ഇട്ട് അടിക്കുക, കാണാനൊരു ഭംഗിയുണ്ടാവും, അത്രേ ഉള്ളൂ. അല്ലെങ്കിലും വർക്ക് ചെയ്യും. നെയിം ഈക്വൽ ടു എം ടി ആണോ, അതായത് ഒരു എം ടി സ്ട്രിങ് കൊടുത്തിട്ട് കമ്പയർ ചെയ്യുക അല്ലേ, എം ടി ആണോ നോക്കുക. എം ടി ആണെങ്കിൽ എന്ത് വേണം, 2-3 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു ഇഫിൻ്റെ. ഇതിനകത്ത് ആദ്യം ചെയ്യേണ്ടത് എന്താണ്, യൂസർക്ക് ഒരു അലർട്ട് മെസ്സേജ് കൊടുക്കണം അല്ലേ. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ, വിൻഡോ ഡോട്ട് അലർട്ട്, വിൻഡോ ഡോട്ട് അലർട്ട്, അല്ലെങ്കിൽ വെറുതെ അലർട്ട് എന്ന് കൊടുത്താലും ചിലപ്പോൾ വർക്ക് ചെയ്യും. എന്താണ് അലർട്ട് ചെയ്യേണ്ടത്, പ്ലീസ് എൻ്റർ യുവർ നെയിം അല്ല, നെയിം എൻ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതല്ല നമുക്ക് മനസ്സിലായത്. നെയിം ഈക്വൽ ടു എം ടി ആണെന്ന് മനസ്സിലായാൽ എൻ്റർ ചെയ്യാൻ പറയണം. എൻ്റർ യുവർ നെയിം എന്നുള്ള ഒരു അലർട്ട് മെസ്സേജ് കൊടുക്കുക. അപ്പോൾ അത് യൂസർ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി എവിടെയാണ് എൻ്റർ ചെയ്യേണ്ടതെന്നുള്ളത് യൂസറെ നമ്മൾ ഗൈഡ് ചെയ്യണം, അങ്ങോട്ട് ഫോക്കസ് കൊണ്ടുപോകണം. ആ ഫോക്കസ് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന കോഡാണ് അടുത്തത്. ഡോക്യുമെൻറ്റ് ഡോട്ട്, എവിടെയൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഡോക്യുമെൻറ്റിനകത്തുള്ള എംപ്ലോയി ഫോം എന്ന് പറഞ്ഞ ഫോമിനകത്തുള്ള എഫ് നെയിം. ഇത് എഫ് നെയിം എന്ന് കിടന്നുകൊണ്ട് ഞാൻ അവിടെ നെയിം എന്നല്ലേ കൊടുത്തത്, അതുകൊണ്ടാണ് അത് നേരത്തെ ഫോക്കസിൽ വരാതിരുന്നത്. ഓക്കെ, ഞാനിവിടെ കൊടുത്തത് എന്തായിരുന്നു, ഇവിടെ അതിന് പേര് കൊടുത്തത് ഇ നെയിം അല്ല, ഇ നെയിം എന്നാണ് കൊടുത്തത്. പക്ഷേ ഇതിൻ്റെ അത് കിടക്കുന്നത് എഫ് നെയിം എന്നായിരുന്നു, അതുകൊണ്ടാണ് അവിടെ നേരത്തെ അത് വരാതിരുന്നത്. ഓക്കെ, ഇ നെയിം ഡോട്ട് ഫോക്കസ്, ഡോക്യുമെൻറ്റ് ഡോട്ട് നമ്മുടെ എംപ്ലോയി ഫോമിനുള്ള ഇ നെയിം എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഫീൽഡിലേക്ക് ഫോക്കസ് കൊണ്ടുവരിക. ഫോക്കസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷനാണ് കോൾ ചെയ്യുക, അതുകൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കിട്ടിയാൽ അലർട്ട് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നേരെ ഫോക്കസ് ആ ഒരു ഇതിലേക്ക് പോകും. അപ്പോൾ അലർട്ട് മെസ്സേജ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തു. അടുത്ത് നമുക്ക് ഫോക്കസ് അതിലേക്ക് കൊണ്ടുവന്നു. ഇനി എന്ത് ചെയ്യണം, ഇനിയിപ്പോൾ ഫോം കറക്റ്റ് ആണോ, ഇല്ല, എം ടി നെയിമാണ്. അപ്പോൾ അത് അറിയിക്കണം അല്ലേ. നമ്മൾ ഓൺ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കോൾ ചെയ്തത്. ഓൺ സബ്മിറ്റ് വാലിഡേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് അതിനെ കോൾ ചെയ്തത്. അപ്പോൾ ഇത് കറക്റ്റ് അല്ല, കാരണം ഈ ഡാറ്റ വെച്ചിട്ട് സെൻഡ് ചെയ്യാൻ പാടില്ലെങ്കിൽ നമ്മൾ തിരിച്ച് റിട്ടേൺ ചെയ്യേണ്ട എന്താണ്, ഫോൾസ് റിട്ടേൺ ചെയ്യണം അല്ലേ. വാലിഡേഷനിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ, ഇപ്പോൾ നെയിമിൽ കുഴപ്പമുണ്ട്, നെയിം എം ടി ആയിരുന്നു, അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് കോൾ ചെയ്ത സ്ഥലത്തേക്ക് വിടേണ്ടത് എന്താണ്, ഫോൾസ് എന്നുള്ള വാല്യൂ ആണ്. ട്രൂ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഈ ഓൺ സബ്മിറ്റ് ട്രൂ ആവും, ഉടനെ ഈ ഡാറ്റ മുഴുവൻ സെൻഡ് ചെയ്ത് പോകും, തെറ്റായ ഡാറ്റ പോകും. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് ഫോൾസ്. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പിൽ വരുന്നത്, റിട്ടേൺ ഫോൾസ്. എന്തുകൊണ്ടാണ് ഇവിടെ ഫോൾസ് റിട്ടേൺ ചെയ്യുന്നതെന്നുള്ള മനസ്സിലാക്കുക. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്തപ്പോൾ നെയിം ഈക്വൽ ടു എം ടി ആണെന്ന് കണ്ടു. എം ടി ആണെങ്കിൽ അത് ഫോം സബ്മിറ്റ് ചെയ്യാൻ പാടില്ല. സബ്മിറ്റ് ചെയ്യാൻ പാടില്ലെങ്കിൽ ഓൺ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്തത്. അപ്പോൾ അവിടെ റിട്ടേൺ കിട്ടേണ്ട വാല്യൂ ഫോൾസ് ആയിരിക്കണം. വാലിഡേറ്റ് എന്നുള്ള ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ കിട്ടേണ്ട, ഇതാണ് വാലിഡേറ്റ് എന്നുള്ള ഫംഗ്ഷൻ, അതിൽ നിന്ന് റിട്ടേൺ കിട്ടേണ്ട വാല്യൂ ഫോൾസ് ആണെങ്കിലേ സബ്മിറ്റ് ചെയ്യാതിരിക്കുകയുള്ളൂ. ട്രൂ വന്നാൽ സബ്മിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചെക്കിങ് നടത്തി, അത് എം ടി ആയതുകൊണ്ട് അത് എൻ്റർ ചെയ്യാൻ പറഞ്ഞു, ഒരു അലർട്ട് മെസ്സേജ് കൊടുത്തു, ഫോക്കസ് അങ്ങോട്ട് കൊണ്ടുപോയി റിട്ടേൺ ഫോൾസ്. അപ്പോൾ റിട്ടേൺ ഫോൾസ് എന്നുള്ള വാല്യൂ ഇവിടെ വരുമ്പോൾ വീണ്ടും ഈ ഫോം ഡിസ്പ്ലേയിൽ അവിടെ തന്നെ ഉണ്ട്, ഒന്നും പോകുന്നില്ല, ഒന്നും സബ്മിറ്റ് ചെയ്ത് എവിടേക്കും പോയിട്ടില്ല. ഫോക്കസ് മാത്രം അങ്ങോട്ട് വന്നു, ഈ നെയിം എൻ്റർ ചെയ്യുന്ന ആ ഒരു ഇതിലേക്ക്, കൺട്രോളിലേക്ക്, ആ ടെക്സ്റ്റ് ഫീൽഡിലേക്ക് ഫോക്കസ് വന്നു. ഓക്കെ, അപ്പോൾ യൂസർ അവിടെ അത് എൻ്റർ ചെയ്തു എന്ന് വിചാരിക്കുക. അടുത്ത തവണ വീണ്ടും സബ്മിറ്റ് ചെയ്യുമ്പോൾ വീണ്ടും വാലിഡേറ്റിനെ കോൾ ചെയ്യും. ഇവിടെ വരും, ആദ്യം തന്നെ നെയിം നോക്കും. ഇപ്പോൾ ചിലപ്പോൾ യൂസർ നെയിം ഓക്കെ ആക്കിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കേണ്ടത് എന്താണ്, എന്താ നോക്കേണ്ടത്, അടുത്ത ഇഫ് കണ്ടീഷൻ. അടുത്ത നോക്കേണ്ടത് എംപ്ലോയി കോഡിൽ ഡാറ്റ ഉണ്ടോ അല്ലേ. എംപ്ലോയി കോഡിൽ ഡാറ്റ ഉണ്ടോ, സെയിം കോഡ് തന്നെ അല്ലേ, ഇഫ് എന്നുള്ള സെയിം കോഡ് തന്നെയല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ ഇവിടെ നോക്കുക, എംപ്ലോയി കോഡ് എന്നുള്ളത് ഒരു വേരിയബിളിലേക്ക് എടുക്കുക, ഡോക്യുമെൻറ്റ് ഡോട്ട് എംപ്ലോയി ഫോം ഡോട്ട് ഇ കോഡ് ഡോട്ട് വാല്യൂ. അത് എം ടി ആണോ നോക്കുക, സെയിം കാര്യങ്ങൾ തന്നെ, എൻ്റർ
നെയിമിന് പകരം എംപ്ലോയി കോഡ് എന്ന് പറയാം, ഫോക്കസ് എംപ്ലോയി കോഡിലേക്ക് കൊണ്ടുപോവുക, റിട്ടേൺ ഫോൾസ് ചെയ്യുക. ഇതാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇത് തന്നെ ഈ കോഡ് തന്നെ കോപ്പി ചെയ്യുക. പഴയ അതിൽ നിന്ന് നേരെ കോപ്പി ചെയ്യുന്നില്ല, തിരുത്തലുകൾ കാണിച്ചു തരാനാണ്. ഇവിടെ അടുത്ത ചെക്കിംഗ് ആണ്. അടുത്തതിൽ നമുക്ക് കിട്ടേണ്ടത് കോഡാണ്, എംപ്ലോയി കോഡ്. അപ്പോൾ ഞാനതിന് കോഡ് എന്നുള്ള പേര് കൊടുത്തു. കോഡ് ഈക്വൽ ടു ഡോക്യുമെൻറ്റ് ഡോട്ട് എംപ്ലോയി ഫോം ഡോട്ട് ഇ നെയിം അല്ല, എന്താണ് എവിടെത്താണ് കോഡ് കിട്ടേണ്ടത്? ഈ കോഡ് എന്നാണ് ഞാൻ ഇവിടെ നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇവിടെ കോഡ് എൻ്റർ ചെയ്യുന്ന ആ ഒരു കൺട്രോളിന് കൊടുത്ത പേര് ഈ കോഡ് എന്നാണ്. ഈ കോഡ് ഡോട്ട് വാല്യൂ, അതിൻ്റെ വാല്യൂ യൂസർ എൻ്റർ ചെയ്ത വാല്യൂ നമുക്ക് കോഡ് എന്നുള്ള പേരിൽ ഇവിടെ കിട്ടി. ഇനി അത് എം ടി ആണോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ നെയിം കോപ്പി എടുത്തെടുത്ത് നെയിം എന്നാണ് കിടക്കുന്നത്, അത് മാറ്റി എന്താക്കണം, കോഡ്. ഇവിടെ നമ്മൾ വെച്ച ഈ വേരിയബിളിൻ്റെ പേര് കോഡ് ഈക്വൽ ടു എം ടി ആണോ എന്ന് നോക്കുക. എം ടി ആണെങ്കിൽ, ഇഫ് ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യണം, വിൻഡോ ഡോട്ട് അലർട്ട് പ്ലീസ് എൻ്റർ യുവർ നെയിം എന്നുള്ളടത്ത് എംപ്ലോയി കോഡ്, എംപ്ലോയി കോഡ് പ്ലീസ് എൻ്റർ എംപ്ലോയി കോഡ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോഴും സെയിം പ്രൊസീജിയർ തന്നെ. പിന്നെ എങ്ങോട്ടാണ് ഫോക്കസ് വരേണ്ടത്? നെയിം എൻ്റർ ചെയ്യുന്ന സ്ഥലത്തേക്കല്ല, എവിടെയാണ് തെറ്റിയത് അവിടേക്ക്. അപ്പോൾ ഡോക്യുമെൻറ്റ് ഡോട്ട് എംപ്ലോയി ഫോം ഡോട്ട് ഈ നെയിമിന് പകരം ഈ കോഡ് എന്നുള്ള ടെക്സ്റ്റ് ഫീൽഡിലേക്ക് ഫോക്കസ് വരണം. ഈ കോഡ് എന്നുള്ള ടെക്സ്റ്റ് ഫീൽഡ് ഇവിടെ രണ്ടാമത്തെ ഇതിലുണ്ട്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് നെയിം ഈക്വൽ ടു ഈ കോഡ് എൻ്റർ ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അതിലേക്ക് ഫോക്കസ് കൊണ്ടുവന്നു. റിട്ടേൺ ഫോൾസ്, വീണ്ടും ഫോൾസ്, കാരണം എന്താണ്, കോഡ് എൻ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ ഫോൾസ് വരുമ്പോൾ വീണ്ടും ഇവിടെ സബ്മിറ്റ് ചെയ്ത് പോവില്ല, വീണ്ടും ഈ ഫോം തന്നെ വന്നു നിൽക്കും. ഫോക്കസ് പക്ഷേ എവിടെയായിരിക്കും, എംപ്ലോയി കോഡ് എൻ്റർ ചെയ്യുന്ന സ്ഥലത്തായിരിക്കും. ഓക്കെ, അപ്പോൾ അതും ഓക്കെ ആയി. ഇനി അടുത്ത തവണ വീണ്ടും സബ്മിറ്റ് അടിക്കുകയാണ്, അപ്പോഴേക്കും എംപ്ലോയി കോഡ് അയാൾ അടിച്ചു എന്ന് വിചാരിക്കുക. അടുത്ത ചെക്ക് ചെയ്യേണ്ടതാണ് എംപ്ലോയി കോഡ് കഴിഞ്ഞു. അടുത്തത് ബേസിക് സാലറിയാണ്. ബേസിക് സാലറിയിൽ നമുക്ക് രണ്ട് ചെക്കിംഗ് ഉണ്ട്. എല്ലാ ഫീൽഡും റിക്വയർഡ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് എം ടി ആണോ എന്നൊരു ചെക്കിംഗ് ഉണ്ട്. പിന്നെ സാലറിയുടെ കേസിൽ പ്രത്യേകം വേറൊരു ചെക്കിംഗ് കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ന്യൂമറിക് ആണോ എന്ന് അറിയണം. അതായത് എന്തെങ്കിലും ABCD അടിച്ചാൽ പോരാ, സാലറി എന്ന് പറയുന്ന ന്യൂമറിക് വാല്യൂ തന്നെ അടിക്കണം. അപ്പോൾ ആദ്യം എം ടി ആണോ എന്നുള്ളത് ബേസിക് വാലിഡേഷൻ എന്ന് നമ്മൾ പഠിച്ചു. രണ്ടാമത്തത് ഡാറ്റ ഫോർമാറ്റ് വാലിഡേഷൻ, ന്യൂമറിക് ആണോ എന്ന് നോക്കുക എം ടി അല്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ചെക്കിംഗ് ആണ് സാലറിയുടെ കേസിൽ വരിക. അപ്പോൾ നമുക്കത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതെന്ന് നോക്കാം. സാലറി, അടുത്ത സാലറി എടുക്കാനായിട്ട് നമ്മൾ ഒരു വേരിയബിൾ വെച്ചു, വേരിയബിൾ സാലറി ഈക്വൽ ടു, ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം. അടുത്ത ചെക്കിങ്ങിന് വേണ്ടി വേരിയബിൾ സാലറി ഈക്വൽ ടു ഡോക്യുമെൻറ്റ് ഡോട്ട് എംപ്ലോയി ഫോം ഡോട്ട് ബേസിക് സാലറി. ഇവിടെയൊക്കെ നമ്മൾ നെയിം ഈ കോഡ് എന്നാണെങ്കിൽ അടുത്ത് എടുക്കുന്നത് ബി സാലറി ഡോട്ട് വാല്യൂ. സാലറി എന്നുള്ള ഈ ഒരു വേരിയബിളിലേക്ക് നമുക്ക് സാലറിയിൽ എൻ്റർ ചെയ്ത സംഭവം കിട്ടി. ഇനി അതെന്താ നോക്കേണ്ടത്, രണ്ട് കാര്യം നോക്കണം. ഒന്ന്, എം ടി ആണോ എന്ന് ഈ ഒരു കണ്ടീഷൻ ഇഫ് വെച്ചിട്ട് ചെക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അത് അലർട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്പർ ആണോ ഉള്ളത് നോക്കണം. അപ്പോൾ നമ്മുടെ ഇഫ് കണ്ടീഷനിൽ രണ്ടെണ്ണം വരും. ഒന്നുകിൽ എം ടി ആണോ എന്നുള്ളത് നോക്കുക, എം ടിയും ആവാൻ പാടില്ല, എന്താ പറയുക, നമ്പർ അല്ലാത്ത ഡാറ്റയും ആവാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആ ഇഫ് കണ്ടീഷൻ എങ്ങനെ എഴുതാം? ഇഫ് സാലറി ഈക്വൽ ടു എം ടി ഓർ, ഇനി എം ടി അല്ലാന്ന് വിചാരിക്കുക, ഓർ, ഈ സിമ്പിൾ എന്താ, ഓർ. നിങ്ങൾ ഒരു സീലൊക്കെ പഠിച്ചാൽ അതേ ഓർ സിമ്പിൾ തന്നെ, ആ പൈപ്പ് സിമ്പിൾ രണ്ടെണ്ണം. ഈസ് നോട്ട് എ നമ്പർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട് ജാവാസ്ക്രിപ്റ്റിൽ. ഈസ് NaN എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് എ നമ്പർ. ഏത്, സാലറി എന്ന് പറഞ്ഞ് നമ്മൾ ഈ വേരിയബിളിൽ വെച്ചിരിക്കുന്ന ഡാറ്റ നമ്പർ ആണോ, നമ്പർ അല്ലെങ്കിൽ ഈസ് നോട്ട് എ നമ്പർ, നമ്പർ അല്ലെങ്കിൽ ട്രൂ വരും. ഓക്കെ, അപ്പോൾ നമ്പർ അല്ലെങ്കിൽ സാലറി മുഴുവനായിട്ട് എം ടി ആണെങ്കിലും ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും വന്നാൽ എന്ത് ചെയ്യണം, എൻ്റർ യുവർ ബേസിക് സാലറി എന്നുള്ള മെസ്സേജ് കാണിക്കണം. ഫോക്കസ് ബേസിക് സാലറിയിലേക്ക് പോകണം, റിട്ടേൺ ഫോൾസ് ചെയ്യണം. ഈ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ചെക്കിംഗ് ആണ്. ഒന്ന്, ഇഫ് സാലറി ഈക്വൽ ടു ഇടുമ്പോൾ ഡബിൾ ഈക്വൽ ടു മറന്നു പോകരുത്, കമ്പാരിസൺ ആണ്. സാലറി ഈക്വൽ ടു എന്താണ്, എം ടി ആണോ എന്നുള്ള ഒരു ചെക്കിങ്. ഓർ, ഇനി എം ടി അല്ലെങ്കിൽ രണ്ട് പൈപ്പ് സിമ്പിൾ കൊടുക്കുക. അടുത്തത് എന്താണ്, സാലറി. അടുത്തത് ഈസ് നോട്ട് എ നമ്പർ, ഈസ് NaN, ഇങ്ങനെയാണ് ആ ഫംഗ്ഷൻ. നോട്ട് എ നമ്പർ, ഈസ് NaN, ക്യാപ്സിലൊക്കെ നോക്കുക. ഏത് നമ്പറാണോ നോക്കേണ്ടത്, ഏതാണ്, ഈ സാലറി എന്ന വേരിയബിളിൽ നമുക്ക് കിട്ടിയ
ആ വാല്യൂ, അതായത് സാലറി എൻ്റർ ചെയ്യുന്ന ടെക്സ്റ്റ് ഫീൽഡിൽ യൂസർ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ABCD വല്ലതും അടിച്ചിട്ടുണ്ടോ, ആൽഫബറ്റ്സ് വല്ലതും അടിച്ചിട്ടുണ്ടോ എന്നറിയാനാണ് ഇത് നോക്കുന്നത്. ഈ രണ്ട് കണ്ടീഷനും വെച്ചു. ഇതിലേതെങ്കിലും വന്നാൽ എന്ത് ചെയ്യണമെന്നുള്ളത് നമ്മൾ ബ്രാക്കറ്റിനകത്ത് പറയും. അത്രയേ ഉള്ളൂ. എന്ത് ചെയ്യണം? നേരത്തെ ചെയ്യുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെ. എന്താണ്? വിൻഡോ ഡോട്ട് അലർട്ട്. എന്താ വേണ്ടത്? സാലറിയുടെ കേസിൽ അലർട്ട്, വെറുതെ അലർട്ട് എന്ന് എഴുതിയാലും വർക്ക് ചെയ്യും. ഓക്കെ, Ctrl+C. ഓക്കെ, അലർട്ട് എന്നോ വിൻഡോ ഡോട്ട് അലർട്ട് എന്നോ ഏത് വേണേൽ കൊടുക്കാം. വിൻഡോ ഡോട്ട് അലർട്ട്, പ്ലീസ് എൻ്റർ യുവർ ബേസിക് സാലറി. കറക്റ്റായിട്ട് എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. അതിൽ ഏത് രണ്ട് കണ്ടീഷനും ചെക്കിംഗ് ഉണ്ട്. ഇതിൽ ആദ്യത്തെ പറയുന്നത് ബേസിക് ഫോം വാലിഡേഷനും, രണ്ടാമത്തത് സാലറി ഡിജിറ്റ് ആണോ എന്നുള്ള, നമ്പർ ആണോ എന്നുള്ള വാലിഡേഷൻ, അതായത് ഡാറ്റ ഫോർമാറ്റ് വാലിഡേഷനാണ്. അത് ഓർക്കുക. സാലറിയുടെ കേസിൽ രണ്ട് വാലിഡേഷൻ ചെയ്യാൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടും കൂടെ ഒറ്റ ഇഫ് കണ്ടീഷനിൽ ഓറിട്ട് കൊടുത്തു. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ വാലിഡ് ആയിട്ടുള്ള ഡാറ്റ അല്ല. empty അല്ലായിരിക്കാം, പക്ഷേ അതിൻ്റെ അകത്ത് അടിച്ചു വെച്ചിരിക്കുന്നത് ആൽഫബറ്റ്സ് ആണെങ്കിൽ അത് സാലറി അല്ല. ഓക്കെ, ഇനി empty ആണെങ്കിൽ രണ്ടാമത്തെ നോക്കിയോ വേണ്ട. empty ആണെങ്കിലും ഓർ കണ്ടീഷൻ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ ഇത് വർക്ക് ചെയ്യും. ബേസിക് സാലറി എൻ്റർ ചെയ്യാൻ അലർട്ട് മെസ്സേജ് വരും. ഡോക്യുമെൻറ്റ് ഡോട്ട് എംപ്ലോയി ഫോം ഡോട്ട് ബി സാലറി ഡോട്ട് ഫോക്കസ്, സാലറി എൻ്റർ ചെയ്യാനുള്ള ടെക്സ്റ്റ് ഫീൽഡിലേക്ക് ഫോക്കസ് കൊണ്ടുവരിക. റിട്ടേൺ ഫോൾസ്. എപ്പോഴും ഇവിടെ റിട്ടേൺ ഫോൾസ് വരും. ഓൺ സബ്മിറ്റിൽ ഫോൾസ് വാല്യൂ വന്നു കഴിഞ്ഞാൽ ഡാറ്റ എവിടേക്കും പോവില്ല. ഫോക്കസ് ഇപ്പോൾ എവിടെയാണോ സെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവിടേക്ക് വരും. സാലറി സെറ്റ് ചെയ്യാനുള്ള ഈ ഇൻപുട്ട് ഫീൽഡിൽ ഫോക്കസ് വരും. യൂസർ അവിടെ കറക്റ്റായിട്ടുള്ള ഡാറ്റ എൻ്റർ ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ അതും കഴിഞ്ഞു. ആ ചെക്കിങ്ങും കഴിഞ്ഞാൽ, ഈ ചെക്കിങ് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? അടുത്ത നമ്മുടെ ഫോമിലുള്ളത് സാലറി കഴിഞ്ഞു. ഇനി ഡെസിഗ്നേഷനാണ്. ഓക്കെ, ഡെസിഗ്നേഷൻ ഏതെങ്കിലും സെലക്ട് വേണമെന്നായിരിക്കണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അത് ബൈ ഡിഫോൾട്ട് വരുന്നതാണല്ലോ ഏറ്റവും ആദ്യത്തത്. പക്ഷെ ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല. താഴേക്ക് ഏതെങ്കിലും സെലക്ട് ചെയ്താലേ അത് സെലക്ട് ആയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് ഇങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ സെലക്ട് വണ്ണാണ്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്ത കോഡൊന്ന് നമുക്ക് നോക്കാം. അവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ആ ഒരു സെലക്ഷനിൽ എന്താ ചെയ്തിരിക്കുന്നത്? അതിൻ്റെ പേര് ഡെസിഗ് എന്നാണ്, ഡെസിഗ്. അതിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഇവിടെ ഉണ്ട് സെലക്ട് വൺ, മാനേജർ, അക്കൗണ്ടൻറ്റ്, പ്യൂൺ. അതിലൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ കിട്ടുന്ന വാല്യൂ, അതായത് സെലക്ട് വൺ എന്ന് തന്നെയാണ് ഇപ്പോഴും സെലക്ഷൻ ഇരിക്കുന്നതെങ്കിൽ കിട്ടുന്ന വാല്യൂ ഡെസിഗ്നേഷൻ്റെ വാല്യൂ ആയിട്ട് കിട്ടുക 0 ആയിരിക്കും. അക്കൗണ്ടൻ്റ് ആണ് സെലക്ട് ചെയ്തെങ്കിൽ ഡെസിഗ്നേഷൻ്റെ വാല്യൂ ആയിട്ട് കിട്ടുക 2 ആയിരിക്കും. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിൽ അത് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? അടുത്ത ഇഫ് സ്റ്റേറ്റ്മെൻറ്റിന് മുമ്പ് അത് എടുക്കണം നമുക്ക്, അല്ലേ? വേരിയബിൾ ഒരെണ്ണം എടുക്കണം. അവിടെ ഉണ്ട്, അവിടുത്തെ വാല്യൂ നമുക്ക് കിട്ടണം, സെലക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അത് നമ്മൾ എന്ത് കൊടുക്കാം? എന്തെങ്കിലും ഒരു DSG എന്ന് എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. അതാ DSG ഈക്വൽ ടു document dot employee form dot desig. അതാണ് നമ്മൾ ആ സെലക്ട് എന്ന് പറഞ്ഞ കൺട്രോളിൽ കൊടുത്ത പേര്. ഡോട്ട് വാല്യൂ ഏതാണോ സെലക്ട് ചെയ്തത് അതിനനുസരിച്ച് മാറും. ഒന്നും സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ സെലക്ട് വൺ എന്നുള്ളതിൻ്റെ വാല്യൂ, ഇപ്പോൾ സെലക്ഷനിൽ ഇരിക്കുന്നത് അങ്ങനെയാണല്ലോ ഡീഫോൾട്ട്. ഇപ്പോൾ 0 എന്നുള്ള വാല്യൂ DSG എന്നുള്ള വേരിയബിളിലേക്ക് കിട്ടും. അല്ലെങ്കിൽ ഏതാണോ സെലക്ട് ചെയ്തത് അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻഡെക്സ് കിട്ടും. ആദ്യത്തേതാണെങ്കിൽ മാനേജർ എന്നുള്ളത് 1, മറ്റേത് 2, അടുത്തത് 3, അങ്ങനെയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് എന്ത് ചെക്ക് ചെയ്താൽ മതി? ഇഫ് കണ്ടീഷനിൽ സിമ്പിൾ, നേരെ കോപ്പി എടുക്കാം. എന്ത് ചെക്ക് ചെയ്താൽ മതി? DSG എന്നുള്ളത് 0 ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. 0 ആണെങ്കിൽ യൂസർ ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല, ആദ്യമേ കിടക്കുന്ന സെലക്ട് വൺ എന്നുള്ള ഒരു ഓപ്ഷൻ ഇത് തന്നെയാണ് ഇപ്പോഴും സെലക്ട് ആയി കിടക്കുന്നത്. ഡെസ്റ്റിനേഷൻ ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനുള്ള കോഡ് എടുക്കുക. ഇഫ് DSG എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ എടുത്തത്? ഡോക്യുമെൻറ്റ് ഡോട്ട് എംപ്ലോയി ഫോമിനകത്തുള്ള ഡെസിഗ് എന്ന് പറഞ്ഞാൽ സെലക്ട് കൺട്രോളിൻ്റെ വാല്യൂ. അപ്പോൾ യൂസർ എന്താണോ സെലക്ട് ചെയ്തത് അതിൻ്റെ വാല്യൂ ഇവിടെ കിട്ടും. അതാണ് DSG. അതിപ്പോഴും 0 ആണെന്ന് പറഞ്ഞാൽ അർത്ഥം യൂസർ അതിലൊരു സെലക്ഷൻ നടത്തിയില്ല, നേരത്തെ തന്നെ ഇരിക്കുന്ന സെലക്ട് വൺ ഈ കണ്ടീഷനിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നതെന്ന് പറയും. ഏതെങ്കിലും ഒരെണ്ണം മാറ്റിയിട്ടുണ്ടെങ്കിൽ, മാനേജർ ആക്കിയിട്ടുണ്ടെങ്കിൽ DSGയുടെ വാല്യൂ 1 എന്ന് കിട്ടും. അക്കൗണ്ടൻ്റ് എന്നാക്കിയിട്ടുണ്ടെങ്കിൽ DSGയുടെ വാല്യൂ 2 എന്ന് കിട്ടും. അപ്പോൾ നമ്മളിവിടെ 0 ആണെങ്കിലാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറയേണ്ടത്. അപ്പോൾ നമ്മൾ അലർട്ട് ചെയ്തു, പ്ലീസ് സെലക്ട് യുവർ ഡെസിഗ്നേഷൻ.
എന്നിട്ട് ഫോക്കസ് എങ്ങോട്ട് കൊണ്ടുവരണം, ഡോക്യുമെൻറ്റ് ഡോട്ട് എംപ്ലോയി ഫോം ഡോട്ട് ഡെസിഗ്, അതാണ് അതിൻ്റെ പേര്, ആ സെലക്ഷൻ്റെ പേര് അതാണ്, ഡോട്ട് ഫോക്കസ് അങ്ങോട്ട് കൊണ്ടുവരിക, റിട്ടേൺ ഫോൾസ്, പഴയ പോലെ തന്നെ റിട്ടേൺ ഫോൾസ്. അപ്പോൾ ഇവിടെ ഈ ഓൺ സബ്മിറ്റിൽ ഫോൾസ് വരും, സാധാരണ പോലെ തന്നെ പേജ് അവിടെ നിൽക്കും. ഫോക്കസ് ഡെസിഗ്നേഷൻ എൻ്റർ ചെയ്യാനുള്ള ഈ കൺട്രോളിലായിരിക്കും ഫോക്കസ് വന്ന് നിൽക്കും. ഓക്കെ, അടുത്തത് ടെക്സ്റ്റ് ഏരിയ അല്ലേ. അടുത്ത നമ്മുടെ ഇതിൽ വരുന്നത് എന്താണ്, ടെക്സ്റ്റ് ഏരിയ. ഇതും ഓക്കെ ആയി കഴിഞ്ഞാൽ യൂസർ ടെക്സ്റ്റ് ഏരിയയിൽ എന്തെങ്കിലും എൻ്റർ ചെയ്യുന്നുള്ളത് നോക്കണം. അതിനുള്ള കോഡ് ഞാനിവിടെ നേരെ എടുക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. എന്താണ് നമ്മളതിന് പേര് കൊടുത്തതെന്നാണ്, അഡ്രസ് അല്ലേ. ആ ടെക്സ്റ്റ് ഏരിയക്ക് കൊടുത്ത പേര് താഴെ പോയി നോക്കുക. ടെക്സ്റ്റ് ഏരിയ നെയിം ഈക്വൽ ടു ADDR. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ കോഡിനകത്ത് അഡ്രസ് ഡോട്ട് വാല്യൂ അതൊരു വേരിയബിളിലേക്ക് എടുക്കുക. ആ ADDR എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് തന്നെ എടുത്തു. കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ R ഇവിടെ നിന്ന് ഒഴിവാക്കാം, കാരണം രണ്ടിൻ്റെ പേര് ഒന്ന് തന്നെ, വേരിയബിളിൻ്റെ പേര് ആഡെന്നും നമ്മുടെ ഫോമിനകത്ത് ആ ഒരു ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ പേര് നെയിം കൊടുത്തിരിക്കുന്നത് ADDR എന്നാണ്. അപ്പോൾ അതിൽ കിട്ടിയിരിക്കുന്ന വാല്യൂ, അതായത് യൂസർ ടൈപ്പ് ചെയ്ത് വെച്ച വാല്യൂ ഇവിടേക്ക് എടുത്തു. അത് എം ടി ആണെങ്കിൽ അഡ്രസ്സ് എൻ്റർ ചെയ്യാൻ പറയണം, ഫോക്കസ് അങ്ങോട്ട് അഡ്രസ്സിലേക്ക് ഫോക്കസ്, അഡ്രസ് ഡോട്ട് ഫോക്കസ് കൊണ്ടുപോകണം, റിട്ടേൺ ഫോൾസ് ചെയ്യണം. സെയിം പ്രൊസീജിയർ ആയതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സെയിം അതങ്ങനെ തന്നെ കോപ്പി എടുത്തു. നമ്മൾ അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതാണ്. ഓക്കെ, അടുത്തത് ആഡ് എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് അഡ്രസ്സിൽ എൻ്റർ ചെയ്ത വാല്യൂ എടുത്തു. അത് എം ടി ആണെങ്കിൽ പ്ലീസ് പ്രൊവൈഡ് യുവർ അഡ്രസ്സ് എന്ന് അലർട്ട് മെസ്സേജ് ചെയ്തു. അവിടേക്ക് അഡ്രസ്സ് ഫോക്കസ് കൊണ്ടുവന്നു, റിട്ടേൺ ഫോൾസ് കൊടുത്തു. അതും ഓക്കെ. അടുത്തത് തുടങ്ങി കുറച്ച് ശ്രദ്ധിച്ചിരിക്കുക. അടുത്തത് എന്താണ്, അടുത്തത് നമുക്ക് നോക്കേണ്ടത് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ കേസിൽ ഒന്നും ചെക്ക്ഡ് അല്ല, നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ അവിടേക്ക് സെലക്ഷൻ വരുന്നുള്ളൂ അല്ലേ. മെയിൽ ഫീമെയിൽ രണ്ടും സെലക്റ്റഡ് അല്ല. അത് നമുക്ക് എങ്ങനെ അറിയാം, സെലക്റ്റഡ് ആയതിനെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് ഈ കോഡ് നോക്കുക. ഇവിടെ ജെൻഡ് എന്നാണല്ലോ നമ്മൾ അതിന് പേര് കൊടുത്ത ജെൻഡ്, ഈ വേരിയബിളിൻ്റെ പേര് ജെൻഡ്. എന്നിട്ട് അതിലേക്ക് എന്ത് കൊണ്ടുവന്നു, ഡോക്യുമെൻറ്റ് ഡോട്ട് എംപ്ലോയി ഫോം ഡോട്ട് ജെൻഡർ. ജെൻഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത് ഏതിനാണ്, ജെൻഡർ എൻ്റർ ചെയ്യാനുള്ള 2 റേഡിയോ ബട്ടണും പേര് കൊടുത്തത് ജെൻഡർ എന്നാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അത് ഒരു അറേ ആയിട്ട് അത് വർക്ക് ചെയ്യും. രണ്ടും രണ്ടാണല്ലോ ആക്ച്വലി. അപ്പോൾ ജെൻഡർ ഓഫ് 0യും ജെൻഡർ ഓഫ് 1ഉം അല്ല ഏതെങ്കിലും ഒരെണ്ണം ചെക്ക്ഡ് ആണെങ്കിൽ അതിങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുക. ജെൻഡർ ഓഫ് 0 ചെക്ക്ഡ് ആണോ, ജെൻഡർ ഓഫ് 0 ഡോട്ട് ചെക്ക്ഡ്, ഇഫ് ജെൻഡർ ഓഫ് 0 ഡോട്ട് ചെക്ക്ഡ് ഓർ ജെൻഡർ ഓഫ് 1 ഡോട്ട് ചെക്ക്ഡ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചെക്കായോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വേരിയബിൾ, വെറുതെ ഒരു വേരിയബിൾ ഞാനിവിടെ ചെക്ക് ഫോൾസ് എന്ന് വെച്ച് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ CHK ഈക്വൽ ടു ട്രൂ എന്നാക്കി. ഇത് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ നോക്കി CHK ഈക്വൽ ടു ഫോൾസ് ആണ്. ഫോൾസ് ആണെങ്കിൽ എന്താ അർത്ഥം, ഈ കണ്ടീഷൻ വർക്ക് ചെയ്തിട്ടില്ല, ട്രൂ ആകുന്ന ഈ കണ്ടീഷൻ, അതായത് രണ്ടും ചെക്ക് ചെയ്തിട്ടില്ല. ചെക്ക്ഡ് എന്നാണ് അതിനെ പറയുക കേട്ടോ. നമ്മൾ റേഡിയോ ബട്ടൺ എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിലും അതിന് ഉപയോഗിക്കുന്ന പേര് ഇവിടെ അത് സെലക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ ഉപയോഗിക്കുന്ന പേര് ചെക്ക്ഡ് എന്നാണ്. അപ്പോൾ ജെൻഡർ രണ്ടും 2 റേഡിയോ ബട്ടണാണ്, രണ്ടിനും ഒരേ പേര് നമ്മൾ കൊടുത്തു, ജെൻഡർ എന്ന് കൊടുത്തു. അപ്പോൾ അതിലുള്ള വാല്യൂ നമ്മൾ ജെൻഡർ എന്ന് പറഞ്ഞിട്ട് ഒറ്റ വേരിയബിളിലേക്ക് എടുക്കുമ്പോൾ അതൊരു അറേ ആയിട്ടാണ് കിട്ടുക. കാരണം 2 എണ്ണം ഉണ്ട്, ജെൻഡർ എന്നുള്ള പേരിൽ 2 എണ്ണം ഉണ്ട്, മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. അപ്പോൾ അതൊരു അറേ ആയിട്ടാണ് ജെൻഡർ എന്ന് പറഞ്ഞ പേര് കിട്ടുക. ജെൻഡർ ഓഫ് 0 എന്നും ജെൻഡർ ഓഫ് 1 എന്നും പറഞ്ഞു കിട്ടും. ജെൻഡർ ഓഫ് 0 എന്ന് പറയുന്നത് മെയിലും ജെൻഡർ ഓഫ് 1 എന്ന് പറയുന്നത് ഫീമെയിലും. ഇതിൽ ഏതാ ക്ലിക്ക് ചെക്ക് ചെയ്തതെന്നല്ല നമുക്കറിയേണ്ടത്, ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അതറിയാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഇഫ് കണ്ടീഷൻ വെച്ചു. ഇഫ് ജെൻഡർ ഓഫ് 0 ചെക്ക്ഡ് ഓർ ജെൻഡർ ഓഫ് 1 ചെക്ക്ഡ്. അങ്ങനെയാണെങ്കിൽ ചെക്ക്ഡ് എന്നുള്ള വാല്യൂ നമ്മൾ ട്രൂ ആക്കി, അല്ലെങ്കിൽ അതിൻ്റെ ഡീഫോൾട്ട് വാല്യൂ എന്തായിരുന്നു, ആദ്യം കൊടുത്ത വാല്യൂ ഫോൾസ് ആയിരുന്നു. ഇനി അതിനുശേഷം ഒരു ഇഫ് കണ്ടീഷൻ വെച്ചു, ചെക്ക് ഈക്വൽ ടു ഫോൾസ് ആണ്. ഫോൾസ് ആണോ എന്ന് പറഞ്ഞാൽ അർത്ഥം ഇവിടെ കൊടുത്ത വാല്യൂ മാറ്റമില്ലാതെ ഇപ്പോഴും തുടരുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ, ഈ വാല്യൂ തന്നെ ഇപ്പോഴും ഉണ്ടെങ്കിൽ അർത്ഥം ഈ ഒരു ഇഫ് കണ്ടീഷൻ ട്രൂ ആയിട്ടില്ല, രണ്ടും ചെക്ക് ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഒരെണ്ണം ചെക്ക് ചെയ്തിരുന്നെങ്കിൽ ഇത് ട്രൂ ആയേനെ. ഓക്കെ, അപ്പോൾ ഫോൾസ് ആണെങ്കിൽ ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല എന്നർത്ഥം. അപ്പോൾ പ്ലീസ് സെലക്ട് ജെൻഡർ
റിട്ടേൺ ഫോൾസ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് റിട്ടേൺ ചെയ്തു. ഇതിലെനിക്ക് തോന്നുന്നു ഫോക്കസ് നമുക്ക് കറക്റ്റായിട്ട് അവിടേക്ക് കൊടുക്കാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. കാരണം രണ്ടും രണ്ട് എലമെൻറ്റ്സ് അല്ലേ. അപ്പോൾ ഏതിലേക്ക് ഫോക്കസ് കൊടുക്കും? മെയിലിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ആരാണ് വന്നിരിക്കുന്ന ആൾ മെയിലാണോ ഫീമെയിലാണോ എന്ന് അറിയാത്തത് കൊണ്ട് നമുക്ക് ഫോക്കസ് മെയിലിലേക്കോ ഫീമെയിലിലേക്കോ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഫോക്കസ് സെറ്റ് ചെയ്യുന്നില്ല, പകരം റിട്ടേൺ ഫോൾസ് എന്ന് പറഞ്ഞു വരും. നമ്മൾ കാണിക്കുന്ന മെസ്സേജിൽ കാണിക്കുന്നുണ്ട് സെലക്ട് ജെൻഡർ എന്ന് കാണിക്കുമ്പോൾ യൂസർക്ക് അറിയാം എവിടെയാണ് ജെൻഡർ, അത് മെയിലോ ഫീമെയിലോ എന്നുള്ള ഏതെങ്കിലും ഒരെണ്ണം ടിക്ക് ചെയ്യും. ഇതൊന്നുകൂടെ നോക്കുക, ഇത് ചെക്കിംഗ് പർപ്പസിന് വേണ്ടി വെക്കുന്ന വേരിയബിളാണ്. അത് ഇനിഷ്യലി ഫോൾസ് എന്നുള്ള വാല്യൂ കൊടുത്തു. ബൂളിയൻ വേരിയബിൾ അല്ലേ, ട്രൂവും ഫോൾസും മാത്രം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയബിൾ. അടുത്തത് സാധാരണ ഒരു ടെക്സ്റ്റ് വേരിയബിൾ ജെൻഡർ, അതിലേക്ക് ഡോക്യുമെന്റ് ഡോട്ട് എംപ്ലോയി ഫോം ഡോട്ട് ജെൻഡർ. അപ്പോൾ എംപ്ലോയി ഫോമിൽ ജെൻഡർ എന്നുള്ള പേരിൽ രണ്ട് റേഡിയോ ബട്ടൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ജെൻഡർ എന്നുള്ളത് സാധാരണ ഒരു വേരിയബിൾ അല്ല, ഒരു അറയാണ്. അപ്പോൾ അറയിൽ രണ്ട് എലമെൻറ്റ്സ് കാണും, ജെൻഡർ ഓഫ് 0യും ജെൻഡർ ഓഫ് 1ഉം. അതിൽ ജെൻഡർ ഓഫ് 0 ചെക്ക്ഡ് ആണോ അല്ലെങ്കിൽ ജെൻഡർ ഓഫ് 1 ചെക്ക്ഡ് ആണോ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഓറാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ ഒരെണ്ണം ചെക്ക്ഡ് ആയാൽ CHK എന്നുള്ളതിൻ്റെ വാല്യൂ എന്താക്കുന്നുണ്ട്, ട്രൂ ആക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ചെക്ക് ചെയ്യുകയാണ് ഇഫ് CHK ഈക്വൽ ടു ഫോൾസ്. സ്റ്റിൽ CHK ഈസ് ഫോൾസ് ആണെങ്കിൽ എന്താ അർത്ഥം? ആദ്യം കൊടുത്ത വാല്യൂ മാറിയിട്ടില്ല, അതായത് ഈ ഇഫ് കണ്ടീഷൻ വർക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ അർത്ഥം ജെൻഡർ ഓഫ് 0യും ടിക്ക് ചെയ്തിട്ടില്ല, ജെൻഡർ ഓഫ് 1ഉം സെലക്ട് ചെയ്തിട്ടില്ല, മെയിലും സെലക്ട് ചെയ്തിട്ടില്ല, ഫീമെയിലും സെലക്ട് ചെയ്തിട്ടില്ല, എങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യാതിരിക്കുകയുള്ളൂ. ഫോൾസ് ആണെങ്കിൽ എന്ത് പറയണം? സെലക്ട് ജെൻഡർ എന്ന് പറയണം. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചെക്കിങ് നമുക്ക് നമ്മൾ അഡ്രസ്സിൻ്റെ മാത്രമേ ഇങ്ങോട്ട് എടുത്തോളൂ അല്ലേ. ഇത് ഞാൻ അവിടേക്ക് നേരെ കോപ്പി ചെയ്യാണ്. നമ്മളിവിടെ അഡ്രസ്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ജെൻഡർ ചെക്കിംഗ് ആണ്. ഞാനിവിടെ വെച്ചു. ജെൻഡർ ഈക്വൽ ടു ഡോക്യുമെൻ്റ് ജെൻഡർ 0 ചെക്കഡ് ആണോ 1 ചെക്കഡ് ആണോ നോക്കിയാണെങ്കിൽ ട്രൂ ആക്കി, അല്ലെങ്കിൽ പഴയ ഫോൾസ് ഉണ്ടാവും. ഫോൾസ് ആണെങ്കിൽ ജെൻഡർ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ആ ഫോമിൽ ചെക്ക് ചെയ്യാനുള്ളത്, ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒന്ന് ടിക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണം. ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാവണം. ചെക്ക് ബോക്സിൽ ഏതെങ്കിലും ഒരെണ്ണം ചെക്കഡ് ആയിരിക്കണം. അതിന് നമ്മൾ ചെയ്യുക നേരത്തെ പോലെ വേണമെങ്കിൽ ചെയ്യാം. ഈ ജെൻഡർ ഓഫ് 0 ജെൻഡർ ഓഫ് 1 ഇത് രണ്ടെണ്ണം മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് ഓറിട്ട് എഴുതാൻ എളുപ്പമുണ്ട്. പക്ഷേ അടുത്തതിൻ്റെ കേസിൽ എങ്ങനെയാണ് ആ റേഡിയോ ബട്ടൺ വെച്ചിരിക്കുന്നത്? കോഡ് എടുത്ത് നോക്കുക. ചെക്ക് ബോക്സിൻ്റെ റേഡിയോ ബട്ടൺ അല്ല, ചെക്ക് ബോക്സിൻ്റെ കോഡ് എടുത്ത് നോക്കുക. 4 ചെക്ക് ബോക്സ് ഉണ്ട്, 4നും ഒരേ പേരാണ് പോളി. അപ്പോൾ നമ്മളൊരു വേരിയബിളിലേക്ക് അത് അസൈൻ ചെയ്താൽ 4 ഐറ്റംസ് ഉള്ള ഒരു അറേ ആയിട്ടാണ് കിട്ടുക. അപ്പോൾ അതിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ ക്വാളിഫിക്കേഷൻ ഓഫ് 0, ക്വാളിഫിക്കേഷൻ ഓഫ് 1 ഓർ ക്വാളിഫിക്കേഷൻ ഓഫ് 2 അങ്ങനെ ഓരോന്നായിട്ട് ഒരു ഇഫ് കണ്ടീഷനിൽ 4 കൂടെ എഴുതി ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഇവിടെ എന്താ ചെയ്യുന്നത്? CHK നേരത്തെ പോലെ ഒരെണ്ണം ഒരു വേരിയബിൾ ഫോൾസ് വെച്ചു. ക്വാളിഫിക്കേഷൻ ഒരു വേരിയബിളിലേക്ക് കൊണ്ടുവന്നു. എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ഡോക്യുമെന്റ് ഡോട്ട് എംപ്ലോയി ഫോം ഡോട്ട് ക്വാളി. ഈ ക്വാളി എന്നുള്ള പേരിൽ 4 ചെക്ക് ബോക്സ് ഉള്ളത് കൊണ്ട് നമ്മൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷനും പറയുന്ന ഈ വേരിയബിൾ എന്തായിരിക്കും? 4 എലമെൻറ്റ്സ് ഉള്ള ഒരു അറേ ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നേരത്തെ പോലെ ഈ ഒറ്റ ഇഫ് കണ്ടീഷനിൽ 4 എണ്ണം ഓറിട്ട് കൊടുത്തിട്ട് 0, 1, 2, 3 എന്നുകൊണ്ട് ചെക്കിങ് അങ്ങനെ നോക്കാം. അല്ലെങ്കിൽ ഒരു ഫോർ ലൂപ്പ് വെച്ചിട്ട് 2 മെത്തേഡ് നിങ്ങൾ കാണാൻ വേണ്ടിയാണ് ഞാനിത് ഇങ്ങനെ ആക്കിയത്. ഈ ഫോർ ലൂപ്പിൽ എന്താ ചെയ്യുന്നത് നോക്കി. ഫോർ ഒരു ഐ എന്ന് പറഞ്ഞ വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് i ഈക്വൽ ടു 0, i ലെസ് ദാൻ ക്വാളിഫിക്കേഷൻ ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിൽ ഒരു അറേ ഉണ്ടെങ്കിൽ അറേ നെയിം ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ അറേയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നുള്ള കൗണ്ട് കിട്ടും. ഓക്കെ, നമ്മുടെ അറേയിൽ 4 എലമെൻറ്റ്സ് ആണ്, അപ്പോൾ 4 എന്നുള്ളത് കിട്ടും. അപ്പോൾ i ഈക്വൽ ടു 0 ടു i ലെസ് ദാൻ 4, 0, 1, 2, 3 വരെ പോകുന്ന ഒരു ലൂപ്പാണത് i++, സാധാരണ ലൂപ്പ്. അപ്പോൾ ഈ ക്വാളി ഡോട്ട് ലെങ്ത് എന്താണെന്ന് മനസ്സിലാക്കുക. ക്വാളിഫിക്കേഷൻ എന്നുള്ളത് എന്താണ്? ഒരു അറേയാണ് ഇപ്പോൾ, കാരണം അതിലേക്ക് എടുത്തിരിക്കുന്നത് ഡോക്യുമെന്റ് ഡോട്ട് എംപ്ലോയി ഫോമിലുള്ള ക്വാളി എന്ന് പേരുള്ള എലമെൻറ്റിനാണ്. അങ്ങനെ 4 എണ്ണം ഉള്ളത് കൊണ്ട് ഇതൊരു അറേയായി. അപ്പോൾ അറേയുടെ ലെങ്ത്ത് 4 കിട്ടും. അപ്പോൾ 0 ടു i ലെസ് ദാൻ 4, 3 വരെ പോകുന്ന ലൂപ്പ്. അതിലെന്ത് ചെയ്യുന്നു? ഇഫ് ക്വാളി ഓഫ് i, അതായത് ഈ അറേയുടെ ith എലമെൻറ്റ് ആദ്യം 0, പിന്നെ 1, 2, 3 വരെ പോകും. ഏതെങ്കിലും ഒരെണ്ണം ചെക്കഡ് ആണെങ്കിൽ
എപ്പോഴെങ്കിലും ഒരെണ്ണം ചെക്ക് എന്നുള്ള റിസൾട്ട് കിട്ടിയാൽ ഇതെന്താവും CHK ഈക്വൽ ടു ട്രൂ ആവും. നേരത്തെ വെച്ച പോലെ തന്നെ ഇത് തന്നെയാണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ അത് ചെയ്യുക. ഇഫ് ക്വാളിറ്റി ഓഫ് 0 ഡോട്ട് ചെക്ക്ഡ് ഓർ ക്വാളിറ്റി ഓഫ് 1 ഡോട്ട് ചെക്ക്ഡ് ഓർ ക്വാളിറ്റി ഓഫ് 2 ഡോട്ട് ചെക്ക്ഡ് 3 ഡോട്ട് ചെക്ക്ഡ് അത്ര വരെ ഒറ്റ ഇഫ് എഴുതിയിട്ടും ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലൊരു ഫോർ ലൂപ്പ് എഴുതി ക്വാളിഫിക്കേഷൻ ഓഫ് I ഇത് പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ക്വാളിഫിക്കേഷൻ ഈ 4എണ്ണത്തിലൊന്നും നിൽക്കില്ല. SLC +2 ഡിപ്ലോമ BTech MTech PhD എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ ഉണ്ടെങ്കിൽ എല്ലാത്തിനെയും ഇഫ് വെച്ച് എഴുതിയാൽ നീണ്ടുപോകും. അതിൽ ഏറ്റവും നല്ലത് ഈ അറേ ഇതുപോലെ ലൂപ്പ് വെച്ചിട്ട് ചെക്കിങ് നോക്കുന്നതാണ്. ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, 0 തുടങ്ങി അറേയുടെ ലെങ്ത് വരെ പോകുന്ന ലൂപ്പ്. ഓരോ തവണയും അറേയുടെ ഓരോ എലമെൻറ്റ് ഡോട്ട് ചെക്ക്ഡ് ആണോ എന്ന് നോക്കുക. ആണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ചെക്ക്ഡ് ആണെങ്കിൽ ഇത് ട്രൂ ആവും, അല്ലെങ്കിൽ പഴയ ഫോൾസിൽ ഉണ്ടാവും. ഇവിടെ എന്നിട്ട് താഴെ ചെക്ക് ചെയ്യുകയാണ്. ഇഫ് നേരത്തെ പോലെ തന്നെ ഫോൾസ് തന്നെയാണോ നിൽക്കുന്നത്. ഇവിടെ 4ഉം ഒരെണ്ണം പോലും ചെക്ക്ഡ് അല്ലെങ്കിൽ ഇതെന്ത് തന്നെയായിരിക്കും, പഴയ ഫോൾസ് എന്നുള്ള വാല്യൂ തന്നെ ഇവിടെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ സെലക്ട് ക്വാളിഫിക്കേഷൻ എന്ന് പറയുക, റിട്ടേൺ ഫോൾസ് ചെയ്യുക. ഓക്കെ, ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഇവിടെ CHK ഈക്വൽ ഫോൾസ് എന്ന് പറഞ്ഞാൽ ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ റിട്ടേൺ അത് എൻ്റർ ചെയ്യാൻ പറയുന്നു, സെലക്ട് ക്വാളിഫിക്കേഷൻ എൻ്റർ ചെയ്യാൻ പറയുന്നു ഫോൾസ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേഴ്സ് എന്നുള്ളതെങ്കിലും ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റും, I ഈക്വൽ ടു 0 ആകുമ്പോൾ ചെക്ക്ഡ് അല്ല, 1 ആകുമ്പോൾ ചെക്ക്ഡ് അല്ല, 2 ആകുമ്പോൾ ചെക്ക്ഡ് അല്ല, 3 ആകുമ്പോൾ അതേഴ്സ് എന്നുള്ളത് ചെക്ക്ഡ് ആണെങ്കിൽ ഇതെന്താവും, CHK ട്രൂ ആവും. അപ്പോൾ ഇവിടെ ഈ കണ്ടീഷൻ വർക്ക് ചെയ്യില്ല. ഈ കണ്ടീഷൻ വർക്ക് ചെയ്താലാണ് റിട്ടേൺ ഫോൾസിലേക്ക് പോവുക, അലർട്ട് മെസ്സേജ് വരിക. ഈ കണ്ടീഷൻ വർക്ക് ചെയ്തില്ലെങ്കിൽ അടുത്ത ചെക്കിങ്ങിലേക്ക് താഴേക്ക് പോകും, അടുത്ത ഇഫിലേക്ക് പോകും അല്ലേ. ഓക്കെ, അപ്പോൾ അതും നമ്മൾ കണ്ടു. അപ്പം അതിൻ്റെ ഇത്രയും കോഡ് ഞാൻ എടുക്കുകയാണ്. നമ്മളിവിടെ ചെക്കിങ് ഇഫ് കണ്ടീഷൻ എവിടെ വരെ എത്തി, ജെൻഡർ ചെക്ക് ചെയ്യുന്ന കഴിഞ്ഞിട്ടാണ് ക്വാളിഫിക്കേഷൻ. അടുത്തത് നേരത്തെ പറഞ്ഞ പോലെ ക്വാളിഫിക്കേഷൻ എന്നുള്ള പേരിൽ രണ്ടും ഒരേ പേരായതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ I കളയുക. ഇവിടെ നമ്മൾ ഫോമിൽ കൊടുത്തിരിക്കുന്ന പേര് കോൾ ചെയ്യുന്നതാണ്, അത് മാറ്റാൻ പറ്റില്ല. ഇത് കോൾ എന്ന് പറയുക. ഇവിടെ അതുപോലെ കോൾ ഡോട്ട് ലെങ്ത് കോൾ ഓഫ് I. എന്നിട്ട് ലൂപ്പ് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അത് വീണ്ടും പറയുന്നില്ല. ഓക്കെ, ഇത്രയും ഭാഗം ഓക്കെ. ഇനി അടുത്ത എന്താണ്, ക്വാളിഫിക്കേഷൻ കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് നമ്മുടെ ഇമെയിൽ ID ആണ്. ഇമെയിൽ ID പെട്ടെന്ന് പറയാം, 12:30 മുമ്പ്, 12 വേണ്ട, ഒരു 15 മിനിറ്റ് അതിനുള്ളിൽ അവസാനിപ്പിക്കാം. ഇമെയിൽ ID എന്ന് പറയുന്നത് രണ്ട് ചെക്കിങ് അവിടെയും വേണം. എന്താണ്, ബേസിക് സാലറിയിൽ ചെക്ക് ചെയ്ത പോലെ സാലറിയിൽ നമ്മൾ empty ആണോ നോക്കണം, empty അല്ലെങ്കിൽ കറക്റ്റ് ന്യൂമറിക്കൽ വാല്യൂ ആണോ നോക്കണം. ഇമെയിൽ IDയും ഇതുപോലെ empty ആണോ നോക്കണം, empty അല്ലെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ കോഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഇമെയിൽ, ആ ഇമെയിലിനുള്ള വാല്യൂ നമ്മളൊരു വേരിയബിളിലേക്ക് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ഫോമിൽ നിന്ന് കിട്ടുന്നത് ഓരോ വാല്യൂ ഏതെങ്കിലും ഒരു വേരിയബിളിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അത് വെച്ചിട്ട് ചെയ്താൽ ഓരോ തവണയും നമുക്കിത് എഴുതണ്ട. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, EML ഈക്വൽ ടു നേരെ നോക്കിയാൽ മതി, അല്ലാതെ ഇഫ് ഈ ഡോക്യുമെൻറ്റ് ഡോട്ട് എംപ്ലോയി ഫോം ഡോട്ട് ഇമെയിൽ ഡോട്ട് വാല്യൂ ഈക്വൽ ടു എന്ന് എഴുതണ്ട, ഒരു വേരിയബിളിലേക്ക് നമ്മളത് കൊണ്ടുവരികയാണ്. അപ്പോൾ ഞാൻ ഇമെയിൽ എന്നുള്ളത് യൂസർ എൻ്റർ ചെയ്ത ഇമെയിൽ എന്നുള്ള വാല്യൂ EML എന്നുള്ള ഒരു വേരിയബിളിലേക്ക് കൊണ്ടുവരികയാണ്. അതെങ്ങനെ കിട്ടി, ഡോക്യുമെൻറ്റ് ഡോട്ട് എംപ്ലോയി ഫോമിനകത്ത് ഇമെയിൽ എന്നുള്ള ടെക്സ്റ്റ് ഫീൽഡിൻ്റെ വാല്യൂ. ഇനി അത് empty ആണോ നോക്കാൻ എളുപ്പമുണ്ട്. ഇഫ് ഇമെയിൽ ഈക്വൽ ടു empty സ്ട്രിങ് ആണോ നോക്കുക, ആണെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി, നേരത്തെ ചെയ്ത അതേ കാര്യങ്ങൾ. അലർട്ട് ചെയ്യുക, വാലിഡ് ഇമെയിൽ എൻ്റർ ചെയ്യാൻ പറയുക, ഫോക്കസ് ഇമെയിലിലേക്ക് കൊണ്ടുവരിക, റിട്ടേൺ ഫോൾസ്. ഇത്രയും ഭാഗം ഞാൻ അവിടെ കോപ്പി ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി പറയാം. ഓക്കെ, ഇവിടെ നമ്മൾ EML എന്നുകൊണ്ടൊരു വേരിയബിളിലേക്ക് യൂസർ എൻ്റർ ചെയ്ത ഡോക്യുമെൻ്റ് എന്നുള്ള വാല്യൂ എടുത്ത്, ഇമെയിലിൻ്റെ വാല്യൂ എംപ്ലോയി ഫോം ഡോട്ട് ഇമെയിൽ ഡോട്ട് വാല്യൂ, നമ്മൾ ആ ടെക്സ്റ്റ് ഫീൽഡിന് കൊടുത്ത നെയിം ഇമെയിൽ എന്നാണ്, അതിൻ്റെ വാല്യൂ നമ്മൾ EMLലേക്ക് എടുത്തു. അത് empty ആണോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യുന്നത്. ഇതാണ് ബേസിക് വാലിഡേഷൻ അല്ല, രണ്ട് ടൈപ്പ് വാലിഡേഷൻ എപ്പോഴും മനസ്സിൽ വെക്കുക. ബേസിക് വാലിഡേഷനിൽ empty ആണോ എന്ന് നോക്കി, അതായത് ആവശ്യമുള്ള ഫീൽഡ് എല്ലാം ഉണ്ടോ.
നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഫീൽഡും റിക്വയർഡ് ആണ്. അപ്പോൾ EML ഈക്വൽ ടു empty ആണെങ്കിൽ എന്ത് ചെയ്യണം? വിൻഡോ ഡോട്ട് അലർട്ട് പ്ലീസ് എൻ്റർ എ വാലിഡ് ഇമെയിൽ അഡ്രസ്സ് എന്നുള്ള അലർട്ട് മെസ്സേജ് കൊടുക്കുക. നേരത്തെ എല്ലാം ചെയ്തവ സെയിം. ഡോക്യുമെന്റ് ഡോട്ട് എംപ്ലോയി ഫോം ഡോട്ട് ഇമെയിൽ ഡോട്ട് ഫോക്കസ്. ഇമെയിൽ എന്ന് പറഞ്ഞാൽ ആ ടെക്സ്റ്റ് ഫീൽഡിലേക്ക് ഫോക്കസ് കൊണ്ടുവരണം. കാരണം പിന്നെ യൂസർ ടൈപ്പ് അതുവരെയുള്ള എല്ലാം ഓക്കെ ആയിരിക്കും. കാരണം നമ്മൾ ഓരോന്ന് ചെക്ക് ചെയ്തിട്ട് അത് ഓക്കെ ആയതിനു ശേഷമേ താഴത്തെ ഇഫിലേക്ക് വരുന്നുള്ളൂ. അതിന് മുമ്പ് തന്നെ റിട്ടേൺ അടിച്ച് പോവുകയാണ് ഓരോ സ്ഥലത്തും. ഇപ്പം നെയിം ശരിയല്ലെങ്കിൽ ഉടനെ റിട്ടേൺ അടിക്കുകയാണ്, പിന്നെ താഴേക്ക് വരുന്നില്ല. അപ്പം നെയിം ശരിയായാലേ ഇവിടേക്ക് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓരോ തവണയും ഫോക്കസ് നമ്മൾ അതാത് എലമെൻറ്റിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇമെയിൽ ശരിയല്ലെങ്കിലും ഇമെയിൽ empty ആണെങ്കിലും അലർട്ട് ചെയ്യുന്നു, ഫോക്കസ് ചെയ്യുന്നു, റിട്ടേൺ ചെയ്യുന്നു, റിട്ടേൺ ഫോൾസ്. ഇനി ഇതിന് വേറൊരു ചെക്കിങ്. ഇത് ഓക്കെ, ഇത് റിട്ടേൺ പോയില്ല എന്ന് വിചാരിക്കുക. റിട്ടേൺ പോയില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഈ സെറ്റ് ഇഫിൻ്റെ അകത്ത് വന്നില്ല. ഇഫിൻ്റെ അകത്ത് വന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം empty അല്ല. empty അല്ലെങ്കിൽ അടുത്ത ചെക്കിങ് എന്താണ്? അടുത്ത ചെക്കിങ് നമുക്ക് വേണ്ടത് നമ്മുടെ ഇമെയിൽ ഐ ഡിക്ക് @ എന്ന് പറഞ്ഞ സിമ്പലും വേണം. കുറച്ച് നേരം കേൾക്കുക കേട്ടോ. @ എന്ന് പറഞ്ഞ സിമ്പലും വേണം. ഒരു ഡോട്ട് എന്നുള്ള ഒരു സിമ്പലും അതിൻ്റെ അകത്ത് വേണം അല്ലേ? ഇമെയിൽ ഐ ഡി അടിച്ചാൽ. പിന്നൊരു കണ്ടീഷൻ, @ ഫസ്റ്റ് ക്യാരക്ടർ ആവാൻ പാടില്ല അല്ലേ? ഒരിക്കലും അങ്ങനെ ഒരു @gmail.com എന്നുകൊണ്ട് ആർക്കും സൈറ്റില്ല, ഒരു മെയിൽ ഐ ഡി ഇല്ല. ഒരു a.gmail.com എന്ന് വേണമെങ്കിൽ വരാം അല്ലേ? ഒരു ക്യാരക്ടർ എങ്കിലും അറ്റിന് മുമ്പ് വേണം, അതൊരു കണ്ടീഷൻ. പിന്നെ ഇപ്പം gmail.com അറ്റ് കഴിഞ്ഞിട്ട് ഒരു ഡോട്ട് വരണം. പക്ഷേ ഈ അറ്റ് സിമ്പലിനും ഡോട്ടിനും ഇടയിൽ ഒരു ക്യാരക്ടറെങ്കിലും മിനിമം വേണം. അല്ലാതെ നേരെ നമ്മൾ @.com അല്ലെങ്കിൽ @.co.in അങ്ങനെ ഒന്നുമില്ല അല്ലേ? അപ്പം അതുകൊണ്ട് ഈ കണ്ടീഷൻസാണ് ചെക്ക് ചെയ്യേണ്ടത്. ഒന്ന്, @ സിമ്പിൾ വേണം, ഡോട്ട് വേണം. @ സിമ്പിൾ ആദ്യത്തെ ക്യാരക്ടർ ആവാൻ പാടില്ല. @നും ഡോട്ടിനും ഇടയിൽ മറ്റ് ക്യാരക്ടേഴ്സൊന്നും അല്ല, ഒരെണ്ണമെങ്കിലും മിനിമം വേണം. അതിന് വേണ്ടിയിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനിവിടെ ഇമെയിൽ വാലിഡേഷൻ്റെ ഒരു എക്സാമ്പിൾ ഇത് നോക്കുക. ഈ ഒരു എക്സൽ ഫയൽ കാണുന്നില്ലേ? ഇതിൽ ഞാൻ abcd@d.in ഓരോ ക്യാരക്ടറായിട്ട് തിരിക്കാൻ വേണ്ടി ഓരോ സെല്ലിനകത്താണ് വെച്ചത്. ഓരോന്നിൻ്റെ പൊസിഷൻ, ഇവിടെ അറ്റിൻ്റെ പൊസിഷൻ 3 ആണ്, ഡോട്ടിൻ്റെ പൊസിഷൻ 5 ആണ്. പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും 0 എന്നാണ്. ഇനി EMLൻ്റെ ലെങ്ത്, അതായത് ഈ സ്ട്രിങ്ങിനെ നമ്മൾ ഇമെയിൽ ഐ ഡി എന്നുള്ളതിൻ്റെ സ്ട്രിങ്ങിനെ പ്രോഗ്രാമിൽ എടുത്തിരിക്കുന്നത് EML എന്നുള്ള പേരിലാണ്. EML ഡോട്ട് ലെങ്ത് എന്ന് പറയുന്നത് 8 ആണ്. ലാസ്റ്റ് ക്യാരക്ടർ 7 പക്ഷേ ലെങ്ത് എന്താണ്? 8 ആണ്, കാരണം 0 സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, ഇങ്ങനെയാണ്. ഇനി ഈ പ്രോഗ്രാമിൽ 2 വേരിയബിൾസ് നമ്മൾ വെക്കുന്നുണ്ട്. 2 വേരിയബിൾസ്. ഒന്ന് അറ്റിൻ്റെ പൊസിഷൻ, @pos എന്നുള്ള വേരിയബിൾ, അതിൻ്റെ പിന്നെ .pos എന്നുള്ള വേരിയബിൾ. അതിൽ അറ്റിൻ്റെ പൊസിഷൻ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാൻ എത്രയാണ്? 3. ഓക്കെ, ഡോട്ടിൻ്റെ പൊസിഷൻ 5 ആണ്. എന്നിട്ട് നമ്മുടെ കണ്ടീഷൻ ഇതാണ്, താഴെ എഴുതിയിരിക്കുന്നതാണ് നമ്മുടെ പ്രോഗ്രാമിൽ എഴുതാൻ പോകുന്ന കണ്ടീഷൻ. ഇത്രയേ ഉള്ളൂ. ഇഫ് @പൊസിഷൻ <1 എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അറ്റിൻ്റെ പൊസിഷൻ <1 വരാന്ന് പറഞ്ഞാൽ അർത്ഥം A ഇരിക്കുന്ന സ്ഥാനത്ത് അറ്റ് വരിക. ഒന്നത്, അതായത് ആദ്യത്തെ ക്യാരക്ടറായിട്ട് @ വന്നാലേ അറ്റിൻ്റെ പൊസിഷൻ എന്താവുള്ളൂ അല്ലേ? ഇവിടെ @ സിമ്പിൾ വന്നാലേ അറ്റിൻ്റെ പൊസിഷൻ എന്താവുള്ളൂ? 0 ആവുള്ളൂ. 0 അല്ലെങ്കിൽ ഒന്നുമില്ല, അതായത് ഒരു @ സിമ്പിൾ പോലും നമ്മുടെ സ്ട്രിങ്ങിൽ ഇല്ലെങ്കിൽ ഈ @ സെർച്ച് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഇൻഡെക്സ് ഓഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ്. അത് റിട്ടേൺ ചെയ്യാൻ -1 ആയിരിക്കും, നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. @ കണ്ടില്ലെങ്കിൽ, കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷൻ വാല്യൂ റിട്ടേൺ ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ക്യാരക്ടറായിട്ടാണ് കാണുന്നതെങ്കിൽ 0യും സെക്കൻഡ് ക്യാരക്ടർ ആണെങ്കിൽ 1ഉം. ഇപ്പോൾ ഇവിടെ 3 ആണ് അതിൻ്റെ പൊസിഷൻ. അതില്ലാന്നുണ്ടെങ്കിൽ -1 ആയിരിക്കും. @ ഇതിൽ എവിടെ ഇല്ലെങ്കിൽ -1 റിട്ടേൺ ചെയ്യും. ഫസ്റ്റ് ക്യാരക്ടർ ആണെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇവിടെ ചെക്കിങ് എന്താണ്? -1, അതായത് 0 ആയാലും പ്രശ്നമാണ്, @ സിമ്പിൾ ഫസ്റ്റ് ക്യാരക്ടർ ആയാലും പ്രശ്നമാണ്, പിന്നെ നെഗറ്റീവ് വന്നാൽ, അതായത് @ സിമ്പിൾ ഈ ടെക്സ്റ്റിനകത്ത് ഇല്ലാതെ വന്നാലും കുഴപ്പമാണ്. ഇല്ലെങ്കിൽ അത് റിട്ടേൺ ചെയ്യാൻ -1 ആണെന്നുള്ളത് മനസ്സിൽ കരുതുക. ഈ സ്ട്രിങ്ങിനകത്ത് ഇമെയിൽ ഐ ഡി എന്ന് പറഞ്ഞ EML എന്ന് പറഞ്ഞ സ്ട്രിങ്ങിനകത്ത് @ സിമ്പിൾ ഉണ്ടോ എന്ന് നോക്കാൻ EML.indexOf എന്നുകൊണ്ടൊരു ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കും, വരുന്നുണ്ടത്. അത് റിട്ടേൺ ചെയ്യുക. @ ഉണ്ടെങ്കിൽ അതിൻ്റെ പൊസിഷൻ അറേ പോലെ 0 സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷൻ റിട്ടേൺ ചെയ്യും. അല്ലെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ -1 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇവിടെ ആദ്യത്തെ കണ്ടീഷൻ പറയുന്നത് ഇഫ് @pos <1, @ന്റെ പൊസിഷൻ <1 ആണെന്ന് പറഞ്ഞ അർത്ഥം ഒന്നുകിൽ 0 അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ.
0 ആവുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്യാരക്ടർ തന്നെ @ ഇമെയിൽ ഐ ഡിയിൽ വരാൻ പറ്റില്ല. നെഗറ്റീവ് ആകാന്ന് പറഞ്ഞാൽ @ ഇല്ലാതെ ഇമെയിൽ ഐ ഡിയും വരാൻ പറ്റില്ല. അപ്പോൾ ഓക്കെ, അങ്ങനെ വന്നാൽ ഇൻവാലിഡ് ഇമെയിൽ ഐ ഡി ആണ്. അടുത്ത കണ്ടീഷൻ ഓർ. അടുത്ത കണ്ടീഷൻ എന്താണ്? ഡോട്ടിൻ്റെ പൊസിഷൻ മൈനസ് അറ്റിൻ്റെ പൊസിഷൻ. ഡോട്ട് പോസ് മൈനസ് അറ്റ് പോസ്. ഇവിടെ നമ്മുടെ ഡോട്ടിൻ്റെ പൊസിഷൻ എത്രയാണ്? ഡോട്ടിൻ്റെ പൊസിഷൻ 5 ആണ്, അറ്റിൻ്റെ പൊസിഷൻ 3 ആണ്. ഓക്കെ, അപ്പോൾ ഡോട്ട് പൊസിഷൻ മൈനസ് അറ്റ് പൊസിഷൻ എത്രയാണ്? 5 - 3 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 2. അത് <2 ആണോ എന്നാണോ നോക്കുക. ഇവിടെ 2 വന്നപ്പോൾ എന്തായിരുന്നു? ഈ @നും ഡോട്ടിനും ഇടയിൽ ആകെ എത്ര ക്യാരക്ടർ ഉണ്ട്? ഒരു ക്യാരക്ടറേ ഉള്ളൂ. അപ്പോൾ ഡോട്ടിൻ്റെ പൊസിഷൻ മൈനസ് അറ്റിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞ വാല്യൂ കിട്ടുന്ന വാല്യൂ 2 ആണ്. അപ്പോൾ 2നേക്കാൾ കുറവ് വരാമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇതിൻ്റെ ഇടയിൽ ഒറ്റ ക്യാരക്ടറും ഇല്ല എന്ന് തന്നെ. അതായത് 4ാമത്തെ പൊസിഷനിൽ ഇവിടെ ഡോട്ടാണെന്ന് വിചാരിക്കുക. ഇവിടെ ഡോട്ട്, ഇവിടെ വേറെ എന്തെങ്കിലും ഒരു ക്യാരക്ടർ. ഇങ്ങനെ വന്നാൽ ഡോട്ടിൻ്റെ പൊസിഷൻ എത്രയാ? അറ്റിൻ്റെ പൊസിഷൻ, ഡോട്ടിൻ്റെ പൊസിഷൻ 4 അല്ലേ? അറ്റിൻ്റെ പൊസിഷൻ 3, ഡോട്ടിൻ്റെ പൊസിഷൻ 4. ഇഫ് ഡോട്ട് പൊസിഷൻ മൈനസ് അറ്റ് പൊസിഷൻ, ഡോട്ട് പൊസിഷൻ 4 മൈനസ് അറ്റ് പൊസിഷൻ 3, എത്ര കിട്ടും വാല്യൂ? 1. അത് <2 അല്ലേ? <2 വരാന്ന് പറഞ്ഞാൽ അർത്ഥം അറ്റ് കഴിഞ്ഞ് ഒറ്റ ക്യാരക്ടർ ഇല്ലാതെ ഡോട്ട് വന്നാലും ഇൻവാലിഡ് ഇമെയിൽ ഐ ഡി ആണ്. അപ്പോൾ മിനിമം ഒരു ക്യാരക്ടറെങ്കിലും വേണമെന്നുള്ളത് നമ്മൾ ഇങ്ങനെയാണ് പറയുക. ഡോട്ടിൻ്റെ പൊസിഷൻ മൈനസ് അറ്റിൻ്റെ പൊസിഷൻ <2 ആണെങ്കിൽ ഇടയിൽ ക്യാരക്ടർ ഇല്ല, ഈക്വൽ ടു 2 എങ്കിലും ആണെങ്കിൽ ഇടയിൽ ക്യാരക്ടർ ഉണ്ട്. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇവിടെ ഡോട്ടും ഇവിടെ ഡി. അപ്പോൾ അറ്റിൻ്റെ പൊസിഷൻ 3യും ഡോട്ടിൻ്റെ പൊസിഷൻ 5 ആകും. അപ്പോൾ 5 - 3 എന്നുള്ളത് 2 ആവും, <2 അല്ല. <2 വന്നാൽ അർത്ഥം ഒന്നുകിൽ അറ്റ് കഴിഞ്ഞ ഉടനെയാണ് ഇതുള്ളത്, അറ്റ് കഴിഞ്ഞ ഉടനെയാണ് ഡോട്ട് ഉള്ളത്. ഇനി ഡോട്ട് ഇല്ല എന്ന് വിചാരിക്കുക, ഡോട്ട് എവിടെ ഇട്ടിട്ടില്ല. ഡോട്ട് ഇട്ടിട്ടില്ലെങ്കിൽ ഡോട്ടിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞ് കിട്ടുന്ന വാല്യൂ എത്രയായിരിക്കും? മൈനസ് വാല്യൂ ആയിരിക്കും അല്ലേ? നെഗറ്റീവ് വാല്യൂ -1 അല്ലേ കിട്ടുള്ളൂ. ഇല്ലാത്ത ക്യാരക്ടർ ഉണ്ടോ എന്ന് സെർച്ച് ചെയ്താൽ നെഗറ്റീവ് വാല്യൂ കിട്ടും. അപ്പോൾ നെഗറ്റീവ് വാല്യൂ മൈനസ് അറ്റിൻ്റെ പൊസിഷൻ 3 എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ നെഗറ്റീവ് വാല്യൂ ആവും. അതെന്താണ്? <2 ആണോ നോക്കിയാൽ അപ്പോഴും കറക്റ്റാണ്. ഡോട്ട് ഇല്ലാത്ത ഇമെയിൽ ഐ ഡി വന്നാലും തെറ്റാണ്. ഇനി അടുത്ത ചെക്കിങ്. ഹസീന സ്ക്രീൻ ഷെയർ ചെയ്യോ? ഹസീന സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ നമ്മൾ ഈ പറഞ്ഞ ഓറിന് മുമ്പുള്ളത് അറ്റിൻ്റെ പൊസിഷൻ ആദ്യത്തെ ക്യാരക്ടർ ആണോ അതോ ഒട്ടും @ ഇല്ലേ, രണ്ടാണെങ്കിലും പ്രശ്നമാണോ? അപ്പോൾ അത് കഴിഞ്ഞു. അടുത്ത ഓർ നോക്കുന്നത് ഡോട്ടിൻ്റെ പൊസിഷനും അറ്റിൻ്റെ പൊസിഷനും ഇടയിൽ മിനിമം ഒരു ക്യാരക്ടറെങ്കിലും ഉണ്ടോ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കണ്ടു. 5 3 ആണെങ്കിൽ മിനിമം ഒരു ക്യാരക്ടർ ഉണ്ട്, അത് ഓക്കെയാണ്. 5 - 3 2 ആണ്, അതുകൊണ്ട് <2 അല്ല, അപ്പോൾ അത് ഓക്കെയാണ്. ഒരെണ്ണം പോലും ഇല്ലെങ്കിൽ <2 വരും. ഇനി @ അല്ല, ഡോട്ട് എന്ന് പറഞ്ഞ സംഭവമേ ഇല്ലെങ്കിലും ഈ പറഞ്ഞ നെഗറ്റീവ് വാല്യൂ വരുന്നത് കൊണ്ട് <2 എന്നുള്ള കണ്ടീഷനിൽ അത് പോകും. അടുത്തത് പറയുന്നത് ഡോട്ട് കഴിഞ്ഞിട്ട് മിനിമം 2 ക്യാരക്ടറെങ്കിലും വേണം. ഡോട്ട് ഇൻ എന്നെങ്കിലും വേണം. .com ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ yahoo.co.in. എൻ്റെ മെയിൽ ഐ ഡി അങ്ങനെയാണ് കിടക്കുന്നത്, yahoo.co.in. ഡോട്ട് അവസാനത്തെ ഡോട്ടാണ് എടുക്കുക കേട്ടോ. അത് നമ്മൾ പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ലാസ്റ്റ് ഡോട്ട് കഴിഞ്ഞിട്ട് 2 ക്യാരക്ടറെങ്കിലും മിനിമം വേണം. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? നമ്മുടെ കയ്യിൽ ഡോട്ടിൻ്റെ പൊസിഷൻ ഉണ്ട് അല്ലേ? പിന്നെ ടോട്ടൽ ലെങ്ത് നമുക്ക് കിട്ടൂലേ 8. ആ ടോട്ടൽ ലെങ്ത് ചെയ്യുന്ന ml.length എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇമെയിൽ ഐ ഡി ആ സ്ട്രിങ്ങിൻ്റെ ടോട്ടൽ ലെങ്ത് കിട്ടും, മൈനസ് ഡോട്ടിൻ്റെ പൊസിഷൻ. ഡോട്ട് പൊസിഷൻ 5, ടോട്ടൽ ലെങ്ത് 8. അതപ്പോൾ 8 - 5 <3 ആണോ? അല്ല, 8 - 5 3 ആണ്, ഈക്വൽ ടു 3 ആണ്. അപ്പോൾ ഏറ്റവും ലീസ്റ്റ് കണ്ടീഷനാണ് 2 ക്യാരക്ടർ എന്ന് പറയുക. COM എന്നായിരുന്നെങ്കിൽ ലെങ്ത് എത്ര വരും? ലെങ്ത് 9 വരും. 9 മൈനസ് ഡോട്ടിൻ്റെ പൊസിഷൻ 5, അപ്പോൾ എത്രയായിരിക്കും? 4 വരും അല്ലേ? അപ്പോൾ അതെന്തായാലും <3 അല്ല.
രണ്ടെണ്ണം മാത്രമാണ് വരുന്നതെങ്കിൽ കറക്റ്റ് 3 വരും. ഇൻ രണ്ടെണ്ണം മാത്രമാണെങ്കിൽ ടോട്ടൽ ലെങ്ത് 8 ആണ്. ഇവിടെ 8 EML ഡോട്ട് ലെങ്ത് മൈനസ് ഡോട്ടിൻ്റെ പൊസിഷൻ 5 ആണ്. അപ്പോൾ 8 മൈനസ് 5 3 എന്നുള്ള വാല്യൂ കിട്ടും. ലെസ് ദാൻ 3 അല്ല. അപ്പോൾ ലെസ് ദാൻ 3 വന്നാൽ അർത്ഥം എന്താ? അപ്പോൾ ഇവിടെ ഐ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇവിടെ അതില്ല, ഐ മാത്രമേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ ലെങ്ത് എത്രയാണ്? 7. ഒറ്റ ക്യാരക്ടറേ ഉള്ളൂ ഡോട്ട് കഴിഞ്ഞിട്ട്. ടോട്ടൽ ലെങ്ത് 7 മൈനസ് ഡോട്ടിൻ്റെ പൊസിഷൻ 5 എന്തായിരിക്കും? 7 മൈനസ് 5 2 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ 3. അതുകൊണ്ട് ഈ കണ്ടീഷൻ അവിടെ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും കണ്ടീഷൻ ട്രൂ ആയാൽ അർത്ഥം ഇൻവാലിഡ് ഇമെയിൽ ഐ ഡി ആണ്. ഈ ഒരു ഒറ്റ കണ്ടീഷൻ എങ്ങനെയാണ് വർക്കിംഗ് എന്ന് പഠിച്ചാൽ ഇമെയിൽ വാലിഡേഷൻ സുഖമായിട്ട് ചെയ്യാം. ഇവിടെ ആദ്യം ചെയ്യുന്നത് അറ്റിൻ്റെ പൊസിഷൻ ലെസ് ദാൻ 1 ആണ്. ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ 0 ആകാം, നെഗറ്റീവ് ആകാം. 0 ആകുക എന്ന് പറഞ്ഞാൽ ഇമെയിൽ ഐ ഡിയുടെ ഫസ്റ്റ് ക്യാരക്ടറായിട്ട് തന്നെ അറ്റ് വന്നാൽ അത് പറ്റില്ല, അല്ലെങ്കിൽ @ ഇല്ലാതെ വന്നാൽ നെഗറ്റീവ്, അതും പറ്റില്ല. രണ്ടാമത്തെ കണ്ടീഷൻ ഡോട്ട് പൊസിഷനും അറ്റിൻ്റെ പൊസിഷൻ്റെ ഇടയിൽ മിനിമം ഒരു ക്യാരക്ടറെങ്കിലും വേണം. അത് നമ്മൾ പ്രോഗ്രാമിൽ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും: ഡോട്ട് പൊസിഷൻ മൈനസ് അറ്റ് പൊസിഷൻ ലെസ് ദാൻ 2. ലെസ് ദാൻ 2 ആണെങ്കിൽ തെറ്റാണെന്ന് അർത്ഥം. മിനിമം 2 വരണം. 5ഉം 7ഉം എൻ്റെ ഇടയിൽ ആറാമത്തെ ഒരു ക്യാരക്ടർ വേണം. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് 7 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ മിനിമം 2 വേണം. രണ്ടിനേക്കാൾ കുറഞ്ഞു പോയാൽ അർത്ഥം അറ്റിൻ്റെയും ഡോട്ടിൻ്റെ ഇടയിൽ ഒരു ക്യാരക്ടർ പോലും ഇല്ല എന്നാണ് അർത്ഥം. അതും പറ്റില്ല. മൂന്നാമത്തെ കണ്ടീഷൻ ഡോട്ട് കഴിഞ്ഞിട്ട്, ലാസ്റ്റ് ഡോട്ട് കഴിഞ്ഞിട്ട് മിനിമം 2 ക്യാരക്ടറെങ്കിലും വേണം. ഇങ്ങനെ ഒരു ഇമെയിൽ ഐ ഡി ഇല്ല. ഡോട്ട് ഐ മാത്രമായിട്ടില്ല, ഡോട്ട് ഇന്നേ ഉള്ളൂ. 2 ക്യാരക്ടർ എന്തായാലും വരും. അപ്പോൾ അത് നോക്കാൻ ടോട്ടൽ ആ ഇമെയിൽ സ്ട്രെങ്ത് അതിൻ്റെ ലെങ്ത്ത് മൈനസ് ഡോട്ടിൻ്റെ ലാസ്റ്റ് ഡോട്ടിൻ്റെ പൊസിഷൻ 5 മൈനസ് ടോട്ടൽ ലെങ്ത്ത് 8 ആണ്. ഇപ്പോൾ ഇൻ വരുമ്പോൾ ടോട്ടൽ ലെങ്ത്ത് 8 ആണ്. അപ്പോൾ 8 മൈനസ് 5 3 ആണ്, ലെസ് ദാൻ 3 അല്ല. അപ്പോൾ ലെസ് ദാൻ 3 വന്നാൽ അർത്ഥം അവിടെയും തെറ്റാണ്. ഈ 3 കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പഠിച്ചാൽ ഓക്കെയാണ്. ഇനി നമുക്ക് നേരെ പ്രോഗ്രാമിലേക്ക് പോവാം. പ്രോഗ്രാമിൽ ഈ ഭാഗത്ത് അതാണ് ചെയ്യുന്നത്. വേരിയബിൾ അറ്റ് പോസ് ഞാൻ അവിടെ ഉപയോഗിച്ച അതേ പേരുകൾ തന്നെയാണ്. അറ്റിൻ്റെ പൊസിഷൻ ഈക്വൽ ടു EML. EML എന്താണ്? നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇമെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോക്യുമെന്റ് ഡോട്ട് എംപ്ലോയി ഫോം ഡോട്ട് ഇമെയിൽ ഡോട്ട് വാല്യൂ. ആ സ്ട്രിങ് നമുക്ക് ഇമെയിലായിട്ട് യൂസർ ടൈപ്പ് ചെയ്ത സ്ട്രിങ് EML ഉണ്ട്. അത് എം ടി ആണോ എന്നുള്ളത് നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. ഇവിടെ നമ്മളത് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? നമ്മുടെ പ്രോഗ്രാമിൽ അത് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കേണ്ടത് അറ്റിൻ്റെ പൊസിഷൻ കിട്ടുന്നത് എങ്ങനെയാണ്? വേരിയബിൾ അറ്റ് പോസ് ഈക്വൽ ടു ഇമെയിൽ ഡോട്ട് ഈ ഒരു സ്ട്രിങ്, ആ സ്ട്രിങ് വേരിയബിളിൻ്റെ പേരാണ് EML ഡോട്ട് ഇൻഡെക്സ് ഓഫ് അറ്റ്. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്താൽ മതി. ഇൻഡെക്സ് ഓഫ് @ എന്നുള്ളത് കോഴ്സിൽ കൊടുക്കുക. അതായത് @ ക്യാരക്ടർ EML എന്ന് പറഞ്ഞ സ്ട്രിങ്ങിൽ എത്രാമത്തെ പൊസിഷനിലാണ്, അതിൻ്റെ ഇൻഡെക്സ് എത്രയാണെന്നാണ്. ആദ്യത്തെ പൊസിഷനിലാണെങ്കിൽ ഇൻഡെക്സ് 0 ആയിരിക്കും, അറേയുടെ ഇൻഡെക്സ് ആലോചിക്കുക. രണ്ടാമത്തെ പൊസിഷനിലാണെങ്കിലാണ് ഇൻഡെക്സ് 1 വരിക. ഒന്നുമില്ലെങ്കിൽ @ സിമ്പിൾ ഈ പറഞ്ഞ ഇമെയിലിൽ ഇല്ലെങ്കിൽ നെഗറ്റീവ് -1 ആയിരിക്കും അറ്റ് പൊസിഷൻ എന്നും പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ അത് നമ്മളെടുത്തു. അടുത്തത് ഡോട്ടിൻ്റെ പൊസിഷൻ. ഡോട്ട് പോസ് ഈക്വൽ ടു EML ഡോട്ട്. ഇവിടെ വെറുതെ ഇൻഡെക്സ് ഓഫ് അല്ല യൂസ് ചെയ്തത്, വേറൊരു ഫംഗ്ഷനാണ് ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ്. ഇതൊക്കെ കേസ് സെൻസിറ്റീവ് ആണ് ഓർക്കുക. ഇൻഡെക്സ് എന്നുള്ളത് മുഴുവൻ സ്മോൾ ലെറ്റർ ആണ്, ഓഫിൻ്റെ O ക്യാപിറ്റലാണ്. അത് ജാവയിലെ ഫംഗ്ഷൻ്റെ പേരുകളൊക്കെ അങ്ങനെയാണ്. ക്യാമൽ കേസ് എന്നാണ് പറയുക. ആദ്യം താഴ്ന്നിരുന്നിട്ട് മുതുക് വരുമ്പോൾ പൊങ്ങി പോകുന്നു, അതാണ് ക്യാമൽ കേസ്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് ആദ്യത്തെ വേർഡിനെ എല്ലാം സ്മോൾ ലെറ്റർ ആണ്, രണ്ടാമത്തെ വേർഡ് തുടങ്ങിയ എല്ലാ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കും. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ ലാസ്റ്റ് ഇൻഡെക്സിൻ്റെ I ക്യാപിറ്റൽ, ഓഫിൻ്റെ O ക്യാപിറ്റൽ, ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് ഡോട്ട് എന്ന് പറഞ്ഞ അർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഇമെയിൽ ഐ ഡിയിൽ yahoo.co.in 2 ഡോട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് അവസാനത്തെ ഡോട്ടിൻ്റെ പൊസിഷനാണ്. അവസാനത്തെ ഡോട്ടും അത് കഴിഞ്ഞ് 2 ക്യാരക്ടർ മിനിമം ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. അതുപോലെ @ ഡോട്ടും തമ്മിലുള്ള ഇതിൽ ഇനിയും കുറേ വാലിഡേഷൻ വരാനുണ്ട് കേട്ടോ. നമ്മൾ ഏറ്റവും മിനിമം വാലിഡേഷനാണ് ഇമെയിലിൽ വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ കുറേ ഡോട്ടുകൾ അടിച്ചു വിട്ടാലും ചിലപ്പോൾ എററൊന്നും ഇല്ലാതെ വാലിഡ് ഇമെയിൽ ഐ ഡി എന്ന് കാണിക്കും. അത് നിങ്ങൾ കണ്ടുപിടിക്കും. ഇതിൽ എന്തൊക്കെ ലൂപ്പ് ഹോളുകൾ കുഴപ്പങ്ങളുണ്ടെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഇവിടെ നോക്കുന്നത് ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് ഡോട്ട്. അപ്പോൾ yahoo.co.in അറ്റ് കഴിഞ്ഞിട്ട് യാഹു ഡോട്ട് ഒരു ഡോട്ട് ഉണ്ട്, പിന്നെ കോ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡോട്ട് ഉണ്ട്, പിന്നെ 2 അക്ഷരം ഇൻ. നമ്മളിവിടെ ഡോട്ടിൻ്റെ കേസിലെടുക്കുക ലാസ്റ്റ് ഇൻഡെക്സ് ആണ്. അതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് ഡോട്ട് എന്നുള്ളത് കോഴ്സിൽ കൊടുക്കുക. ഇവിടെ ഇൻഡെക്സ് ഓഫ് അറ്റ്. ഓക്കെ, ഇത്രയാണ്. അത് 2 പൊസിഷനും കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഇഫ് കണ്ടീഷനാണ് ഇവിടെ എഴുതുന്നത്. അറ്റിൻ്റെ പൊസിഷൻ ലെസ് ദാൻ 1 ഞാൻ എക്സൽ ഫയലിൽ കാണിച്ചില്ല, അത് തന്നെ. അറ്റിൻ്റെ പൊസിഷൻ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒന്നുകിൽ 0, അതായത് ഫസ്റ്റ് ക്യാരക്ടറാണ് അറ്റ്, അല്ലെങ്കിൽ
സിമ്പിൾ ഇല്ല, അപ്പം നെഗറ്റീവ് വരും. അപ്പോൾ ഈ കേസ് ട്രൂ ആണെങ്കിലും ഇൻവാലിഡ് ഇമെയിലാണ്. അല്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ നോക്കുകയാണ്, ഡോട്ട് പൊസിഷനും അറ്റ് പൊസിഷനും തമ്മിൽ മിനിമം ഒരു ക്യാരക്ടറിൻ്റെ എങ്കിലും ഡിഫറൻസ് ഉണ്ടോ. അതിങ്ങനെയാണ് നോക്കുക, ഡോട്ട് പൊസിഷൻ മൈനസ് അറ്റ് പൊസിഷൻ ലെസ് ദാൻ 2. ഇതിൻ്റെയൊക്കെ ലോജിക്ക് നമ്മളവിടെ എക്സലിൽ പറഞ്ഞു. ലെസ് ദാൻ 2 ഈക്വൽ ടു 2 വന്നാൽ ഇടയിൽ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് അർത്ഥം. അത് 5ാമത്തെ ക്യാരക്ടറാണ് അറ്റ്, 7ാമത്തെ ക്യാരക്ടറാണ് ഡോട്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം അതിൻ്റെ ഇടയിൽ 6ാമത്തേതായിട്ടൊരു ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ 7 - 5 എന്ന് പറഞ്ഞാൽ മിനിമം 2 കിട്ടും. ലെസ് ദാൻ 2 വന്നെന്ന് പറഞ്ഞാൽ അർത്ഥം അതിൻ്റെ ഇടയിൽ ക്യാരക്ടർ ഒന്നുമില്ല, അറ്റ് കഴിഞ്ഞ് തൊട്ടടുത്ത ക്യാരക്ടറാണ് ഡോട്ട്. അല്ലെങ്കിൽ അറ്റോ ഡോട്ടോ ഏതെങ്കിലും ഒന്നുമില്ല, നെഗറ്റീവ് വാല്യൂ വരും. എന്നാലും ഈ പറഞ്ഞ പ്രശ്നം ട്രൂ ആവും. അടുത്തത് ലാസ്റ്റ് ഡോട്ട് കഴിഞ്ഞിട്ട് 2 ക്യാരക്ടറെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നതാണ് ഈ സെക്ഷൻ. അവിടെ എന്താ ചെയ്യുന്നത്, EML എന്ന് പറഞ്ഞാൽ ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് കിട്ടാൻ EML ഡോട്ട് ലെങ്ത്ത് നിന്ന് നേരെ ഉപയോഗിച്ചാൽ മതി. EML ഡോട്ട് ലെങ്ത്ത്, EML ഒരു അറേ പോലെ അതിൻ്റെ ലെങ്ത്ത് കിട്ടും, മൈനസ് ഡോട്ടിൻ്റെ പൊസിഷൻ. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് 8 ആണ്, ഡോട്ടിൻ്റെ പൊസിഷൻ 5 ആണെങ്കിൽ 5, 6, 7 അല്ലേ. 5 ഡോട്ടിൻ്റെ പൊസിഷൻ, അത് പക്ഷേ 6ാമത്തെ ക്യാരക്ടറാണെന്ന് മനസ്സിലാക്കുക. 7, 8 ആണ് ക്യാരക്ടർ. ആ ലെങ്ത്തും ആ ഒരു അറേ കൺസെപ്റ്റ് നിങ്ങൾ മറന്നു പോകരുത്. ഇവിടെ ടോട്ടൽ ലെങ്ത്ത് 8 ആണ്, പക്ഷേ ലാസ്റ്റ് ക്യാരക്ടറിൻ്റെ പൊസിഷൻ എത്രയാണ്, 7 ആണ്. 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡോട്ട് 5ാമത്തെ പൊസിഷനിലാണ്, ടോട്ടൽ ലെങ്ത്ത് 8 ആണ്, 8 - 5 ആണ് നോക്കുന്നത്. അത് ലെസ് ദാൻ 3 വന്നാൽ മിനിമം 3 വരണം. മിനിമം 3 വന്നാലേ ഈ ഇത് കഴിഞ്ഞിട്ട് 2 ക്യാരക്ടറെങ്കിലും ഉണ്ടെന്ന് പറയാൻ പറ്റൂ. 8 - 5 ആ 3 വന്നാലേ 2 എണ്ണമെങ്കിലും ഉണ്ടെന്ന് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ 2നേക്കാൾ കുറവാണ്, അത് ഇൻവാലിഡ് ആണ്. അതാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഇമെയിൽ ഡോട്ട് ലെങ്ത്ത് മൈനസ് ഡോട്ടിൻ്റെ പൊസിഷൻ ലെസ് ദാൻ 3 ആണെങ്കിൽ അതും ഇൻവാലിഡ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ, അതാണ് ഓർ ഇട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓർ 3 കണ്ടീഷൻ. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാൽ ഇൻവാലിഡ് ആണ്. ഇൻവാലിഡ് ആണെങ്കിൽ അലർട്ട് പ്ലീസ് സെൻഡർ കറക്റ്റ് ഇമെയിൽ ID എന്ന് പറയണം. ഡോക്യുമെൻറ്റ് ഡോട്ട് എംപ്ലോയി അത് ഫോക്കസ് അങ്ങോട്ട് കൊണ്ടുവരണം. റിട്ടേൺ ഫോഴ്സ് ചെയ്യണം. അപ്പോൾ ഇത്രയും ഭാഗം കൂടി ഞാൻ അങ്ങോട്ട് കോപ്പി ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ അറ്റിൻ്റെ പൊസിഷൻ ഇമെയിൽ ഡോട്ട് ഇൻഡെക്സ് ഓഫ് അറ്റ് എടുത്തു, ഡോട്ടിൻ്റെ പൊസിഷൻ EML ഡോട്ട് ലാസ്റ്റ് ഇൻഡെക്സ് ഓഫ് ഡോട്ട് എടുത്തു. നേരത്തെ പറഞ്ഞ കണ്ടീഷൻ ഇഫ് കണ്ടീഷൻ വെച്ചു. ഇതിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ ഇൻവാലിഡ് ആണ്. ഓക്കെ, റിട്ടേൺ ഫോൾസ് ചെയ്തു. ഇനി ഇതെല്ലാം ഇപ്പോൾ എല്ലാ ചെക്കിങ് കഴിഞ്ഞല്ലോ, എല്ലാം കഴിഞ്ഞ് ഒരിടത്തും കുഴപ്പമില്ല. എവിടെയെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവിടെ വെച്ച് റിട്ടേൺ പോകും, തിരിച്ച് താഴേക്ക് വരില്ല അല്ലേ. എവിടെയെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ റിട്ടേൺ ഫോൾസ് അവിടെ പോയിരിക്കും. അപ്പോൾ എവിടെയും കുഴപ്പമില്ലെങ്കിൽ ഈ ലാസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്, ഒരിടത്തും കുഴപ്പമില്ലെങ്കിൽ നമ്മുടെ ഫോമിലേക്ക് നമ്മൾ റിട്ടേൺ വാലിഡേറ്റ് ഇവിടെയാണ് കോൾ ചെയ്തത് അല്ലേ, ഇവിടേക്ക് വരേണ്ടത് എന്താണ്, ട്രൂ ആണ്. ഒരിടത്തും കുഴപ്പമില്ലെങ്കിൽ ട്രൂ വരണം. ട്രൂ വന്നാൽ ഗെറ്റ് മെത്തേഡ് വഴി ഈ ഡാറ്റ അങ്ങോട്ട് പോകും. എങ്ങോട്ടാണ് സെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ അവിടേക്ക്. ഇവിടെ നമ്മൾ ആക്ഷൻ എംപ്റ്റി വെച്ചത് കൊണ്ട് എവിടേക്കും പോവില്ല. PHP നമ്മൾ പഠിക്കുമ്പോൾ അത് വേറൊരു ഫയലിലേക്ക് PHP ഫയലിലേക്ക് പോകും. അവിടെ ഇതൊക്കെ റീഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. റീഡ് ചെയ്ത് വേണ്ട രീതിയിൽ ഡിസ്പ്ലേ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ അവസാനം ഒരു കുഴപ്പമില്ലെങ്കിൽ എന്ത് റിട്ടേൺ ചെയ്യണം, ട്രൂ റിട്ടേൺ ചെയ്യണം. ബാക്കി എല്ലാ കേസിലും നമ്മൾ കുഴപ്പമുള്ളിടത്തെല്ലാം റിട്ടേൺ ഫോൾസ് ചെയ്തു. എല്ലാ കടമ്പകളും കഴിഞ്ഞ് അവസാനത്തെ ഈ ഇഫ് കടമ്പയും കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ എന്താ അർത്ഥം, എല്ലാം ഓക്കെയാണ്. അപ്പോൾ നമ്മളവിടെ എന്ത് എഴുതിയാൽ മതി, റിട്ടേൺ ട്രൂ റിട്ടേൺ ചെയ്യുക. ആ ഫംഗ്ഷൻ അവിടെ കഴിഞ്ഞു, വാലിഡേറ്റ് എന്നുള്ള ഫംഗ്ഷൻ കഴിഞ്ഞു. ബ്രാക്കറ്റ് ഓക്കെ ആണോ എന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഫംഗ്ഷൻ്റെ തുടക്കത്തിലാണിത്. നമ്മൾ ബ്രാക്കറ്റ് താഴെ ഇട്ടിട്ടാണ് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ചോദിക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് ഒന്നുകൂടെ ഒന്ന് കോഡ് എടുത്ത് നോക്കുക, കോഡെല്ലാം എടുത്ത് നോക്കുക. ഞാൻ ഈ കോഡ് ഇതിലിട്ട് തരാം, നിങ്ങളുടെ ക്ലാസ് റൂമിലേക്ക് ഇട്ട് തരാം ഈ ഒരു കോഡ്. ഓക്കെ, ഇത്രയും നമ്മൾ ചെയ്തു. സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു. ഇനി ഇവിടെ റിട്ടേൺ വാലിഡേറ്റ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വാലിഡേറ്റ് എന്നുള്ള ഫംഗ്ഷൻ നടക്കണം. അതിൻ്റെ അകത്ത് ഓരോ ഫീൽഡായിട്ട് നോക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഇത് വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അവസാനമായിട്ടൊന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഫോം. ഞാൻ ഒന്ന് റീഫ്രഷ് ചെയ്തു. വെറുതെ സബ്മിറ്റ് അടിച്ചാൽ ഒന്ന് എൻ്റർ സബ്മിറ്റ് ചെയ്താൽ പ്ലീസ് എൻ്റർ യുവർ നെയിം എന്ന് വന്നു. ഫോക്കസ് ഇവിടെ വന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ അത് ഓക്കെ ആയി. ഇനി ഞാൻ വീണ്ടും സബ്മിറ്റ് അടിക്കുകയാണ്. എൻ്റർ എംപ്ലോയി നെയിം.
അവിടേക്ക് ഫോക്കസ് വരുന്നുണ്ട്. റിട്ടേൺ ഇവിടെ തന്നെ വരുന്നുണ്ട്. എംപ്ലോയി നെയിം കൊടുത്തു. ബേസിക് സാലറി ഞാൻ ക്യാരക്ടേഴ്സ് അടിച്ചു വെച്ചു. സബ്മിറ്റ്. വീണ്ടും പറയും എന്താണ്, പ്ലീസ് എൻ്റർ യുവർ ബേസിക് സാലറി എന്ന് പറയും. കാരണം എന്താ, അവിടെ എം ടി അല്ല, പക്ഷേ നമ്പറല്ല അടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ചെക്കിങ് കൂടെ അവിടെ കൊടുത്തത് കൊണ്ട് നമ്മൾ ബേസിക് സാലറി അടിച്ചു കൊടുക്കാതെ രക്ഷയില്ല. ഞാൻ ഇത് സബ്മിറ്റ് ചെയ്യുകയാണ്, ഒന്നും സെലക്ട് ചെയ്യാതെ. പ്ലീസ് സെലക്ട് യുവർ ഡെസ്റ്റിനേഷൻ എന്ന് പറയും. ഓക്കെ, നമ്മൾ ഇതെല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട്. അക്കൗണ്ടൻറ്റ് സെലക്ട് ചെയ്തു. സബ്മിറ്റ് ചെയ്താൽ അടുത്ത വരുന്നത് അഡ്രസ്സ്. കാരണം അതിനു മുമ്പ് ഓരോ തവണ സബ്മിറ്റ് അടിക്കുമ്പോഴും എന്തൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്, ആദ്യം നെയിം ചെക്ക് ചെയ്യും. അത് ഓക്കെ ആണെങ്കിലാണ് ഇത് ചെക്ക് ചെയ്യാൻ വരിക, അത് ഓക്കെ ആണെങ്കിൽ ഇത് ചെക്ക് ചെയ്യാൻ വരും, ഇത് ഓക്കെ ആണെങ്കിലാണ് അഡ്രസ്സിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇവിടെ സെലക്ട് ചെയ്തു, താഴെയുള്ള എന്തെങ്കിലും സെലക്ട് ചെയ്തിട്ട് ഇവിടെ എം ടി ആക്കി വിട്ടാലും ആദ്യം എറർ കാണിക്കുക എന്താണ്, ഈ പറഞ്ഞ ആദ്യം വരുന്നത് ഫില്ല് ചെയ്ത് പോകും. നമ്മൾ അങ്ങനെയാണ് ഇഫ് എഴുതി വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ അഡ്രസ്സ് എന്തെങ്കിലും അടിച്ചു കൊടുത്തു. ഇനിയും നിങ്ങൾ ഇങ്ങനെ വിചാരിക്കരുത്, യൂസർ എപ്പോഴും ഓരോന്നും അടിച്ചിട്ട് എൻ്റർ ചെയ്യും, സബ്മിറ്റ് ചെയ്യും എന്ന് വിചാരിക്കരുത്. യൂസർ അറിയാതെ ഏതൊക്കെയോ ഫീൽഡ് ബാക്കി വിട്ടിട്ട് സബ്മിറ്റ് അടിച്ചു, അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ ഓരോന്നായിട്ട് നോക്കി വരും. ആദ്യം കാണുന്ന എററുള്ള സ്ഥലത്തേക്കായിരിക്കും നമ്മളെ ഫോക്കസ് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് എൻ്റർ ചെയ്യാൻ എറർ മെസ്സേജ് കാണിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ അഡ്രസ്സ് കൊടുത്തു. ഇനി സബ്മിറ്റ് ചെയ്യുകയാണ്. പ്ലീസ് സെലക്ട് ജെൻഡർ. കാരണം ഇനി ഇവിടെ വരെ ഓക്കെയാണ്, ഇവിടെ വരെ എല്ലാം ചെയ്തു. ജെൻഡർ സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ജെൻഡർ സെലക്ട് ചെയ്തു. സബ്മിറ്റ്. ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്യുന്നു. അതായത് ജെൻഡർ വരെയുള്ളത് ഓക്കെ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ക്വാളിഫിക്കേഷൻ ഒന്നുപോലും സെലക്ട് ചെയ്തില്ല. അപ്പോൾ +2 ഡിപ്ലോമ. സബ്മിറ്റ്. എൻ്റർ എ വാലിഡ് ഇമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞു. അത് ഈ മെസ്സേജ് വരുന്നത് എവിടെ നിന്നാണ്, ആദ്യത്തെ ഇഫ് കണ്ടീഷൻ എം ടി ആണോ എന്ന് നോക്കുന്ന ഇഫ് കണ്ടീഷനിൽ നിന്നാണ് ഇപ്പോൾ ഈ മെസ്സേജ് വന്നത്. ഞാൻ വെറുതെ ഒരു ഇമെയിൽ ഐ ഡി 3 ക്യാരക്ടർ കൊടുത്തു. സബ്മിറ്റ്. ഇപ്പോഴും പറയും എൻ്റർ കറക്റ്റ് ഇമെയിൽ ഐ ഡി എന്ന് പറയും. ഞാൻ അത് മാറ്റിയിട്ട് ഒരു @.in. അറ്റും ഡോട്ടും അടുത്തടുത്താണ്. നമ്മൾ വിചാരിച്ച പോലെ ഉണ്ടോയെന്ന് നോക്കുക. അയ്യോ സോറി, റീസെറ്റ് ആയിപ്പോയി അടുത്ത്. @.in @.in സബ്മിറ്റ് ചെയ്താൽ ഇപ്പോഴും എന്ത് പറയും, എൻ്റർ കറക്റ്റ് ഇമെയിൽ ഐ ഡി. കാരണം തെറ്റുണ്ട്, അറ്റും ഡോട്ടും ഒരുമിച്ചാവുന്നത്. ഇനി ഞാൻ അറ്റിൻ്റെ ഇടയിൽ ഒരു ക്യാരക്ടർ വെച്ചു, ഇൻ വെച്ചില്ല, ഒരു ഐ മാത്രം വെച്ചു. ഇപ്പോഴും എന്ത് വരണം, എറർ വരണം. കാരണം ഡോട്ട് കഴിഞ്ഞിട്ട് 2 ക്യാരക്ടേഴ്സ് വേണം. ഞാനിവിടെ ഇൻ വെച്ചു. സബ്മിറ്റ് ചെയ്താൽ എല്ലാം ഓക്കെയാണ്. സബ്മിറ്റായി പോയിട്ടുണ്ട്. എങ്ങോട്ടാണ് പോയെന്ന് നോക്കുക. ഫോം വാലിഡേഷൻ .html എന്നുള്ള നമ്മുടെ ഫയലിലേക്ക് തന്നെയാണ്. ഇത് നോക്കുക, ഇവിടെ തുടങ്ങി നോക്കുക. ഫോം വാലിഡേഷൻ .html. അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ ഇട്ടിട്ട് നെയിം ഈക്വൽ ടു ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത എല്ലാം വരുന്നുണ്ട്. ഇവിടെ സാലറി, ഡെസിഗ്നേഷൻ തൊട്ട് എന്താ വന്നിരിക്കുന്നത്, 1 കണ്ടോ. ഡെസിഗ്നേഷൻ തൊട്ട് വന്നിരിക്കുന്നത് 1 ആണ്. അതായത് മാനേജറാണ് സെലക്ട് ചെയ്യുന്നത്. അഡ്രസ്സ് അടിച്ചു കൊടുത്ത വാല്യൂ, ജെൻഡർ മെയിൽ എന്ന് വന്നു. ക്വാളിഫിക്കേഷൻ +2 ആൻഡ് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ രണ്ടും വന്നു. ഇമെയിൽ ഈ പറഞ്ഞ ss@d. അറ്റിന് പകരമാണ് %40 എന്ന് ഇവിടെ കാണിക്കുക. അതൊരു എസ്കേപ്പ് സീക്വൻസ് ആണ്. അത് URL അങ്ങനെയൊക്കെയാണ് കാണിക്കുക, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ അത് സബ്മിറ്റ് ചെയ്ത് പോയി എന്ന് അർത്ഥം. പക്ഷേ സബ്മിറ്റ് ചെയ്ത് എങ്ങോട്ടാണ്, ഈ സെയിം HTML ഫയലിലേക്കാണെന്ന് മാത്രം. അതെന്തുകൊണ്ടാണ്, നമ്മൾ ആക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട്. ഇത് ആക്ഷൻ എന്നുള്ളത് കളഞ്ഞാൽ ഇത് തന്നെയാണ് സംഭവിക്കുക. ആക്ഷൻ വെറുതെ വെക്കണമെന്നില്ല, എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി. എന്നാലും നമ്മളത് വെച്ച് തന്നെ പഠിക്കുക. കാരണം നമുക്ക് പിന്നീട് ഇവിടെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആക്ഷൻ എന്നുള്ള ആട്രിബ്യൂട്ട് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അവിടെ എന്തെങ്കിലും വാല്യൂ കൊടുത്താൽ ആ പേജിലേക്കായിരിക്കും പോവുക. അപ്പോൾ ഇവിടെ ആക്ഷൻ ഒരു 5 സെക്കൻഡ് കൂടി ആയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യേ. .php എന്ന് ഞാൻ കൊടുത്തു. എന്നിട്ടാണ് സേവ് ചെയ്തിട്ട് ഓക്കെ, എന്നിട്ട് ഞാൻ ഓരോ വാല്യൂസ് കൊടുക്കുകയാണ്. എല്ലാം കറക്റ്റായിട്ട് കൊടുത്തു എന്നാണ് വിചാരിക്കുന്നത്. സബ്മിറ്റ് ചെയ്യാം.
സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്താ പറയുന്നത്, ഫയൽ വാസ് നോട്ട് ഫൗണ്ട്. അതായത് ഞാൻ പറഞ്ഞ ആക്ഷൻ ഡോട്ട് PHP എന്ന് പറഞ്ഞ ഫയലില്ല. ആ ഫയൽ ഉണ്ടെങ്കിൽ അതിലേക്കാണ് നമ്മൾ ഈ വാല്യൂസ് പോകേണ്ടിയിരുന്നത്. അതില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ empty ആയിട്ട് കൊടുത്ത സെയിം ഫയലിലേക്ക്, അതായത് സെയിം നമ്മുടെ വെബ് പേജ് തന്നെ ഒന്നുകൂടെ വരും, ഒന്ന് റീഫ്രഷ് ആവും, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. ഇതിൽ നമ്മൾ പലത് വാലിഡേഷൻ മാത്രമല്ല പഠിച്ചത്, ഓരോ എലമെൻറ്റ്സ് എങ്ങനെ പ്ലേസ് ചെയ്യുന്നത്, ടേബിൾ വെച്ചിട്ട് എങ്ങനെ പ്ലേസ് ചെയ്യുന്നത് പഠിച്ചു. അതിൽ റേഡിയോ ബട്ടൺ ഉപയോഗിക്കാൻ, ചെക്ക് ബോക്സ് ഉപയോഗിക്കാൻ, പിന്നെ അതിൽ നിന്നൊക്കെ വാല്യൂസ് എങ്ങനെ എടുക്കും, എങ്ങനെയാണ് അതിൽ നിന്നൊക്കെ നമ്മൾ വാല്യൂസ് എടുക്കുക, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. ഓരോന്ന് ഉപയോഗിക്കുക, നമ്മൾ വേരിയബിൾ വെച്ചിട്ട് ഡോക്യുമെൻറ്റ് ഡോട്ട് എംപ്ലോയി ഫോം ഡോട്ട് ജെൻഡർ ഡോട്ട് അല്ലെങ്കിൽ നെയിം ഡോട്ട് നെയിം ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ അതിലുള്ള വാല്യൂ കിട്ടുന്നതും എല്ലാം ഇത് തന്നെ ഉള്ളൂ. ഏത് വെബ് പേജിൻ്റെ പ്രോഗ്രാം നിങ്ങളുടെ സിലബസ് വെച്ചിട്ട് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചുള്ള പ്രോഗ്രാമിലും ഇത് തന്നെയാണ് അതിൻ്റെ ടെക്നോളജി. ഈ പറഞ്ഞ കൺട്രോളുകൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. റേഡിയോ ബട്ടൺ, ചെക്ക് ബോക്സ്, ചോയ്സ് എന്ന് പറഞ്ഞാൽ സെലക്ട്, മാനേജർ, അക്കൗണ്ടൻ്റ് എന്നൊക്കെ വന്നു, സെലക്ട്, പിന്നെ ടെക്സ്റ്റ് ഫീൽഡ്, ടെക്സ്റ്റ് ഏരിയ, ഇമെയിൽ ID അടിക്കുന്നത്, ഇതൊക്കെ തന്നെ വരുന്നുള്ളൂ. അതിൽ നിന്നൊക്കെ വാല്യൂ റീഡ് ചെയ്യാനും പ്രോഗ്രാം വഴി അത് ചെക്ക് ചെയ്യാനും പഠിക്കുക. അത്രയേ ഉള്ളൂ. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് വാട്സാപ്പ് വഴി തന്നാൽ മതി. കാര്യങ്ങൾ ക്ലിയർ ആയോ എന്നുള്ളതൊന്ന് വാട്സാപ്പ് വഴി പറഞ്ഞാൽ കൊള്ളാം. സമയം ഒരുപാടായി, 12:30 ഓക്കെ, എന്തായാലും ഇത്രയും പേര് പങ്കെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നമ്മൾ അറ്റൻഡൻസ് സ്പെഷ്യൽ വെച്ചിട്ട് 10-40 പേര് പങ്കെടുത്തിട്ടുണ്ട്. അറ്റൻഡൻസ് ഒന്നും ഞാൻ നോക്കുന്നില്ല. ഹരിഷ്മ ഒന്ന് നോട്ട് ചെയ്തേക്കുക ആരൊക്കെ പങ്കെടുത്തു എന്നുള്ളത്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഞാൻ എടുക്കുന്നില്ല അറ്റൻഡൻസ്. അപ്പോൾ ഓക്കെ, അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു സർ.